ബ്രോയ്ക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ബ്രോ കേൾക്കുവാണെങ്കിൽ അപ്പോഴേ സ്പോട്ടിൽ ചോദിച്ചാൽ മതി. ഓക്കെ, 2-3 ക്യാമറ ഓൺ ആയാലേ എനിക്ക് അങ്ങോട്ട് ഒരു എനർജി കിട്ടത്തുള്ളൂ. നിങ്ങൾ ഓൺ ആയിരിക്കണം, ബിക്കോസ് വി ആർ ഗോണ ഡു സംതിങ് ബിഗ്. ഓക്കെ, അപ്പം ഇവിടെ എന്നെ അറിയാവുന്നവരുണ്ട്, അറിയാത്തവരുണ്ട്. ഫോർ ദോസ് ഹു ഡോണ്ട് നോ മീ, എന്റെ പേര് അക്ഷയ് ദാസ്. I live high ticket closing and marketing. So high ticket closing and marketing ആണ് എൻ്റെ എക്സ്പെർട്ടീസ്. അമേരിക്കയിലുള്ള 6 figure കമ്പനീസ് ആയിട്ട് ഞാൻ പഠിച്ച് അവരുടെ കൂടെ നിന്ന് വർക്ക് ചെയ്ത് അവരുടെ സ്ട്രാറ്റജീസും പ്രിൻസിപ്പിൾസും വെച്ച് 6 figures മേളിൽ ഇൻകം ഹൈ ടിക്കറ്റ് സ്പേസിൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അതേ ഇൻഫർമേഷൻ ആണ് നിങ്ങൾക്ക് ഞാൻ ഇന്ന് ഇവിടെ ഒരു ഫ്രെയിംവർക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഈ അഫിലിയേറ്റ്സിനകത്ത് ടെക്സ്പ്ലേ ആണ് നിങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, സോ ടെക്സ്പ്ലേക്കകത്ത് ഏകദേശം 6 പ്രോസസ് ഉണ്ട്. അപ്പൊ ആ 6 പ്രോസസ്സ് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യും. ബട്ട് അതിന് മുമ്പായിട്ട് എന്താണ് ടെക്സ്പ്ലേ? സോ ടെക്സ്പ്ലേ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മുമ്പ് ഇന്റർനാഷണൽ ഔട്ട്റീച്ചിനകത്ത് ടെക്സ്പ്ലേ ചെയ്തിട്ടാണ് ദേവജിത്ത് ആക്ച്വലി 90K above ഉണ്ടാക്കിയത്. ആ ടെക്സ്പ്ലേ കോൾഡ് ഔട്ട്റീച്ചിന്റെ മെത്തേഡാണ്. ഓക്കെ, സോ ആ സെയിം മെത്തേഡ് എടുത്തിട്ട് നമ്മൾ അത് ഇംപ്രവൈസ് ചെയ്തതൊരു എക്സ്ട്രാ വേർഷൻ ആക്കുവാണ്. അപ്പോഴത്തേക്കും ടെക്സ്പ്ലേ എന്ന് പറയുന്നത് കോൾഡ് ഔട്ട്റീച്ച് ആണ് നമ്മൾ മുമ്പ് ചെയ്തത്. കോൾഡ് ഔട്ട്റീച്ച് എന്ന് പറയുമ്പോഴത്തേക്കും ഇതുവരെ നമ്മളെ പറ്റി നമ്മളെ അറിഞ്ഞുകൂടാത്തൊരു കസ്റ്റമർ, ഓക്കെ, നമ്മളെ ഒട്ടും അറിഞ്ഞുകൂടാത്തൊരു കസ്റ്റമറിന്റെ മുന്നിൽ നമ്മൾ പോയിട്ട് നമ്മൾ പിച്ച് ചെയ്ത് സാധനം അവരുടെ നീഡ്സ് ആൻഡ് വോൺസ് മനസ്സിലാക്കിയിട്ട് സെയിൽ അടിക്കുകയാണ്. അതാണ് ദേവജിത്ത് ചെയ്തത്. ബട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ കോൾഡ് ഔട്ട്റീച്ച് അല്ല, വോം ഔട്ട്റീച്ച് ആണ്. എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇൻട്രസ്റ്റഡ് ആണ്, നമ്മുടെ റീൽസ് ഇൻസ്റ്റാഗ്രാമിൽ ഓൾറെഡി കണ്ട്, ഓക്കെ, നമ്മുടെ സ്ട്രാറ്റജീസ് ഓൾറെഡി വേണമെന്ന് പറഞ്ഞ് കമന്റ് ചെയ്ത്, ആ കമന്റിൽ നിന്ന് നമ്മുടെ മെനി ചാറ്റ് വഴി അവർ മെസ്സേജ് റിസീവ് ചെയ്ത് അവിടുന്ന് വാട്സാപ്പ് ഗ്രൂപ്പിൽ കയറി അവിടെ നമ്മുടെ പ്രോഡക്റ്റ് വേണം എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, ദേ നീഡ് ഹെൽപ്പ്. ഓക്കെ, അവർക്ക് എല്ലാവർക്കും ഹെൽപ്പ് വേണം, അവർക്ക് പൈസ വേണമായിരിക്കും. ബട്ട് അവർക്ക് പൈസ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വേണ്ടതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, റൈറ്റ്? ബട്ട് അതൊക്കെ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട ആ ഗ്രൂപ്പിൽ ഇരിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഹെൽപ്പ് വേണ്ട ആൾക്കാരാണ്. സോ അവര് ജസ്റ്റ് തീരുമാനം എടുക്കാത്തത് അവര് പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ജസ്റ്റ് എനിക്കിത് എടുക്കണോ, ഇതാണോ എന്റെ റൈറ്റ് സാധനം, ഇതല്ലേ എന്റെ റൈറ്റ് സാധനം, ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന ഉറപ്പുണ്ടോ, അങ്ങനെ പല ഡൗട്ടുകളും പല ഒബ്ജക്ഷൻസും അവർ കാണാം. അപ്പൊ നിങ്ങൾ അഫിലിയേറ്റ്സ് ആയിട്ട് ചെല്ലുന്നു, ഇതെല്ലാം ക്ലിയർ ചെയ്യുന്നു, ഇതെല്ലാം ക്ലാരിറ്റി കൊടുക്കുന്നു. ഈ സംഭവങ്ങളെല്ലാം നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, റൈറ്റ്? നമുക്ക് 2-3 വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. എല്ലാത്തിലും കൂടെ ഏകദേശം 5000 മേടി അഫിലിയേറ്റ്സ് ഉണ്ട്. അല്ല, 5000 മേടി ക്ലയൻസ് ഉണ്ട്. ഓക്കെ, 5000 മേടി വോം ലീഡ്സ് നമുക്ക് വന്നിരിക്കുവാണ്. ബട്ട് ആ ഗ്രൂപ്പിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇൻഫർമേഷൻസ് സ്റ്റാക്ക് ചെയ്ത്, ഇതാണ് നമ്മുടെ കോഴ്സിൽ നിന്ന് കിട്ടുന്നത്, ഇതാണ് നമ്മുടെ ഇന്ന സാധനങ്ങൾ, ഇതെല്ലാം ഉണ്ട്. ബട്ട് ആരും അത് കയറി നോക്കുന്നില്ല, റൈറ്റ്? ഈ അഫിലിയേറ്റ്സ് ഒന്നും കയറി നോക്കുന്നില്ല. അല്ല, അഫിലിയേറ്റ്സ് അല്ല, ക്ലയൻസ് ഒന്നും കയറി നോക്കുന്നില്ല. ചിലർ കാണുന്നുണ്ട്, പക്ഷെ ചിലർ കണ്ടിട്ട് ഡിസിഷൻ എടുക്കുന്നില്ല. ഇറ്റ്സ് ജസ്റ്റ് അവിടെ കിടക്കുവാണ്. സോ അത് നമ്മൾ വോമപ്പ് ആക്കി എടുക്കണം. അതിന് ഈച്ച് പേരെ ഒന്നൊന്നായിട്ട് നമ്മൾ ടച്ച് ചെയ്യണം. ഓക്കെ, സോ അതാണ് അഫിലിയേറ്റ്സ് ചെയ്യുന്നത്. അഫിലിയേറ്റ്സ് ഓരോ ആൾക്കാരെ ഒന്നൊന്നായിട്ട് ടെക്സ്റ്റ് ചെയ്ത് അവരെന്തുകൊണ്ട് അവിടെ വന്നു, എന്താണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സൊല്യൂഷൻ. ഓക്കെ, സോ അങ്ങനെ പോയി നമ്മൾ സംസാരിക്കുമ്പോൾ അതിനൊരു രീതിയുണ്ട്, അതിനൊരു പ്രോസസ് ഉണ്ട്. അപ്പൊ ആ പ്രോസസ്സ് ഞാൻ നിങ്ങളുമായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാനാണ് പോകുന്നത്. ഓക്കെ, അല്ല, എന്റെ ഈ സ്ക്രീനല്ല ഇപ്പൊ ഷെയർ ചെയ്യുന്ന സ്ക്രീൻ ആണെന്നോ? ഓക്കെ, സോ ഇതാണ് നമ്മുടെ ക്ലോസിംഗ് സെയിൽസ് വിത്ത് ലീഡിംഗ് ക്വസ്റ്റ്യൻസ്. ദിസ് ഈസ് ബൈ ടോം ഹോപ്കിൻസ്. എന്റെ ഇവിടുത്തെ ഈ സ്ക്രീൻ ഒന്ന് വലുതായിട്ട് നോക്കി. വാട്ട് ആർ ഇതാണ്ട് ക്ലോസിംഗ് സെയിൽസ് വിത്ത് ലീഡിംഗ് ക്വസ്റ്റ്യൻസ് ബൈ ടോം ഹോപ്കിൻസ്. ടോം ഹോപ്കിൻസ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മെന്റേഴ്സ് ഓഫ് ഹോൾ ടൈം ആണ്. മെന്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം ലക്ഷക്കണക്കിന് ആൾക്കാരെ അല്ലെങ്കിൽ ഒരു 50,000 ഓഫ് ക്രൗഡ്സിനെ ഒരുമിച്ച് ഇരുത്തി അവർക്ക് മെന്റർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മെന്റർ ആണ്. വേൾഡ് നോൺ, യു ഗൈസ് ക്യാൻ ഗോ ഗൂഗിൾ ഇറ്റ്. ഓക്കെ, സോ പുള്ളിക്കാരൻ കണ്ടുപിടിച്ച ഈ ഒരു സംഭവമാണ് what are leading questions. He's a sales legend too, right? He's a sales legend, and that's why he's doing the mentoring. So that's what is
leading questions means. So leading questions are questions that help you steer the conversation to the information that help you determine if your product is right for your client. മനസ്സിലായോ? എന്ന് പറയുമ്പോഴത്തേക്കും ലീഡിങ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ സെല്ല് ചെയ്യുന്ന സാധനം ഈ നമ്മുടെ ക്ലയൻസിന് റൈറ്റ് ആണോ ഇല്ലയോ എന്ന് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അത് പറഞ്ഞു തന്നെയാണ് നമ്മൾ തുടങ്ങുന്നത്. സോ അതാണ് അതിന്റെ എക്സാമ്പിൾസ്, ലീഡിങ് ക്വസ്റ്റ്യൻസിന്റെ some of the എക്സാമ്പിൾസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ what was it interested you to make money on Instagram? ഇൻസ്റ്റഗ്രാമിൽ പൈസ ഉണ്ടാക്കാൻ എന്താണ് അവരെ എൻകറേജ് ചെയ്തത്? That's what we need to find out, right? So, and the next thing is, what are your fitness goals? എന്താണ് നിങ്ങളുടെ ഫിറ്റ്നസ് ഗോൾസ്? ഓക്കെ, എന്തുകൊണ്ടാണ് അവർക്ക് എന്തുകൊണ്ടാണ് വെയിറ്റ് കുറയേണ്ടത്? അത് പിന്നെ 3 മാസം കഴിയുമ്പോൾ എൻ്റെ കല്യാണമാണ്, റൈറ്റ്? 3 മാസം കഴിയുമ്പോൾ എൻ്റെ കല്യാണമാണ്, അപ്പോഴത്തേക്കും എനിക്ക് ഇത്ര കിലോ കുറയ്ക്കണം, ഇച്ചിരി കൂടെ ഫിറ്റ് ആയിട്ടിരിക്കണം, കല്യാണം ആകുന്നില്ല. അതാണില്ലേ, അപ്പൊ അതാണ് കാരണം. അങ്ങനെ ഒരു കാരണം കണ്ടുപിടിക്കണം നമ്മൾ. ഓക്കെ, അങ്ങനെ ഒരു കാരണം കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് നമ്മുടെ പ്രോഡക്റ്റും സർവീസും അവർക്ക് ആക്ച്വലി ചെയ്യാൻ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. ഇപ്പൊ നമ്മൾ സെല്ല് ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാമിൽ എങ്ങനെ പൈസ ഉണ്ടാക്കാന്നുള്ളതാണ്, റൈറ്റ്? അപ്പം അതിൽ ഫേസ്ലെസ് ചാനൽസ് ഉപയോഗിച്ചു അല്ലെങ്കിൽ കോൾഡ് ഔട്ട്റീച്ച് മെത്തേഡ്സ് ഉപയോഗിച്ച് ഓൾറെഡി നമ്മുടെ സ്റ്റുഡൻസ് പൈസ ഉണ്ടാക്കുന്നുണ്ട്, 90-1 ലക്ഷങ്ങൾ. ഓക്കെ, സോ ഇപ്പം പൈസക്ക് അത്യാവശ്യമായിട്ട് ഇരിക്കുന്ന ഒരാളാന്നിരിക്കട്ടെ, എനിക്ക് ഇന്ന സംഭവം ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഇത് അടയ്ക്കണം, അല്ലെങ്കിൽ എനിക്ക് ഒരു കാറ് മേടിക്കണം, അവർക്ക് പലതരം ആഗ്രഹങ്ങൾ കാണും. സോ അതെന്താന്ന് മനസ്സിലാക്കിയിട്ട് അത് ഓക്കെ, ഇപ്പൊ പറയാം, ഓക്കെ അവരുടെ ആഗ്രഹത്തിന് ഒരെണ്ണത്തിന് 10 ലക്ഷമാണ് അവർക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും, ഓക്കെ 90 ദിവസം കൊണ്ട് നമുക്ക് ഇത് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമെന്ന്. ഇല്ല, അതിന് കുറച്ചും കൂടെ സമയം എടുക്കും, റൈറ്റ്? സോ അതിനനുസരിച്ച് നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് ഡിറ്റർമിൻ ചെയ്യണം എന്ത് തരം ഗെയിം ആയിരിക്കും ഇവർക്ക് കളിക്കാൻ പറ്റുന്നതെന്ന്. ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സെയിൽ ചെയ്യുന്നത് കോൾഡ് ഔട്ട്റീച്ച് മെത്തേഡ്. അപ്പൊ കോൾഡ് ഔട്ട്റീച്ച് ചെയ്ത് എങ്ങനെ പ്രോഡക്ട്സ് റീസെയിൽ ചെയ്ത് ക്യാഷ് ഉണ്ടാക്കാം, ആ ഒരു സ്പെസിഫിക് പ്രോഡക്റ്റ് ഏതൊരാളെ ഹെൽപ്പ് ചെയ്യും. ആ ഒരു സ്പെസിഫിക് പ്രോഡക്റ്റ് ഒരു ബിഗിനർ ആയിക്കോട്ടിരിക്കട്ടെ, ബിഗിനർ ആണെങ്കിൽ ബിഗിനറിന് ചെയ്യാൻ പറ്റും. പിന്നെ ജസ്റ്റ് എന്തെങ്കിലും പൈസ ഉണ്ടാക്കണം, ഏകദേശം 1 ലക്ഷം എല്ലാം ഉണ്ടാക്കണം, അത്യാവശ്യമായിട്ട് കുറച്ച് ടെക്കി സംഭവങ്ങളൊക്കെ അറിയാം, ഇൻസ്റ്റഗ്രാം ഒക്കെ അറിയാം, വീഡിയോ ഒക്കെ ചെറുതായിട്ട് എഡിറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ഒരാളെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഭയങ്കര ഐഡിയൽ ക്ലയന്റ് ആണ്, റൈറ്റ്? വീഡിയോ എഡിറ്റ് ചെയ്യാറുണ്ട്, പോസ്റ്റ് ചെയ്യാൻ ഇഷ്ടമുണ്ടോ, ഓൾറെഡി കണ്ടന്റ് മേക്ക് ചെയ്ത് പോസ്റ്റ് ചെയ്യാറുണ്ടോ? അപ്പോഴത്തേക്കും ബ്രോയ്ക്ക് ഈ ഒരു സംഭവം ചെയ്ത് ഈ ഒരു പാറ്റേൺ എല്ലാം മനസ്സിലായി, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും തോറും, നിങ്ങൾ വളരും തോറും നമ്മൾ ഇതിന്റെ അടുത്ത ലെവൽസ് ക്രിയേറ്റ് ചെയ്യുക, അടുത്ത ബ്രാഞ്ചസ്. ഓക്കെ, സോ ദാറ്റ്സ് ഹൗ വി ഗോ. ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പം ഇൻസ്റ്റഗ്രാമില് ഓക്കെ ഇന്ന പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇന്ന സംഭവങ്ങളാണ് അവർ സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ 1 ലക്ഷം രൂപയാണ് അവരുടെ ടാർഗറ്റ്. ഓക്കെ, അവർ എന്തും ചെയ്യാൻ റെഡിയാണ്. ഓക്കെ, അവർക്ക് കുറച്ച് ടെക്കി സംഭവങ്ങൾ അറിയാം, വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിയാം, ഒരു യൂത്ത് ആണ്, റൈറ്റ്? അപ്പം ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാൻ അവർക്ക് താല്പര്യമുണ്ട്. അങ്ങനെയുള്ള ഒരു ആള് നമ്മുടെ ഐഡിയൽ ക്ലയന്റ് ആണ് പക്ഷേ അത് വെച്ച് പിന്നീട് നമ്മൾ ബിക്കോസ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ അൽഗോരിതം വെച്ച് വരുന്ന മിക്ക ക്ലയൻസും ഏകദേശം 15 വയസ്സ് തൊട്ട്, അല്ലെങ്കിൽ 15 അല്ല, ഒരു 17-16 ആ വയസ്സ് തൊട്ടുള്ള എല്ലാ പിള്ളേരും 25 വയസ്സ്, 26 വയസ്സ്, 28 വയസ്സ് ഓക്കെ ഉള്ള ആൾക്കാർ ആണ് വരുന്നത്. അപ്പം മിക്ക ആൾക്കാർക്കും ഈ സംഭവങ്ങളൊക്കെ അറിയാം. അത് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിന് ലീഡിങ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതാണോ വേണ്ടത്, നിങ്ങൾ ഇങ്ങനെ ചെയ്ത് ഞങ്ങൾക്ക് ഇൻസ്റ്റയിൽ പൈസ ഉണ്ടാക്കാം, ഇത് ചെയ്ത് പൈസ ഉണ്ടാക്കാം, നിങ്ങൾക്ക് ഇന്ന കോഴ്സ് സെയിൽ ചെയ്യാം, അതൊന്നും നിങ്ങൾ പറയുന്നില്ല. നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നേ ഉള്ളൂ, എന്നിട്ട് നിങ്ങൾ ഡിറ്റർമിൻ ചെയ്യണം. ഓക്കെ, സോ അതിന്റെ എക്സാമ്പിൾ നമുക്ക് തുടങ്ങാം. സോ ടെക്സ്റ്റ് പ്ലേ അല്ലാതെ എനിക്ക് ഇവിടെ തിങ്ക് അബൌട്ട് ദ ആൻസർ യു നീഡ് ടു ഡിറ്റർമിൻ ഇഫ് യുവർ ബയർ ഇസ് ക്വാളിഫൈഡ് ടു യുവർ ഓൺ പ്രോഡക്റ്റ്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് കിട്ടേണ്ട ഉത്തരത്തിന് നിങ്ങളുടെ ബയർ ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ ക്വാളിഫൈഡ് ആണോ, ഈ ഒരു പ്രോഡക്റ്റ് അവരുടെ ജീവിതം മാറ്റുമോ, റൈറ്റ്? എനിക്ക് ഇവിടുന്ന് വെള്ളം കുടിക്കാൻ പറ്റുമോ, ഇങ്ങനെ. ഓക്കെ, സോ അത് ആദ്യം മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളിപ്പം വന്നിരിക്കുമ്പോൾ ഇങ്ങനെ മീറ്റിംഗ് 1 മണിക്കൂർ നിന്ന് മീറ്റിംഗ് ചെയ്യുന്ന ടൈമിൽ പോയി വെള്ളം എടുക്കാൻ പറ്റാത്തത് കൊണ്ട്
വെള്ളം കുടിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടോ, മനസ്സിലായോ? ഞാൻ പറയാം എനിക്കുണ്ട്, ഓക്കെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇന്ന ഈ കുപ്പി, മനസ്സിലായോ? റൈറ്റ് ക്വസ്റ്റ്യൻ ചോദിച്ച് നമ്മൾ മനസ്സിലാക്കണം അവർക്ക് അത് വേണോ വേണ്ടയോ എന്ന്, എന്നിട്ട് നമ്മൾ ഓഫർ ചെയ്യുന്നത്. എക്സാമ്പിൾ ഒരു അല്ലെ ക്വസ്റ്റ്യൻ പറയോ? ഞാൻ പറഞ്ഞു ലൈക്ക് ഈ കോഴ്സിന് എക്സാമ്പിൾ ആക്കി. ഈ കോഴ്സിന്റെ എക്സാമ്പിൾ. ഓക്കെ സോ ഓക്കെ നിങ്ങള് വേണ്ടേ അത് അതിനകത്ത് ഉള്ളത് വേണ്ട അതിന്റെ അത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേ, അത് നമുക്കിപ്പോ തുടങ്ങാം. ഓക്കെ സോ ഇൻട്രൊഡക്ഷൻ, ഇതൊരു കുറച്ച് 5 or 6 സ്റ്റെപ്പ് ഫ്രെയിം വർക്ക് ആണ് ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. സോ അതിന്റെ ഫസ്റ്റ് വൺ വരുന്നത് ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ഇൻട്രൊഡക്ഷൻ വന്നതിന് ശേഷം ഇത് കുറച്ചും കൂടെ ഫിനിഷ് ചെയ്യാനുണ്ട്, അതുകൊണ്ട് പിന്നീട് പോകുമ്പോഴത്തേക്കും നിങ്ങൾ കാണും. ബട്ട് ഐ മീൻ ഇത് അപ്ഡേറ്റ് ചെയ്ത സാധനം ആ സ്കൂൾ കമ്മ്യൂണിറ്റിക്ക് അത് ഞാൻ പിൻ ചെയ്തിടുന്നതായിരിക്കും. സോ എല്ലാവർക്കും പോയി അവിടുന്ന് ഒറിജിനൽ സാധനം എടുക്കാം. പിന്നെ ഇതിനകത്ത് എന്റെ മലയാളം ഞാൻ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുമ്പോൾ ഇച്ചിരി ഡിഫറെന്റ് ആണ് കേട്ടോ. സോ അത് കറക്റ്റ് ചെയ്യണം, അതും കറക്റ്റ് ചെയ്ത സാധനമായിരിക്കും നമ്മൾ പിന്നീട് ഇടുന്നത്. സോ ഇൻട്രൊഡക്ഷൻ നിങ്ങൾ ഇത്ര അയക്കുന്നുള്ളൂ. യോ വാട്ട് ഇത് PDF വേർഡ് എന്ത് വേണേലും നമുക്ക് സെറ്റ് ചെയ്യാം. നോസി സോ ഇൻട്രൊഡക്ഷൻ, വാട്ട്സ് അപ്പ് ബ്രദർ, ഹൗസ് യുവർ ഡേ, നമ്മൾ ഇത്രേ ചോദിക്കുന്നുള്ളൂ. ഈ ഒരു സെയിം സാധനം ഞാൻ എൻ്റെ ഒരു ബ്രദറിനെ വെച്ച് ടെസ്റ്റ് ചെയ്തായിരുന്നു. ഓക്കെ സോ ആ ഒരു ടെക്സ്റ്റും കൂടെ ഞാൻ ഇവിടെ പുള്ളപ്പ് ചെയ്യുവാണ്. സോ ഈ ഒരു ഫ്രെയിം വർക്ക് എടുത്ത് ഇതേപോലെ ടെക്സ്റ്റ് ചെയ്യുന്നതിലല്ല കാര്യം. ഈ ഒരു ഫ്രെയിം വർക്ക് മനസ്സിലാക്കിയിട്ട് ആ ഒരു ഫ്രെയിം വർക്ക് ഫോളോ ചെയ്ത് ചിലപ്പോൾ നിങ്ങൾ എക്സ്ട്രാ സ്റ്റെപ്സ് എടുക്കേണ്ടി വരും, ഡിപ്പെൻഡിങ് ഓൺ ദ ക്വസ്റ്റ്യൻസ് ദ പ്രോസ്പെക്ട് ആസ്ക്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ എടുത്ത് നിങ്ങൾ അതിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്യണം. അതിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ ഈ ഒരു ചാറ്റ് ഇപ്പൊ പുള്ളപ്പ് ചെയ്യുന്നത്. അപ്പൊ ആ ചാറ്റിൽ ഞാൻ ഈ ഒരു സെയിം ഫ്രെയിം വർക്കാണ് ഫോളോ ചെയ്യുന്നത്, ബട്ട് അതിനനുസരിച്ച് ചേഞ്ചസും സംഭവങ്ങളും വന്നത് ഇപ്പൊ കാണിച്ചു തരാം. കിട്ടി. ഓക്കെ സോ ഇതാണ് സാധനം. യോ വാട്ട്സ് അപ്പ് ബ്രദർ, ഹൗസ് യുവർ ഡേ. സോ അവൻ നാച്ചുറലി ആരെങ്കിലും അവന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ പുതിയ നമ്പർ ആണെന്നും കൂടെ ആലോചിക്കണം. പുതിയ നമ്പര്, ഇതുവരെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തൊരു നമ്പരിൽ നിന്ന് മെസ്സേജ് വരുവാണ്, അത് ഇതാണ് പോകുന്നത്. ഓക്കെ, കാഷ്വലി നാച്ചുറൽ ആയിട്ട് യോ വാട്ട്സ് അപ്പ് ബ്രദർ, ഹൗസ് യുവർ ഡേ. ഐം ഗുഡ്, ഹൂസ് ദിസ് അവൻ ആദ്യം ചോദിച്ചത്. ഇത് രണ്ടേ പൊതുവെ ആരെങ്കിലും ചോദിക്കത്തുള്ളൂ. ഒന്നെങ്കിൽ ഇത് ആരാണ്, ചിലരിത് ഐ എം ഗുഡ് എന്ന് പോലും ചോദിക്കത്തില്ല. സോ for prospect, good, who is this, അതാണ് ചോദിക്കാൻ പോകുന്നത്. if they ask back how you are, say I'm blessed. ഓക്കെ, ഇത് നിങ്ങളുടെ ഡയലോഗാണ്, അത് വൈറ്റിലാണ് കിടക്കേണ്ടത്. ഞാൻ പറയുന്ന കോൺവെർസേഷൻസ് ആണ് ഇതിനകത്ത് റെഡിൽ കിടക്കുന്നത്. ഓക്കെ സോ വൈറ്റ് കളർ. ഓക്കെ സോ അവർ ചിലര് നല്ലവരാണ്, ചിലർക്ക് ഒരു നല്ല മൂഡിൽ ഇരിക്കുകയാണ്, അവരുടെ ഡിഫറെന്റ് ആണ്. എല്ലാവരും നല്ല ആൾക്കാരാണ്, ബട്ട് ഐ മീൻ അവരുടെ മൂഡ് അനുസരിച്ചാണ് അവർ ചില ടൈമിൽ റെസ്പോണ്ട് ചെയ്യുന്നത്. സോ ചില ആൾക്കാർ നിങ്ങളടുത്ത് തിരിച്ച് ചോദിക്കും നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, ഹൗ ആർ യു എന്ന് ചോദിക്കും, ഐ എം ഗുഡ് എന്ന് പറയാം, എന്നിട്ട് ആരാന്ന് ചോദിക്കും. ചിലർ ഇത് ആരാന്ന് സ്പോട്ടിൽ ചോദിക്കത്തോളൂ. ഓക്കെ, അങ്ങനെ തിരിച്ച് നിങ്ങളടുത്ത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയണം ഐ എം ബ്ലെസ്ഡ്. നിങ്ങൾ ഡിഫറെന്റ് ആയിരിക്കണം. പൊതുവെ ആൾക്കാർ ഐ എം ഗുഡ് എന്നൊക്കെയാണ് പറയുന്നത്, ഐ എം ബ്ലെസ്ഡ്. അവർ പറയുന്ന ഓരോ മറുപടിയും നിങ്ങൾ അക്നോളജ് ചെയ്യണം, അത് ഇമ്പോർട്ടന്റ് ആണ്. അക്നോളജ്മെന്റ്സ് ഞാൻ ഇതിന്റെ ഇടയിൽ ഇപ്പം ഫ്രെയിം വർക്കിൽ ആക്ച്വലി ഇട്ടിട്ടില്ല. അപ്ഡേറ്റ് ചെയ്യുന്ന ഫ്രെയിം വർക്കിൽ അക്നോളജ്മെന്റ് എന്ന് ഇടും. അക്നോളജ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും അവരെന്താണോ പറഞ്ഞത്, എന്തെങ്കിലും ഒരു സംഭവം പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെ അത് ശരി എനിക്ക് മനസ്സിലായി, അക്നോളജ് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾക്ക് പറയാനുള്ളത് പറയാൻ. ഓക്കെ സോ ഇഫ് ദേ ആസ്ക് ഹൂ ഇസ് ദിസ്, സ്ട്രൈറ്റ് അപ്പ് തുടക്കം ചോദിക്കും. ഇപ്പൊ ആദ്യം എന്റെ അടുത്ത് ചോദിച്ചു ഹൂ ഇസ് ഗുഡ് ദിസ് എന്ന് ചോദിച്ചു, ഐ എം ഗുഡ് എന്ന് പറഞ്ഞു, അത് ഞാൻ അക്നോളജ് ചെയ്ത്, ദാറ്റ്സ് ഗുഡ് ടു നോ. മനസ്സിലായി, അവൻ ഗുഡ് എന്ന് പറഞ്ഞത് ഞാൻ അക്നോളജ് ചെയ്തത് തന്നെ അവിടെ, ദാറ്റ്സ് ഗുഡ് ടു നോ. ഓക്കെ, അതിനുശേഷം ഹൂസ് ദിസ് എന്നാണ് അവന്റെ അടുത്ത ചോദ്യം. ഒന്നേതാണ്ട് ഐ ആം, ഇവിടെ നിങ്ങൾ കണ്ടല്ലോ, ഐ ആം അക്ഷയ് ഫ്രം ഇൻസ്റ്റഗ്രാം ബ്ലൂ പ്രിന്റ് അക്കാഡമി. ഓക്കെ, സെൻഡ്. ഓക്കെ, അക്ഷയ് ഫ്രം ഇൻസ്റ്റഗ്രാം ബ്ലൂ പ്രിന്റ് അക്കാഡമി, എന്നിട്ട് അത് സെൻഡ് ചെയ്യുക. ഈ സെൻഡ് എവിടെ കിടക്കുന്നോ അവിടെ എല്ലാം നിങ്ങൾ അത് സെൻഡ് ചെയ്യണം. ഓക്കെ, അത് ഒറ്റ സിംഗിൾ ആയിട്ട് സെൻഡ് ചെയ്യണം. വലിയ പാരഗ്രാഫ്സ് ആയിരിക്കല്ലേ, ഷോർട്ട് സെന്റൻസസ് ആയിരിക്കണം. നമ്മൾ ഈ ചെയ്യുന്നതെന്ന് പറഞ്ഞ ഒരു ടെന്നീസ് ആണ്. അങ്ങോട്ടൊരു ബോൾ അടിച്ചാൽ ആ ബോൾ ഇങ്ങോട്ട് വരാതെ പിന്നെ നിങ്ങൾ അങ്ങോട്ടൊരു ബോൾ അടിക്കല്ലേ. ഓക്കെ, സോ അങ്ങോട്ടൊരു ബോൾ അടിക്കുന്നു, പിന്നെ ഇങ്ങോട്ടൊരു ബോൾ അടിക്കുന്നു, ഇങ്ങോട്ടൊരു ബോൾ അടിക്കുന്നു, ഇങ്ങോട്ടൊരു ബോൾ അടിക്കുന്നു.
അങ്ങനെ ആക്ച്വലി കറക്റ്റ് നമ്മൾ ഫൈനലി ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഈസി come on now. ഓക്കെ, സോ ഐ ആം അക്ഷയ് ഫ്രം ഇൻസ്റ്റഗ്രാം ബ്ലൂ പ്രിന്റ് അക്കാഡമി. എന്നിട്ട് ഈ 4 സാധനം ഒരുമിച്ച് പോകേണ്ടതാണ്. ബട്ട് ഞാൻ ഇച്ചിരി ടൈം എടുത്തോണ്ടാണ് അവനോട് ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്തത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി, റൈറ്റ്? സോ ദാറ്റ്സ് ഗുഡ് ടു നോ എന്ന് പറയുമ്പോഴത്തേക്ക് ഓക്കെ, ഐ ആം അക്ഷയ്, നിങ്ങളുടെ പേര് നിങ്ങൾക്ക് ഓൾറെഡി ഈ ഒരു ഫ്രെയിം വർക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ബട്ട് എപ്പോഴും കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സാഹചര്യം അനുസരിച്ച് സംഭവങ്ങൾ നമ്മൾ കസ്റ്റമൈസ് ചെയ്യണം. ഓക്കെ, എസ്പെഷ്യലി ഓഡിയോ. ഇതിനകത്ത് ഓഡിയോ അയക്കും. അതുകൊണ്ട് ഇവിടെ ഓഡിയോ ഈ ഓഡിയോ നിങ്ങൾക്ക് അയക്കാൻ പറ്റണം. അതിനുവേണ്ടി നിങ്ങൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. ബട്ട് നോ സീൻ, ഒരു ദിവസത്തെ പ്രാക്ടീസ് മതിയായിരിക്കും. 2-ാം ദിവസം 3-ാം ദിവസം നിങ്ങൾ ഉറക്കത്തിൽ കിടന്ന് പറയരുത്. നോ സീൻ. ഓക്കെ, സെറ്റ്. And I saw that you're in making money online group, right? ഞാൻ ചോദിച്ചു ബ്രോ, ഇവിടുത്തെ നമ്മുടെ ഫ്രെയിം വർക്ക് എടുക്കുന്നത് I am Akshay and from Instagram Blueprint Academy, and I saw that you are in the Make Money online group. Okay. അപ്പം ഇവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ പുള്ളി ആ ഓൺലൈൻ ഗ്രൂപ്പിൽ മേക്ക് മണി ചെയ്യുന്ന ഓൺലൈൻ ഗ്രൂപ്പിൽ ഉള്ളതായിട്ട് ഞാൻ കണ്ടു എന്നാണ്. ഓക്കെ, അപ്പം അതാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഐ സോ യു ഇൻ ദ ഇൻസ്റ്റഗ്രാം ബ്ലൂ പ്രിന്റ് മേക്ക് മണി ഓൺലൈൻ ഗ്രൂപ്പ്, റൈറ്റ്? ഇവിടെ ഞാൻ ഇച്ചിരി കൂടെ ക്ലാരിറ്റി കൂട്ടി. സോ ദറ്റ് യു ആർ ഇൻ ദി, അത് ഞാൻ വേണമെങ്കിൽ ഇവിടെയും കൂടെ ആഡ് ചെയ്യാം. സോ ഈസി ഫോർ യു ഗൈസ്. സഫാൻ എങ്ങനെയുണ്ട്? ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ? കേൾക്കാമല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഓണല്ലേ? ഓക്കെ, സെറ്റ് ആണല്ലോ. ഇതുവരെ എനിക്ക് എല്ലാവർക്കും കേൾക്കാൻ പറ്റും, മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ തംസപ്പ് ഇടണം. ഓക്കെ, നിങ്ങൾ ആ ചാറ്റിൽ ഞാൻ ഓരോ സ്പോട്ടിലെത്തുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ തംസപ്പ് ഇടുക. അവിടെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചാറ്റിൽ നിങ്ങൾക്ക് ഇടാം. ഓക്കെ, സോ ആൻഡ് ഐ സോ യു ആർ ഇൻ ദ ഇൻസ്റ്റഗ്രാം ബ്ലൂ പ്രിന്റ് മേക്ക് മണി ഓൺലൈൻ ഗ്രൂപ്പ്. ഓക്കെ, അപ്പോഴത്തേക്കും എന്നിട്ട് ഈ 4 ക്വസ്റ്റ്യൻ ഒരുമിച്ചാന്ന് ഞാൻ പറഞ്ഞായിരുന്നു. സോ ദാറ്റ്സ് ഗുഡ് ടു നോ. ഇഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചെങ്കിൽ അത് ദാറ്റ്സ് ഗുഡ് ടു നോ. അതാണ് ഹൂസ് ദിസ് എന്ന് ചോദിച്ചാൽ ഇത് അല്ല, ഇത് അക്നോളജ്മെന്റ് ആണ്. ഇഫ് നോ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചില്ല, ഹൂസ് ദിസ് എന്നൊന്നും ചോദിച്ചില്ല, ഐ എം ഗുഡ് എന്ന് മാത്രമേ പറഞ്ഞോളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആ ഗുഡ് എന്ന് പറഞ്ഞത് അക്നോളജ് ചെയ്യും. അതാണ് ദാറ്റ്സ് ഗുഡ് ടു നോ എന്ന് നടക്കുന്നത്. ഓക്കെ, so okay, I see that you're in the Instagram Blueprint Make Money online group. Bro, online money ഉണ്ടാക്കാൻ നോക്കുന്നുണ്ടോ? ആർ യു എന്ന് പറയുന്നത് ടൈ ഡൗൺ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, റൈറ്റ്? അല്ലെങ്കിൽ ബ്രോയ്ക്ക് ആക്ച്വലി ഫിറ്റ് ആവാൻ നോക്കുന്നുണ്ടോ ഒന്നും കൂടെ എടുത്ത് നമ്മൾ ചോദിക്കാം അവസാനം. അതുപോലെ ഇംഗ്ലീഷിലാണെങ്കിലും ബ്രോ ലൈക്ക് ആർ യു ലുക്കിംഗ് ടു മേക്ക് മണി ഓൺലൈൻ, ഓർ weren't you looking to make money online, weren't you? Or like you're trying to lose 10 pounds of weight, aren't you? Right? അതേപോലത്തെ ടൈ ഡൗൺ ക്വസ്റ്റ്യൻസ് ആണ്. സോ അതിന്റെ ഒരു ടൈ ഡൗൺ ക്വസ്റ്റ്യൻ ആണ് ആർ യു. ബ്രോ ഓൺലൈൻ മണി ഉണ്ടാക്കാൻ നോക്കുന്നുണ്ടോ, റൈറ്റ്? അതാണ് ഞാൻ ഇവിടെ ചോദിച്ചത്. ബ്രോ ഓൺലൈൻ മണി ഉണ്ടാക്കാൻ നോക്കുന്നുണ്ടോ, ആർ യു? അതുകൊണ്ട് ഞാൻ പറഞ്ഞ ബ്രോ നോക്കുന്നുണ്ട്. അത് ഏത് ഗ്രൂപ്പാ കയറിയത്? അപ്പൊ അവൻ ചോദിച്ചു ഏത് ഗ്രൂപ്പ്, അവന് ഗ്രൂപ്പ് ഓർമ്മയില്ല. ഇതേപോലെ ചിലർ കാണും. അപ്പൊ നമ്മൾ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അത് ഇവിടെ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ഇവിടെ ഞാൻ ബ്രോ ഞങ്ങളുടെ ഇൻസ്റ്റ മണി ജനറേറ്റ് ചെയ്യാൻ റോഡ് മാപ്പ് ലിങ്ക് കിട്ടിയായിരുന്നു എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ ആദ്യം ഇൻട്രൊഡക്ഷൻ, നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, അതിന് ആകെ 2-3 മറുപടിയേ പറയുള്ളൂ. എന്ത് മറുപടി പറഞ്ഞാലും ഓക്കെ ബ്രോ എന്ന് പറഞ്ഞു. അപ്പൊ അത് അക്നോളജ് ചെയ്യണം. എനിക്ക് പൈസ ഉണ്ടെങ്കിൽ നോക്കുന്നുണ്ടെന്ന് പറയാം, അത് നമ്മൾ അക്നോളജ് ചെയ്യണം. അതാണ് യു ആർ വൺ ഓഫ് എ കൈൻഡ് എന്ന് നമ്മൾ ഇട്ടേക്കുന്നത്. ഓക്കെ, അത് അത് അക്നോളജ്മെന്റ് ആണ്, ഫ്ലോയിങ് പവറുമാണ്. ദാറ്റ്സ് ഓസം മാൻ. ഇതുണ്ട്, ദാറ്റ്സ് ഓസം മാൻ, യു ആർ വൺ ഓഫ് എ കൈൻഡ്. നമ്മൾ അവർക്ക് പവർ ഫ്ലോ ചെയ്യുകയാണ്. അവർ ആക്ച്വലി ഇങ്ങനൊരു ഡിസിഷൻ ഓൺലൈനിൽ മണി മേക്ക് ചെയ്യാം, നമുക്ക് ജോലിക്ക് പോകുന്ന മാത്രമല്ല ഓൺലൈനിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും എന്ന് അവർക്കൊരു വിശ്വാസത്തിൽ അവരെടുത്ത ഒരു ഡിസിഷന് നമ്മൾ അക്നോളജ് ചെയ്യുകയാണ്. ഓക്കെ, അതിന് അക്നോളജ് ചെയ്യുന്നതിന്റെ കൂടെ പവറും ഫ്ലോ ചെയ്യുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, യു ആർ വൺ ഓഫ് എ കൈൻഡ്. ഓക്കെ, എന്നിട്ട് ഇൻസ്റ്റഗ്രാം ബ്ലൂ പ്രിന്റ് വൈ ഇപ്പൊ എന്റെ അടുത്ത് ചെയ്ത് ഗ്രൂപ്പാണെന്ന്, അതുകൊണ്ട് അത് ഇവിടെ ഇല്ല. പക്ഷെ ഞാനത് അവിടെ ഞാൻ സ്പോട്ടിൽ ചെയ്ത ഒരു ഇതാണ്. ഞാൻ പറഞ്ഞ ഇൻസ്റ്റാ ബ്ലൂ പ്രിന്റ് ബൈ വിസ്. ബ്രോയ്ക്ക് ഞങ്ങളുടെ ഇൻസ്റ്റാ മണി ജനറേറ്റ് ചെയ്യുന്ന റോഡ് മാപ്പിന്റെ ലിങ്ക് കിട്ടിയായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ അത് കയ്യിൽ നിന്ന് ഇട്ടതിന് ശേഷം ഞാൻ പിന്നെ എന്റെ ഫ്രെയിം വർക്കിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചത്. കണ്ടോ, ബ്രോയ്ക്ക് ഞങ്ങളുടെ ഈ ക്വസ്റ്റ്യൻ, ബ്രോയ്ക്ക് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം മണി ജനറേറ്റ് ചെയ്യുന്ന റോഡ് മാപ്പ് കിട്ടിയായിരുന്നു. ഓക്കെ,
കിട്ടിയായിരുന്നോ എന്ന് ചോദിച്ചതിന് ശേഷം ആം, ആം, പൊതുവെ ഇവിടെ ഓക്കെ അതത്രയും ചോദിച്ചതിന് ശേഷം മറുപടി വരണം. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ ഈ ഓഡിയോ അയക്കുന്നത്. ഇവിടെ എന്താ ഞാൻ ഇത് അയച്ചതെന്ന് എനിക്കറിയാൻ വയ്യ. അപ്പോഴത്തേക്കും ഇതാണ്ട് പ്രോസ്പെക്റ്റ് നോ എന്നാണ് പറയുന്നത്. പൊതുവെ നോ എന്നാണ്. ആ സ്പോട്ടിൽ പറയില്ല എനിക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ കണ്ടായിരുന്നു, എനിക്കിപ്പോ കേറാൻ തോന്നിയില്ല, അല്ലെങ്കിൽ എന്തേലും പറയും. ഓക്കെ, അവരിപ്പം എന്തേലും ഒരു റീസൺ പറയുകയാണെങ്കിൽ, എന്തേലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അത് അക്നോളജ് ചെയ്യുക. അല്ലെങ്കിൽ ഇതില് മറ്റേ ഇല്ല എന്റെ പൈസ ഇല്ല, അല്ലെങ്കിൽ എനിക്ക് പൈസയുടെ സംഭവമാണ്. ഓക്കെ ബ്രോ, പൈസ ഒരു സീനുള്ള സംഭവമല്ല, ബട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, അത് അക്നോളജ് ചെയ്തിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആ നിങ്ങൾക്ക് ചോദിക്കേണ്ട സംഭവം നിങ്ങൾ ചോദിക്കണം. ഓക്കെ, അപ്പം അത് പിന്നീട് പറയേണ്ട സംഭവമാണ് പറയേണ്ടത്. അത് ഇതൊരു ഓഡിയോ ആണ്. ഈ ഓഡിയോ ഞാനിപ്പം ഈ വാട്സാപ്പില് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഞാൻ ഇവനെ അയച്ചു കൊടുത്തത്, അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് ഇത് കേൾക്കാൻ പറ്റുന്നോന്ന് നിങ്ങളൊന്ന് നോക്കുക. ആദ്യം ലിങ്ക് ഞാൻ അയച്ചു തരാം. പക്ഷെ ബ്രോയ്ക്ക് ഓൺലൈനിൽ പൈസ ഉണ്ടാക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായിട്ടാണ് ഞാൻ ബ്രോ ക്വാളിറ്റി ഇല്ല. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ പ്രോസ്പെക്ട് ഇവിടെ നോ എന്ന് പറയുകയാണ്. എനിക്ക് ലിങ്ക് കിട്ടിയില്ല. ഇതെന്താണ്? ഇത് ആക്ച്വലി നമ്മൾ ഓഫറിങ് സർവീസ് ആണ്. നമ്മൾ വന്നിട്ട് നേരെ പൊതുവെ ആൾക്കാരെന്തോ നേരെ വന്നിട്ട് ബ്രോ എന്റെ സാധനം മേടിച്ചായിരുന്നോ, ഇത് പൊളി സാധനം ബ്രോ, അടിപൊളി സാധനം ബ്രോ, മേടിക്ക് ബ്രോ. അങ്ങനല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ വന്നിട്ട് എന്തുണ്ട്, സുഖമാണോ, ഇതാണ്. പിന്നെ ക്ലാരിറ്റി കൊടുക്കുന്നു. ഓക്കെ, ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ക്ലാരിറ്റി കൊടുക്കുന്നു. നമ്മൾ ആരാണ്, നമ്മൾ എവിടുന്നാണെന്നുള്ളത്. ഓക്കെ, അതാണ് ഇവിടെ ഉള്ള ഇതാണ് ഈ ക്വസ്റ്റ്യനിലൂടെ നമ്മൾ ക്ലാരിറ്റി കൊടുക്കുകയാണ്. ഓക്കെ, മേക്കിംഗ് ക്ലാരിറ്റി. ഓക്കെ, ക്ലാരിറ്റി കൊടുക്കുന്നു. ക്ലാരിറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ചോദിക്കുന്നു അവർ ഇൻട്രസ്റ്റഡ് ആണോ, അല്ല അവർക്ക് നമ്മുടെ ഓഫർ കിട്ടിയോന്ന്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ, ക്ലാരിറ്റി, അത് കഴിഞ്ഞ് നമ്മൾ ചോദിക്കുവാണ്. പൊതുവെ ആൾക്കാർ എന്തോ ഞങ്ങൾ ഫ്രീ ആയിട്ട് അങ്ങോട്ട് തന്ന സാധനം, നിങ്ങൾക്ക് ഫ്രീ ആയിട്ടല്ല, ഞങ്ങളുടെ ലിങ്ക് അങ്ങോട്ട് തന്നതാ പർച്ചേസ് ചെയ്യാൻ നിങ്ങൾ ചോദിച്ചതിന് ശേഷം. ഓക്കെ, അത് കിട്ടിയോന്ന് നമ്മൾ ഉറപ്പുവരുത്തുവാണ്. ഓക്കെ, അതിന് ഓഫറിംഗ് സർവീസ് എന്ന് പറയും. സോ ലീഡ് വിത്ത് സർവീസ്, ഓൾവേസ് ലീഡ് വിത്ത് സർവീസ്. സർവീസ് വെച്ച് വേണം ലീഡ് ചെയ്ത് തുടങ്ങാൻ. ഓക്കെ, അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് നിങ്ങൾക്ക് അത് കിട്ടിയോ? ഉടനെ അവർ പറയില്ല എനിക്ക് കിട്ടിയില്ല. ഉടനെ നമ്മൾ അയക്കാൻ വന്ന് പിന്നീട് നമ്മൾ ടൈപ്പിംഗ് ഇല്ല, പിന്നീട് നമ്മൾ ഓഡിയോ അയക്കുകയാണ്. ഈ ഓഡിയോക്കകത്ത് എല്ലാ ക്ലാരിറ്റി അവർക്ക് കിട്ടണം. ഓക്കെ, ഈ 3 പോയിന്റ്സ് മനസ്സിലാക്കിയതിന് ശേഷമാണ് നിങ്ങൾ ഈ ഓഡിയോ അയക്കുന്നത്. സോ ഓഡിയോ ദിസ് ഇസ് ഹൗ ഇറ്റ് ഗോസ്. ഹായ് സഫാൻ, ലിങ്ക് ഞാൻ അയച്ചു തന്നായിരുന്നു. പക്ഷെ ബ്രോയ്ക്ക് ഓൺലൈനിൽ പൈസ ഉണ്ടാക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായോണ്ടാണ് ഞാൻ ഈ ഓഡിയോ അയക്കുന്നത്. ഓക്കെ, ഞങ്ങളുടെ സ്റ്റുഡൻസ് ഓൾറെഡി ഈ ഒരു ബ്ലൂ പ്രിന്റ് ഉപയോഗിച്ച് 5 ലക്ഷത്തിന് മുകളിൽ ഇൻകം ജനറേറ്റ് ചെയ്തൊരു കഴിഞ്ഞ്. ഓക്കെ, അതിൽ ഒരു സ്റ്റുഡന്റ് വെറും 30 ദിവസം കൊണ്ടാണ് 90,000 ഉണ്ടാക്കിയത്. എന്നാലും ഇതിൽ കയറിയിട്ട് 1 രൂപ പോലും ഉണ്ടാക്കാത്ത സ്റ്റുഡൻസും ഉണ്ട്. ഓക്കെ, അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ചിലർ ആക്ഷൻ എടുക്കാത്തത് കൊണ്ടാണ് ബ്രോ. ബ്രോയുടെ കേസ് ഇതല്ലെന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ ചിലർ പൈസ ഉണ്ടാക്കാത്തത് അവരുടെ ഇൻട്രസ്റ്റും ഗോൾസും പർപ്പസും ഈ ഒരു പ്രോഗ്രാം ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം ബ്രോയ്ക്ക് കറക്റ്റ് ഫിറ്റ് ആണോ, ബ്രോയ്ക്ക് ഇത് വർത്ത് ആകുമോ ഇല്ലയോ, ബ്രോയുടെ ഇൻട്രസ്റ്റും ഗോൾസും പർപ്പസും മനസ്സിലായാൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. ഓക്കെ, ഞങ്ങളുടെ വിന്നിങ് സ്റ്റുഡൻസ് പോലെ ഞങ്ങളുടെ വിന്നിങ് സ്റ്റുഡൻസിനെ പോലെ ബ്രോയ്ക്കും ലക്ഷ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ കപ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചോട്ടെ, ആർ യു കൂൾ വിത്ത് ദാറ്റ്? ഇത്രയേ ഉള്ളൂ. ഇത് ഞാനിപ്പോ പറഞ്ഞതിലും ഫ്ലോയില് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഞാനിതിപ്പം ഒരു 3-4 വട്ടം പറഞ്ഞു കാണത്തുള്ളൂ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം. ഓക്കെ, ഇത് ഞാൻ ഒരു 10 വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിനി ഇത് നോക്കേണ്ട കാര്യമില്ല. എനിക്ക് ഇരുന്നുകൊണ്ട് നിങ്ങളടുത്ത് ഇപ്പൊ സംസാരിക്കുന്ന പോലെ ഫ്ലോ ചെയ്ത് പറയാം. അങ്ങനെ ഈ ഞാനിപ്പോ പറഞ്ഞ ആ ഒരു ഫ്രെയിമിൽ മനസ്സിലായി ഓരോ സംഭവങ്ങളും നമ്മൾ മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇവിടെ ഓരോ സ്പോട്ടിലെത്തിയിട്ട് ഞങ്ങളുടെ സ്റ്റുഡൻസ് ഇതാണ്ട് 5 ലക്ഷമാണ് ഉണ്ടാക്കിയത്. ഓക്കെ, ഇതൊരു ബിഗ് ക്ലെയിം ആണ്. നമ്മൾ പറയുവാണ് നമ്മുടെ സ്റ്റുഡൻസ് എല്ലാം കൂടെ ഉണ്ടാക്കിയ നമ്മുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ക്ലെയിം നമ്മൾ പറയുവാണ്. 30 ദിവസം കൊണ്ട് 90 ഉണ്ടാക്കിയ ഒരു കേസ് സ്റ്റഡി ഉണ്ട്. ദേവജിത്താണ് നമ്മൾ ഉണ്ടാക്കിയത്. ഓക്കെ, ക്രിയേറ്റ് ചെയ്തത്. ഇപ്പോഴത്തേക്കും ആ കേസ് സ്റ്റഡി നമ്മൾ പിന്നെ അയച്ചു കൊടുക്കും. അതിനുവേണ്ടി നമ്മൾ ഇപ്പൊ ഇടുന്ന ഒരു ഫ്രെയിമാണിത്. ഓക്കെ, എന്നാലും ഇതിൽ കയറിയിട്ട് 1 രൂപ പോലും ഉണ്ടാക്കരുത്. ഇനി നമ്മൾ അവരുടെ അവയർനെസ് കൂട്ടുവാണ്. ഓക്കെ, എന്തുകൊണ്ട് ചില ആൾക്കാർ പൈസ ഉണ്ടാക്കി, എന്തുകൊണ്ട് ചില ആൾക്കാർ പൈസ ഉണ്ടാക്കിയില്ല, എന്തുകൊണ്ട് ദേവജത്തിന് ഉണ്ടാക്കാൻ പറ്റി, എന്തുകൊണ്ട് ഇതിനകത്ത് ആയിരക്കണക്കിന് വേറെ സ്റ്റുഡൻസ് കയറി അതിൽ ചില ആൾക്കാർ ഉണ്ടാക്കിയില്ല. ഓക്കെ, അതിൽ 60% ആൾക്കാരും
ദേവജിത്ത് ഉണ്ടാക്കിയ റേഞ്ചിൽ ഉണ്ടാക്കിയില്ല. എന്തുകൊണ്ട്? അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അവരുടെ ഗോൾസും പർപ്പസും അവരുടെ ഇൻട്രസ്റ്റും. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, എനിക്ക് പോയിരുന്ന് ഈ ടെക്സ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എനിക്കിരുന്ന് എന്താണ് ഈ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അത് എന്നാലും എനിക്ക് പൈസ ഉണ്ടാക്കണം എന്നും പറഞ്ഞ് ഞാൻ കെയർ ചെയ്തതാണ്. ബട്ട് എനിക്കത് എന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവരുടെ ഈ സംഭവങ്ങൾ അലൈൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. അതുകൊണ്ട് ബ്രോയ്ക്ക് ഈ സാധനം ആക്ച്വലി ഫിറ്റ് ആവാൻ പറ്റുമോ ഇല്ലയോ, ബ്രോയ്ക്കും ദേവജിത്തിനെ പോലെ ഇത്ര രൂപ ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാവും. അതാണ് നമ്മൾ ആക്ച്വലി പറയുന്നത്. ബട്ട് അങ്ങനെ പറയുന്നില്ലെന്നേ ഉള്ളൂ. ഓക്കെ, എന്തുകൊണ്ടാണ് ഗോൾസും പർപ്പസും മനസ്സിലാക്കിയാൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. ഞങ്ങളുടെ വിന്നിങ് സ്റ്റുഡൻസിനെ പോലെ ബ്രോക്കിംഗ് ലക്ഷ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റൂല്ലെന്ന് നമുക്ക് മനസ്സിലാവും. ഈ ഓരോ ഡയലോഗും അതേ രീതിയിൽ ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് എന്നും പറഞ്ഞ് എന്റെ സ്ലാങ്ങിൽ തന്നെ നിങ്ങൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ സാധനം എടുത്തിട്ട് നിങ്ങളുടെ രീതിയിൽ ഓണസ്റ്റ്ലി ഒതന്റിക് ആയിട്ട് ഓക്കെ നിങ്ങൾ ഇപ്പൊ ഞാൻ നിങ്ങളടുത്ത് ഹാർട്ട് ടു ഹാർട്ടാണ് സംസാരിക്കുന്നത്, മനസ്സിലായോ? ഞാനിവിടെ ജസ്റ്റ് ക്ലാസ് എടുക്കുമല്ലോ, ഞാൻ നിങ്ങളടുത്ത് നിങ്ങൾ എന്റെ മുന്നിൽ വന്നിരിക്കുവാണ്, ഞാൻ നിങ്ങൾക്ക് ഇൻഫർമേഷൻ എന്റെ ഫുള്ളസ്റ്റ് ഇട്ട് പറഞ്ഞു തരുവാണ്. ഈ സാധനം ഞാൻ ആക്ച്വലി വിശ്വസിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് അയാളടുത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഓക്കെ, അപ്പം കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചോട്ടെ. ആർ യു കൂൾ വിത്ത് ദാറ്റ്? മനസ്സിലായി? അതിനൊരു ടോൺ ഉണ്ട്. അതപ്പോ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് എടുക്കണം. കുറച്ച് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം, ഇതുകൊണ്ട് 1 മിനിറ്റിന്റെ ഓഡിയോയേ ഉള്ളു. നമ്മുടെ ലാലേട്ടനൊക്കെ 5 അല്ലെങ്കിൽ 2-3 മിനിറ്റിന്റെ സാധനങ്ങളൊക്കെ ഒറ്റയടിക്ക് എടുത്ത് പറയുന്നല്ലേ. അതുപോലെ ഒരു ചെറിയ കഴിവ്, അതും നിങ്ങൾക്ക് വീഡിയോ ഒന്നും വേണ്ട, ജസ്റ്റ് ഓഡിയോ സെറ്റ് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ചിലപ്പം ഈ സംഭവത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും നിങ്ങൾക്ക് ഫ്ലോ വേണമെങ്കിൽ. ഞാൻ പറയുന്ന അതേ വാക്കുകളുടെ രീതിയിൽ ചിലപ്പോൾ ഫ്ലോ ചെയ്താൽ നിങ്ങൾക്ക് ഫ്ലോ ആവത്തില്ല. അപ്പൊ അതിൻ്റെതായിട്ട് മാറ്റം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് അത് വരുത്തി നിങ്ങളുടെ ഒരു ഫ്രെയിം വർക്ക് നിങ്ങളുടെ കയ്യിൽ കാണണം, എല്ലാ അഫിലിയേറ്റ്സ്. ഓക്കെ, അപ്പം ഈ സംഭവം ചോദിക്കുമ്പോഴത്തേക്കും പ്രോസ്പെക്റ്റിന് ഇവിടെ 2 കാര്യം പറയുള്ളൂ. ഉറപ്പായിട്ടും ഈ സംഭവങ്ങളെ കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലേ ചോദിച്ചോട്ട്, മനസ്സിലായോ? അവരെ മേക്ക് ദം, യു ഗോട്ട് മേക്ക് ദം ഫീൽ ഇന്റലിജന്റ് ഫോർ ടോക്കിംഗ് ടു യു. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ പ്രൊഫഷണലി നിങ്ങൾ ആ ഒരു ടോക്ക് ചെയ്യേണ്ടത്, നിങ്ങൾ ആ ഒരു അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ ആ ഒരു ആൾട്ടിറ്റ്യൂഡിലായിരിക്കണം വരേണ്ടത്. ആൾട്ടിറ്റ്യൂഡ് എന്താണ്? ആൾട്ടിറ്റ്യൂഡിൽ പറക്കുന്ന ഒരു ബേർഡാണ്, റൈറ്റ്? അതുപോലെ ഒരു ആൾട്ടിറ്റ്യൂഡ് വരുന്ന രീതിയിലാണ് നമ്മൾ ഈ ഫ്രെയിം ചെയ്തേക്കുന്നത്. സോ എനിക്ക് ചോദിക്കേണ്ട ചോദ്യം ഇപ്പം, സഫാൻ ഗായ്സ്, എന്ത് തോന്നുന്നു നിങ്ങൾക്ക് ഈ ഓഡിയോയും ഇതുവരെ വന്ന ഫ്രെയിം വർക്കും? നിങ്ങൾക്ക് മനസ്സിലായോ ഈ ഓഡിയോ? ഇതിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹിറ്റ് മീ. ഫ്രെയിം വർക്ക് കൊള്ളാം. പിന്നെ ചില സമയത്ത് അവര് ചില ക്വസ്റ്റ്യൻസ് ചോദിക്കും. ചിലപ്പോ ചോദിക്കും അവര് ഇത് സ്കാം ആണെന്നൊക്കെ ചോദിക്കാൻ നല്ല ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ സ്കാം ആണെന്ന് നോക്കുമ്പം നമ്മളത് അഡ്രസ് ചെയ്യണം ആദ്യം. അല്ല ബ്രോ, ഇത് സ്കാം അല്ല, അങ്ങനെയല്ല നമ്മൾ ആദ്യമേ ചെന്ന് പറയേണ്ടത്. ഓക്കെ ബ്രോ, എനിക്ക് മനസ്സിലായി ബ്രോയ്ക്ക് ഈ സ്കാം എന്നുള്ള പേടി ഉണ്ടെന്ന്. ചിലപ്പം എനിക്കറിയാം അത് കൂടുതൽ അവിടെ ഉണ്ടെന്ന്. അത് അപ്പോഴത്തേക്ക് ഓഡിയോ അയക്കുകയാണ് വേണ്ടത്. ഓഡിയോ വെച്ച് നിങ്ങൾ അഡ്രസ് ചെയ്യുകയാണ്. അങ്ങനെയുള്ള സാധനങ്ങൾ ഓഡിയോ അയച്ച് അഡ്രസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ബട്ട് ഇതുപോലെ പറയാൻ പറ്റണം. ഓക്കെ ഗൈസ്, ഓക്കെ ബ്രോ, എനിക്ക് മനസ്സിലായി, എനിക്കറിയാം കൂടുതൽ സ്കാംസും സംഭവങ്ങളും അവിടെ ഉണ്ടെന്ന്. പക്ഷെ ഞങ്ങളതല്ല ബ്രോ, ഞങ്ങളുടെ ഈ റിസൾട്ട്സ് ആക്ച്വലി നിങ്ങൾ നേരെ ക്ലെയിമിലോട്ട് പോകും. 30 ദിവസം കൊണ്ട് 90K ഉണ്ടാക്കിയ സ്റ്റുഡൻസും അതേപോലെ എല്ലാ ദിവസവും 1000 രൂപ വീട്ടിൽ ഇരുന്ന് വെറും ഫോണിൽ ഉണ്ടാക്കുന്ന സ്റ്റുഡൻസിന്റെ കേസ് സ്റ്റഡീസ് ഉണ്ട്. അത് ഞാൻ ബ്രോയ്ക്ക് അയച്ചു തരാം. ബട്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ബ്രോയ്ക്ക് മുമ്പ് ഇതുപോലെ എന്തെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? അതോ മുമ്പ് ഇതുപോലെ എന്തെങ്കിലും സ്കാം മൂലം പറ്റിയിട്ടുണ്ടോ? അതുകൊണ്ടാണോ ബ്രോ എൻ്റെ അടുത്ത് ചോദിച്ചത്? അല്ലെങ്കിൽ ബ്രോയ്ക്ക് വേറെ എന്തെങ്കിലും പേടിയുണ്ടോ? ദാറ്റ് യു തിങ്ക് ദാറ്റ് ഇത് വർക്ക് ആവത്തില്ല, അങ്ങനെ വല്ല പേടിയാണോ എന്ന് ചോദിക്കണം. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുമ്പോഴത്തേക്കും അവര് കറക്റ്റ് ആയിട്ട് തിങ്ക് ചെയ്തിട്ട് പറയും, ഓക്കെ എനിക്ക് പണ്ട് ഇങ്ങനെ ഒരു സംഭവം പറ്റിയിട്ടുണ്ട് ബ്രോ, ഞാനൊരു 1000 രൂപ കൊടുത്ത് എനിക്കൊരു പ്രോഡക്റ്റ് തരാന്ന് പറഞ്ഞു, പക്ഷെ ആരും തന്നില്ല, എന്നിട്ട് അതിനകത്തുനിന്ന് എനിക്ക് റിസൾട്ട്സും കിട്ടിയില്ല, എനിക്കൊന്നും നടന്നില്ല, എനിക്ക് പൈസ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ബ്രോ, പൈസ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല, ബ്രോക്ക് ഇതിനകത്ത് കയറിയിട്ട് ഇത് വേണോ വേണ്ടയോ എന്ന് ബ്രോ ഇതിന് ചെയ്യാൻ റെഡിയാണോ വേണ്ടതെന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഓക്കെ, ബ്രോ ഇതിനകത്ത് ഇപ്പൊ റെഡിയാണോ, ബ്രോ റെഡിയാണോ ഇല്ലയോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, ബിക്കോസ് ബ്രോ ഇതിനകത്ത് എടുക്കാനുള്ള സ്റ്റെപ്സും ആക്ഷൻസും എടുക്കാൻ തയ്യാറാണെങ്കിൽ ഓക്കെ ബ്രോക്ക് റിസൾട്ട്സ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ 100%
ഡൗട്ടേ ഇല്ല. ബിക്കോസ് അത് ഓൾറെഡി ക്ലിയർ ആയ സംഭവമാണ്. ഞങ്ങളുടെ സ്റ്റുഡൻസ് ഓൾറെഡി മേക്ക് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ ബ്രോ ഇതിൽ ആക്ഷൻ എടുക്കോ ഇല്ലയോ, ബ്രോയ്ക്ക് ഇത് കറക്റ്റ് ഫിറ്റ് ആണോ വേണ്ടെന്ന് അറിയാൻ ബ്രോയ്ക്ക് ഓൾറെഡി ഞങ്ങളുടെ അതിനകത്ത് കയറിയതിന് ശേഷം അത് മനസ്സിലാവാൻ പറ്റും. അഥവാ ഇതല്ലെന്ന് ബ്രോയ്ക്ക് തോന്നിയാൽ ബ്രോയുടെ ഫുൾ മണി ഞങ്ങൾ റീഫണ്ട് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ആ ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ ആ ഒബ്ജക്ഷൻ ഹാൻഡിൽ ഇപ്പൊ ഇങ്ങനെ ഒബ്ജക്ഷൻസ് നിങ്ങൾക്ക് തുടക്കം കിട്ടുവാണെങ്കിൽ ആ ഒബ്ജക്ഷൻ ഇത് പറഞ്ഞ് ഇതുപോലെ ഹാൻഡിൽ ചെയ്ത് ബ്രോ പിന്നെ അങ്ങനെ കേറി കഴിഞ്ഞാൽ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് അവരാ ടെലിഗ്രാമിൽ നിന്ന് ആ വീഡിയോസ് ഷെയർ ചെയ്യാൻ അവരെ കൊണ്ട് പറ്റും. പിന്നെ നമ്മൾ വേസ്റ്റ് ഓഫ് ടൈം. അത് കുഴപ്പമില്ല, ബിക്കോസ് അവര് എന്തായാലും അതിനകത്ത് കേറുമല്ലോ. അവര് കേറിയിട്ട് പൈസ തന്നിട്ടാണല്ലോ അവര് നമുക്ക് കേറുന്നത്. പൈസ തന്നിട്ടാണ് അവര് നമുക്ക് കേറുന്നത്. ബ്രോ അപ്പൊ റീഫണ്ട് അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ അല്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റീഫണ്ട് ഉണ്ടെന്ന് പറയണ്ടത്. അല്ല, അപ്പൊ അങ്ങനെയുള്ളവരെ പുഷ് ചെയ്യാൻ വേണ്ടിയാ തന്നെ ബ്രോ നമ്മളത് ഇട്ടേക്കുന്നത്. ബിക്കോസ് ഈ ഒരു സംഭവത്തിനകത്തുള്ള ആക്ച്വൽ വാല്യൂ മനസ്സിലാക്കുന്ന ഒരാള് മനസ്സിലാക്കും ഇതിനകത്ത് എന്തൊക്കെയാ ഉള്ളതെന്ന്. നമ്മുടെ ഫ്രെയിംവർക്ക് ഉണ്ട്, നമ്മുടെ ആക്ച്വൽ ലാൻഡിംഗ് പേജ് ഞാൻ ബ്രോയ്ക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഇത് ആക്ച്വൽ ലാൻഡിംഗ് പേജ് അല്ല, ഇത് ആക്ച്വലി ലാൻഡിംഗ് പേജിന്റെ ഒരു ഡെമോ ആണ്. ഓക്കെ, സോ ബട്ട് ഇതേ വാക്കുകളായിരിക്കും, ഇതേപോലത്തെ പിക്ചേഴ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ് മീ സീ. അപ്പം അങ്ങനെ വന്നിട്ട് നമ്മുടെ ആ ഒരു സാധനം അല്ലെങ്കിൽ വേണ്ട എനിക്കിത് ഇതായിട്ട് തോന്നുന്നില്ല എന്നും പറഞ്ഞ ഒരാൾ പോവുകയാണെന്ന് ഇരിക്കട്ടെ, ആ വെറും 499 രൂപയുള്ളൂ. അത് റീഫണ്ട് അടിച്ച് പോവുകയാണെങ്കിൽ അത് നമ്മുടെ ആളല്ല ബ്രോ, മനസ്സിലായോ? അത് നമ്മുടെ ആളല്ല, അത് നമുക്ക് മനസ്സിലായോ? ആ ആൾ ഒരിക്കലും ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്നില്ല. നമ്മൾ ഇതിനകത്ത് പല ലെവൽസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഈ ഒരു ഇൻസ്റ്റാഗ്രാമിൽ പൈസ ഉണ്ടാക്കുന്ന മാത്രമല്ല, ഇതിനകത്ത് നൂറുകണക്കിന് കോഴ്സുകളുണ്ട്. ആ കോഴ്സുകൾ അവർക്ക് റീസെല് ചെയ്യാം. ഇതിനകത്ത് നൂറുകണക്കിന് റീൽസ് ഉണ്ട്. ആ റീൽസ് എടുത്ത് അവർക്ക് വെറുതെ അപ്ലോഡ് ചെയ്യാം, പൈസ ഉണ്ടാക്കാം. നൂറുകണക്കിനല്ല, 50,000 കണക്കിന് മ്യൂസിക്, VFX. നമ്മുടെ ഓഫർ അത്രയും വലുതാണ്. ഈ ഒരു ഓഫർ അവർക്ക് വേണ്ട 499 ഇറസിസ്റ്റബിൾ ഓഫറാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരാൾക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഓഫർ. ഇങ്ങനെ ഒരു ഓഫർ റെസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇറ്റ്സ് നോട്ട് അവർ ക്ലയന്റ്. അത് നമ്മുടെ ക്ലയന്റ് അല്ല, അങ്ങനെ ഒരാൾ പോകുന്നതല്ലേ നല്ലത്. ഓക്കെ, സോ അങ്ങനെയുള്ളവർ പൊക്കോട്ടെ, സീനില്ല. ബിക്കോസ് നമ്മുടെ പ്രോസസ്സ് ഫുള്ളും അവർക്ക് എന്തായാലും എടുക്കാൻ പറ്റത്തില്ല. എക്സ്പ്ലൈ ഫോർ ഇൻസ്റ്റ ബ്ലൂ പ്രിന്റ് ലാൻഡിംഗ് പേജ് മെസ്സേജ്. സോ ഞാൻ അവിടെ ഓഫർ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക്, ജസ്റ്റ് ഒന്ന്. സോ ഇതാണ് നമ്മുടെ ലാൻഡിംഗ് പേജ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? സോ ഇതുപോലെ കണ്ടോ, നമുക്കൊരു VIP മന്ത്ലി പ്രൈവറ്റ് മാസ്റ്റർ മൈൻഡ് കമ്മ്യൂണിറ്റി. നമ്മൾ നിങ്ങളുടെ ഈ ഒരു കോഴ്സ് അപ്ലോഡ് ചെയ്യാൻ പോകുന്ന സ്കൂൾ കമ്മ്യൂണിറ്റിക്കകത്ത് VIP മന്ത്ലി പ്രൈവറ്റ് മാസ്റ്റർ മൈൻഡ്സ് നടത്തും. മാസ്റ്റർ മൈൻഡ്സ് എന്ന് പറഞ്ഞാൽ മൈൻഡ് സെറ്റിനെ പറ്റിയൊക്കെ ഉള്ള ബില്യനേഴ്സിന്റെ ഇൻഫർമേഷൻ, ബില്യനർ എങ്ങനെയാണ് തിങ്ക് ചെയ്യുന്ന, മൂവ് ചെയ്യുന്ന, ഓപ്പറേറ്റ് ചെയ്യുന്ന ഹൈ ലെവൽ ഇൻഫർമേഷൻസ് നമ്മൾ ഈ കമ്മ്യൂണിറ്റിക്കകത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ കമ്മ്യൂണിറ്റിക്കകത്തോട്ട് അവർക്ക് ആക്സസ് കൊടുക്കാറില്ല. ഓക്കെ, ഈ കമ്മ്യൂണിറ്റിക്കകത്ത് പൈസ വെച്ചിട്ടാണ് ഈ ആക്സസ് കൊടുക്കേണ്ടത്. ഈ ഇൻഫർമേഷൻസ് ഞാൻ ലക്ഷങ്ങള്, 5-10 ലക്ഷങ്ങള് ചില ഇൻഫർമേഷനുകൾക്ക് മാത്രമായിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത സാധനമാണ്. ആ ഒരു സാധനം അവർക്ക് ഫ്രീ ആയിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. ഇപ്പൊ നിങ്ങള് ഇവരെ മനസ്സിലാക്കിയിട്ട് ഇപ്പൊ ഇന്ന് നിങ്ങൾ നിങ്ങൾ അവർ ഒരാൾ മേടിച്ചിട്ട് അവർ തെറിച്ച് ഓക്കെ, ഇനി ഞാൻ അവരുടെ അടുത്ത് സംസാരിക്കുന്നില്ല, ഇതിന്റെ സംഭവങ്ങളൊന്നും ഇതിന്റെ അടുത്ത ആള് ഇല്ല. ചോദിക്കണം, ബ്രോ കേറിയ നിങ്ങളൊരു റിലേഷൻഷിപ്പ് വെക്കണം. നിങ്ങൾ അവരുടെ അടുത്ത് ചോദിക്കണം, എന്തായി ബ്രോ ക്വസ്റ്റ്യൻസ്, എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അങ്ങനെ ചെയ്യണം അഫിലിയേറ്റ്സ്. അത് നിങ്ങൾ ചെയ്യുന്ന ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, നിങ്ങൾ ചെയ്യുന്ന ആ ഒരു എക്സ്ട്രാ സ്റ്റെപ്പാണ്. നിങ്ങൾ അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോൾ എപ്പോഴും അത് നിങ്ങളെ ഗുണം ചെയ്യത്തേ ഉള്ളൂ, ഇന്നല്ലെങ്കിൽ നാളെ. ഓക്കെ, സോ ഒരു മിനിറ്റ്. സോ അങ്ങനെ നിങ്ങൾ ചോദിച്ചു, ഓക്കെ നിങ്ങൾ എവിടെ എത്തി, ഇതാണോ, ഓക്കെ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിച്ചാൽ മതി. ഓക്കെ, അങ്ങനെ നിങ്ങൾ മേക്ക് ചെയ്ത് വെക്കണം. എന്നിട്ട് നാളെ അവരുടെ എന്തൊക്കെയാണ്, ഞാൻ ആക്ച്വലി എനിക്കൊരു ബിസിനസ് ഓണറാണ്, ഞാൻ ഓൺലൈനിൽ പ്രോഡക്റ്റ് സെയിൽ അടിക്കുന്ന ഒരാളാണ് എന്നാണെന്നിരിക്കട്ടെ, അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി നമ്മളത് ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കും. നാളെ അവർക്ക് വേണ്ട ആ വലിയ സാധനം, അവർക്ക് ഈ സംഭവങ്ങൾ, അവരുടെ ബിഗ് ഡിറ്റർമിനേഷൻ ഉള്ള ആൾക്കാരെ നമ്മൾ ഇത് മനസ്സിലാക്കിയതിന് ശേഷം, അത് മനസ്സിലാക്കാനുള്ള ചാർട്ടും എല്ലാം നമ്മൾ ഇപ്പൊ കാണിച്ചു തരും. മനസ്സിലാക്കിയതിന് ശേഷം അവർക്ക് നമ്മൾ ഡെലിവറി ചെയ്യും. ഓക്കെ, സോ ഇപ്പൊ നിങ്ങൾ 499 കൊടുക്കുന്ന ആൾക്കാർക്ക് നാളെ നിങ്ങൾ 50,000 രൂപയുടെ കോഴ്സോ അല്ലെങ്കിൽ 1,00,000 രൂപയുടെ കോഴ്സോ സെയിലടിക്കാൻ പോകുന്നതാണെന്നും കൂടെ മനസ്സിലാക്കി വേണം ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ, തുടക്കം ടു അൻറ്റിൽ എൻഡ് ആൻഡ് ഫോർ എവർ. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ഇറ്റ്. ഇതാണ് നമ്മുടെ ഓഫേഴ്സ്.
ഫ്രീ VIP ആക്സസ് ഇത് റെക്കോർഡിംഗ് ആണ്. സോ ഫ്രീ VIP ആക്സസ്, അതാണ് ആ കമ്മ്യൂണിറ്റി. ഈ കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഇൻസ്റ്റഗ്രാം ബ്ലൂ പ്രിന്റിൽ ആക്സസ് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ബിക്കോസ് ഇതിനകത്ത് മൊത്തം എനിക്കറിയാവുന്ന ബില്യണർ പ്രിൻസിപ്പിൾസും ലോസും ആണ് ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നത്. ഓക്കെ, ബട്ട് ഇത് എപ്പോഴും കാണത്തില്ല. ബിക്കോസ് ഈ കമ്മ്യൂണിറ്റി കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് ഞാൻ ലോഞ്ച് ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ, റൈറ്റ്? അത് കുറച്ച് കാലം കഴിയുമ്പോൾ ഞാൻ ഇത് ക്ലോസ്ഡ് ആക്കി ആക്ച്വലി ഇതൊരു പെയ്ഡ് കമ്മ്യൂണിറ്റി ആക്കുക, സബ്സ്ക്രിപ്ഷൻ ഉള്ള. ഇപ്പൊ ഡെയിലി ആൾക്കാർ പേ ചെയ്യേണ്ടി വരും ഈ കമ്മ്യൂണിറ്റിക്കകത്ത് ഇരിക്കുക. ബട്ട് ആ കമ്മ്യൂണിറ്റി ആക്സസ് നമ്മൾ ഇപ്പൊ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആയതുകൊണ്ട് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. ഇൻസ്റ്റാ ബ്ലൂ പ്രിന്റ് ആക്ഷൻ എടുക്കുന്ന ആക്ഷൻ ടേക്കേഴ്സിന്റെ ആ ഒരു ആക്ഷനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ അഫിലിയേറ്റ്സും നിങ്ങളെ ഈ ടീമിലുള്ള ആൾക്കാർക്ക് ഈ ടൈമിൽ ആക്സസ് കിട്ടുന്നതാണ്. ഓക്കെ, സോ ആ സാധനമാണ് ഇവിടെ കിട്ടുന്നത്. ഇതിനകത്ത് എന്റെ ടീമിലുള്ള ഞാൻ നെറ്റ്വർക്ക് ഓൾറെഡി ചെയ്യുന്ന മില്യനേഴ്സും സംഭവങ്ങളും എല്ലാവരും ഞാൻ ഇത് ലോഞ്ച് ചെയ്തതിനു ശേഷം അവരും ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് പല ആൾക്കാർ ഷെയർ ചെയ്യുന്ന ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഈ ഒരു കമ്മ്യൂണിറ്റിക്കകത്തായിരിക്കും നമ്മുടെ ഫുൾ പ്ലേ, 0 to 6 figures to 8 figures to 9 figures വരെ പോകുന്ന ഫുൾ പ്ലേ ഈ കമ്മ്യൂണിറ്റിക്കകത്ത് പിന്നീട് വരുന്നത്. ബട്ട് അതൊന്നും ഫ്രീ ആയിരിക്കത്തില്ല, റൈറ്റ്? ആ ഒരു സംഭവങ്ങളെല്ലാം ഇതിനകത്ത് കാണും. ബട്ട് ഇതിനകത്ത് മൈൻഡ് സെറ്റിന്റെ വാല്യൂസും സംഭവങ്ങളെല്ലാം നമ്മൾ ഫ്രീ ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, സോ അതാണ് എല്ലാവർക്കും വേണ്ടത്. ബിക്കോസ് ഈ ടാക്ടിക്സ് ഞാനിപ്പോ നിങ്ങൾക്ക് ചെയ്യാൻ പറയുന്ന ഈ ഒരു ഫ്രെയിംവർക്കും സ്റ്റെപ്സും അതെന്നൊക്കെ പറയുന്നത് വെറും 10% ഉള്ളൂ സക്സസിന്റെ. ആക്ച്വലി 90% സക്സസിന്റെ 90% എന്ന് പറയുന്നത് മൈൻഡ് സെറ്റ് ആണ് ഗൈസ്. ഓക്കെ, സോ മൈൻഡ് സെറ്റിനെ ഫോക്കസ് ചെയ്ത ഒരു കമ്മ്യൂണിറ്റിയാണ് ഇത്. അതുകൊണ്ട് ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ വാല്യൂ നിങ്ങൾ അത്രയും മനസ്സിലാക്കാൻ വേണം. ആ ഒരു വാല്യൂ അറിഞ്ഞൂടാത്ത ഒരു കസ്റ്റമറിന് പകർന്നു കൊടുക്കാനും പറ്റണം. ഓക്കെ, ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ 10 വട്ടം കാണേണ്ടി വരും. പരമാവധി ഇത് കണ്ടിട്ട് നിങ്ങൾ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഫ്രെയിംവർക്ക്, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ ഡയലോഗ്, അതേപോലെ കസ്റ്റമറുടെ അടുത്ത് പറയണമെങ്കിൽ സാധനം അതെടുത്ത് നിങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് അത് നിങ്ങൾ പിന്നീട് നിങ്ങളുടെ സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, ഒരു മിനിറ്റ് ഞാൻ അഡ്രസ് ചെയ്യാതെ. Selling a digital product in a website and charge them monthly would make more money than. അതെ ബ്രോ, അത് ഇതിന്റെ അടുത്ത ലെവൽ. അത് ഇതിന്റെ അടുത്ത ലെവലായിരിക്കും. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ലോഞ്ച് ചെയ്തത് നമുക്ക് ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞു വാട്സാപ്പ് ഗ്രൂപ്പിലും ഈ ഗ്രൂപ്പിലും 5000 പേര് ഇരിക്കുന്ന അവർ കോൾഡ് ആണ്. പറഞ്ഞാൽ അവർ ആക്ഷൻ എടുക്കുന്നില്ല. അപ്പൊ അവരെ ആക്ഷൻ എടുക്കാൻ വേണ്ടി നിങ്ങൾ പോവുക, നിങ്ങൾ ഒരു ബുള്ളറ്റ് പോലെ നിങ്ങൾ പോയി അവരെ ആക്ഷൻ എടുപ്പിക്കുക. നാളെ ഇതിനകത്ത് 1000 പേര് കയറി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിന് ഫണൽ ഉണ്ടാക്കി ഇത് ആക്ച്വലി ഫേസ്ബുക്ക് ആഡ്സ് ചെയ്ത് നമ്മളിത് മില്യൺസ് ഓഫ് ആൾക്കാർക്ക് നമ്മൾ ചിലപ്പോൾ വിറ്റുന്നിരിക്കും, മലയാളികൾക്ക്. ഓക്കെ, സോ അതാണ്ട് ക്രിയേറ്റിംഗ് എ ഡിജിറ്റൽ ആസറ്റ്, ഇതാണ് അവർക്ക് കിട്ടുന്ന സംഭവങ്ങൾ. ഇത് നമ്മുടെ ഫണലിനകത്ത് ഇടും. ഈ ലിങ്ക് നിങ്ങൾ അയച്ചു കൊടുത്താൽ അവർ ക്ലോസ് ആയിക്കോളും. ബട്ട് ഇത് ലിങ്ക് അയച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഈ ലിങ്ക് ആദ്യം കിട്ടിയെന്ന് നിങ്ങൾ ചോദിക്കുന്ന സാധനമാണ്. നിങ്ങളുടെ ചാറ്റേ തുടങ്ങുന്നത് ഇത് ചോദിച്ചുകൊണ്ടാണ്. പക്ഷെ ഈ സാധനം നിങ്ങൾ കൊടുക്കുന്നത് ഏറ്റവും അവസാനമാണ്. ഓക്കെ, ആണ് ക്രിയേറ്റിംഗ് കണ്ടന്റ്. അതിനെല്ലാം ഇതാണ്ട് ഫോർ 499 നീഷ് വർക്ക്ഷീറ്റ്സ് എന്തൊക്കെ ഇത് എന്നുണ്ടോ, എന്തൊക്കെ കണ്ടന്റ് എങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യണം, ക്രിയേറ്റിംഗ് ഡിജിറ്റൽ ആസറ്റ്, ഇൻസ്റ്റഗ്രാമിൽ എങ്ങനെ ഒരു 6 figure ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഇത് വർക്ക്ഷീറ്റ്സ്, നിങ്ങളുടെ ക്ലയൻസിനെ എല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള വർക്ക്ഷീറ്റ്. ഓക്കെ, അവരുടെ നിങ്ങളുടെ ഐഡിയൽ കസ്റ്റമേഴ്സിന്റെ നമ്മൾ കൊടുക്കുന്ന ഓഫേഴ്സ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഇത് നിങ്ങൾ ഈ ഫണൽ സ്റ്റഡി ചെയ്യണം, എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നതെന്ന്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോൺ ചെയ്ത് വരെ ക്ലോസ് ചെയ്യാം. ഈ സെയിം ഫ്രെയിംവർക്ക് ഫോൺ ചെയ്ത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫ്രെയിംവർക്ക്, ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഫ്രെയിംവർക്ക് എടുത്ത് മുന്നിൽ വെച്ചാൽ മാത്രം മതി. ഫോണിൽ ക്ലോസ് ചെയ്യുന്നവരെ ഞാൻ പ്രത്യേകം ട്രാക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഷോക്കിംഗ് 5 പ്രീമിയം ബോണസ് ആക്സസ്. ഇതാണ് നമ്മുടെ ഫുൾ ബണ്ടില്. ഓക്കെ, എന്തായാലും എത്രയോളം രൂപ വരും ഇതെല്ലാം കൂടെ. ആക്ച്വൽ പ്രൈസ്, റിയൽ എക്സിസ്റ്റൻസിൽ നിങ്ങൾ ഈ സാധനങ്ങളെല്ലാം ആക്ച്വലി പോയി എടുക്കാൻ പോവുകയാണെങ്കിൽ ഏകദേശം 1 ലക്ഷത്തിന് മേളിൽ പ്രൈസ് വരുന്ന സാധനങ്ങൾ നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് കയറി കാണാം നമ്മുടെ എഡിറ്റിംഗ് പാക്കേജുകൾ, പല കോഴ്സുകൾ, ആൻഡ്രൂ ടേറ്റിന്റെ, ഇമാംഗസിയുടെ, വേറെ എക്സ്പേർട്ടുകളുടെ കോഴ്സുകൾ. $250-300. $300 എന്ന് പറയുമ്പോൾ നാട്ടിൽ എത്ര രൂപ എനിക്കറിഞ്ഞൂടാ, 30,000 സംതിങ് ആണെന്ന് തോന്നുന്നു. സോ അത്രയും രൂപ വരും, റൈറ്റ്? ആ കോഴ്സുകൾ ഇതിനകത്ത് ഇൻക്ലൂഡഡ്, ഈ ഒരു കോഴ്സിനകത്ത് ഇൻക്ലൂഡ്. അതേപോലെ നമ്മൾ വേറെ കോഴ്സുകൾ, പുതിയ കോഴ്സുകൾ അപ്ഡേറ്റ് ചെയ്യുന്നത് ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. ആക്ച്വലി ഈ ഒരു സാധനം 499 ഒരിക്കലും ഇതുപോലൊരു സാധനം 499 ഇന്ത്യയിൽ വേറെ ഒരാളും വിൽക്കുന്നുണ്ടായിരിക്കത്തില്ല. ഓക്കെ, അതുകൊണ്ട് 499 നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ ഒരു പാടുമില്ല. നാളെ നമ്മളത് പ്രൈസ് കൂട്ടുന്നതിനെ പറ്റിയാണ് ആലോചിക്കുന്നത്.
ബട്ട് ഒരു 100 പേരെങ്കിലും സെറ്റ് ചെയ്ത് നമുക്ക് കുറെ മൊമെന്റം ക്രിയേറ്റ് ചെയ്യണം. നാളെ വരാൻ പോകുന്ന 10,000 കണക്കിന് ആൾക്കാർക്ക് ഇപ്പം നാളെ വരാൻ പോകുന്ന 50 അഫിലിയേറ്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്, റൈറ്റ്? അതേപോലെ ആ 100 ആൾക്കാരെ വെച്ച് നമുക്ക് കുറെ മെറ്റീരിയൽസ് ഉണ്ടാക്കിയതിന് ശേഷം ആയിരിക്കും നമ്മൾ അടുത്ത 10,000 കണക്കിന് ആൾക്കാരെ ഹയർ പ്രൈസിന് ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ബണ്ടില്. കണ്ടല്ലോ നിങ്ങൾക്ക് അതിന്റെ ഒരു ക്ലാരിറ്റി. എന്തേലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? എന്തേലും ക്വസ്റ്റ്യൻസ്? എല്ലാം ക്ലിയർ ആണോ ഗൈസ്? എന്തേലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഒരു പ്രൊഡക്റ്റ് കൊടുക്കണില്ലേ, ഈ പ്രൊഡക്റ്റിന് പറ്റിയ സ്ട്രോങ്സ്റ്റ് ഹുക്ക് ഉണ്ടോ? ഒരു 1 ലൈൻ അത് ഓൾറെഡി പ്ലേസ്ഡ് ആണല്ലോ ബ്രോ. ആ ഒരു ഹുക്ക് ഓൾറെഡി നമ്മള് റീൽസ് വഴിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴിയോ ചെയ്തതിന് ശേഷമാണ് ഇവര് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്, ഈ ഒരു ഗ്രൂപ്പിൽ വന്നിരിക്കുന്നത്. പിന്നെ ബ്രോയുടെ ഹുക്ക് എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ ഈ ഫ്രെയിം വർക്കിൽ ആദ്യം ഒരു ഓഡിയോ വയ്ക്കത്തില്ലേ നമ്മള്, അതാണ് നമ്മുടെ ഹുക്ക്. നമ്മുടെ ബിഗ് ക്ലെയിം ആണ് നമ്മുടെ ഹുക്ക്. ഓ ഷിറ്റ്, എന്നാ എടുത്തോ. നമ്മുടെ ബിഗ് ക്ലെയിം ആണ് നമ്മുടെ ഹുക്ക്. ഓക്കെ, നമ്മുടെ ബിഗ് ക്ലെയിം എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്. യുവർ ബിഗ് ക്ലെയിം അതുകൊണ്ട് 5 ലക്ഷം 30 ദിവസം കൊണ്ട് 90 ഉണ്ടാക്കിയ ക്ലെയിം. പിന്നെ അത് കഴിഞ്ഞ് ഇത്. അപ്പൊ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ഇതേപോലെ തന്നെ എപ്പോഴും പറയാൻ പറ്റുന്നില്ല. ഇതിന്റെ ഒരു ഫീസ് മാത്രം എടുത്ത് നിങ്ങൾ യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ വരുമ്പോ അങ്ങനെ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഫ്രെയിം വർക്ക് പെട്ടെന്ന് ഫിനിഷ് ചെയ്യാം. കോഴ്സിലുള്ള മേജർ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് അവർ ചോദിക്കൂല, അപ്പൊ എന്തൊക്കെ പറയാൻ പറ്റും? ഓൺലൈനിൽ മണി മേക്ക് ചെയ്യാം. ഒരുപാട് ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കാൻ നിൽക്കല്ലേ. ഒരുപാട് ഡീറ്റെയിൽസ് കൊടുത്താൽ ഒരിക്കലും ക്ലോസ് ആവത്തില്ല. അതുകൊണ്ട് ഓൺലൈനിൽ മണി മേക്ക് ചെയ്യാം ബ്രോ. ഫേസ്ലെസ് ചാനൽ ഉപയോഗിച്ച് മണി മേക്ക് ചെയ്യാം. പിന്നെ കോഴ്സ് റീസെർച്ച് ചെയ്ത് മണി മേക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പം ഞാൻ ഇത് ആൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ആദ്യം പറഞ്ഞുതരാം. വെറും സിമ്പിൾ ആയി നമ്മൾ ഫ്രണ്ട്ലി ചാറ്റും ഷോർട്ട് ആയിട്ട് സംസാരിച്ചാൽ മതി. കൂടുതൽ ഇതാകാതെ ലോങ് ആയ അതിന്റെ ഒരു ഫ്രെയിം വർക്ക് ആണ്. ചില ആൾക്കാർ മടി കാരണം വായിച്ചിട്ടില്ല. അതെ, പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കണം. നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിച്ച് നമ്മൾ മനസ്സിലാക്കി എടുക്കണം. ദേവജിത്ത് അത് തന്നെ മുമ്പ് ചെയ്തതാണ്, ദേവജിത്തായിട്ട് ചെയ്തതാണ് അത് മുമ്പ്. പക്ഷെ ഇപ്പൊ നമ്മൾ ഈ ഒരു ഫ്രെയിം വർക്ക് കൊണ്ടുവന്നുകൊണ്ട് ഈ ഒരു ഫ്രെയിം വർക്ക് നമ്മൾ ഫോളോ ചെയ്താണ് ഈ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമേ നമ്മൾ ഇതിനെ പറ്റി എല്ലാം സംസാരിക്കും. ഇതുവരെ ഞാൻ ആദ്യം എടുത്ത് ഞാൻ ഈ ഒരു ചാറ്റ് നോക്കി നിങ്ങളുടെ അടുത്ത സൈഡില് അവൻ എന്റെ അടുത്ത് എന്തുവാ പറഞ്ഞേ, ഐ ആം ഗുഡ്, ഹൂ ഇസ് ദിസ്? ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ബ്രോ നോക്കുന്നുണ്ട് അത് ഗ്രൂപ്പ് ഏത് ഗ്രൂപ്പാന്ന് ചോദിച്ച് മനസ്സിലായി, ചോദിച്ചോളൂ എന്ന് പറഞ്ഞ്. ഇല്ല, ബട്ട് യൂട്യൂബ് വീഡിയോ ഒക്കെ കാണാറുണ്ട്. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ എനിക്ക് എന്തോരം ഇൻഫർമേഷൻ മനസ്സിലായെന്നറിയോ? ഇവർ ഇൻട്രസ്റ്റഡ് ആണ്. ഓക്കെ, ഇവന് ഇത് പൈസ ഓൺലൈനിൽ ഉണ്ടാക്കണം. ഓക്കെ, ഇതെനിക്ക് മനസ്സിലായി. ഓക്കെ, ഗ്രൂപ്പിൽ ഉണ്ടെന്ന് ക്ലാരിറ്റി വരുത്തി കൊടുത്ത്. ഓക്കെ, അപ്പൊ ഞാൻ ആരാന്ന് അവന് മനസ്സിലായി. ഓക്കെ, സോ ചോദിച്ചോട്ടെ ബ്രോ, മുൻപ് എന്തെങ്കിലും ഓൺലൈൻ മണി മേക്ക് ചെയ്യുന്ന ഇത് ചെയ്തിട്ടുണ്ടോ? ഇതാണ് ഫാക്ട് ഫൈൻഡിങ് തുടങ്ങുക. ബ്രോ മുമ്പ് എന്തെങ്കിലും ഓൺലൈൻ മണി മേക്ക് ചെയ്യുന്ന മെത്തേഡ് ട്രൈ ചെയ്തിട്ടുണ്ടോ? ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പുള്ളി എസ് പറഞ്ഞതിന് ശേഷം. അപ്പൊ ആ ക്വസ്റ്റ്യന് സബ് ക്വസ്റ്റ്യൻസ് കാണും. അപ്പൊ ഉണ്ടെന്ന് പറയുവാണെങ്കിൽ, ഇല്ലെന്ന് പറയുവാണെങ്കിൽ ഓൾറെഡി ഫ്രെയിം വർക്കേ മാറും. ഇവിടെ നിങ്ങൾ താഴെ വരും. താഴെ വന്നിട്ട് ഇവിടെ വേറെ ഫ്രെയിം വർക്ക് ഉണ്ട് അതിന്. ഓക്കെ, ഉണ്ടെന്ന് പറയുവാണെങ്കിലാണ് നിങ്ങൾ ഈ ഒരു സബ് ക്വസ്റ്റ്യൻസിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ അതാണ്ട് ഇഫ് യെസ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ് ബ്രോ മുൻപ് ട്രൈ ചെയ്തത്, എന്തുവാന്ന് നമുക്കത് അറിയണം. ഓക്കെ, അത് അപ്പം ബ്രോയ്ക്ക് പറയാൻ പറ്റണം. ഹൗ ലോങ് ഡിഡ് യു കീപ് ട്രൈയിങ് ദാറ്റ്? വാട്ട് വാസ് ദ ഹാർഡസ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ്? ചോദിച്ചോളൂ ബ്രോ. ഹൗ ഡു ഐ ഡെലിവർ ദ കോഴ്സ്? അത് ലിങ്ക് അയച്ചു കൊടുക്കത്തുള്ളൂ ബ്രോ. നമ്മൾ അവിടെ എത്തും. നമ്മൾ എല്ലാം ഡിസ്കസ് ചെയ്യും. നമ്മൾ ഓരോ സ്റ്റെപ്പിലോട്ട് പോവുകയാണ്. ഓക്കെ, സോ എന്താണ് ബ്രോ മുൻപ് ട്രൈ ചെയ്തത് നമ്മൾ ചോദിക്കുന്നു. ഓക്കെ, ഹൗ ലോങ് ഡിഡ് യു കെപ്റ്റ് ട്രൈയിങ് ദാറ്റ്? എന്തോരം നാള് ചെയ്തു? ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ എന്തോരം നാള് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലായി. അയാളുടെ ഡിറ്റർമിനേഷന്റെ ക്വസ്റ്റ്യൻ ആണത്. അപ്പൊ ഒരാൾ പറയുക ഞാൻ 10 മാസം ചെയ്തു ബ്രോ. ഓ, അപ്പൊ 10 മാസം ഒരു സാധനത്തിന്റെ പുറകെ ചെയ്തു. ഒരാൾ പറയാ ബ്രോ ഞാൻ 2 ദിവസമായി. ഒരു രക്ഷയില്ല, ചീന. നമുക്ക് പുള്ളീനെ ഇപ്പൊ മനസ്സിലായോ? ആ ഒരു ക്വസ്റ്റ്യനോട് നമുക്ക് അളവിരുത്താൻ പറ്റും. ഇയാൾ എന്തോരം നാൾ ഇത് വർക്ക് ചെയ്തു, എന്തോരം നാൾ ഡിറ്റർമിൻ ചെയ്തു, അതിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഇസ് ദ ഹാർഡസ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ്? അഥവാ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൗ ലോങ് ഡിഡ് യു കെപ് ട്രൈയിങ് ദാറ്റ്? അതും ചോദിക്കുന്നു. എത്ര നാൾ ചെയ്തു എന്ന് ചോദിക്കുന്നു. അതിന്റെ കൂടെ നിങ്ങൾ ഈ ക്വസ്റ്റ്യനും ചോദിക്കുന്നു. വാട്ട് വാസ് ദ ഹാർഡസ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ്? എത്ര നാൾ ട്രൈ ചെയ്തു? അത് ഒറ്റേ ഉള്ളൂ. 6 മാസം ബ്രോ, 5 മാസം ബ്രോ, റൈറ്റ്? അതിന്റെ ഏറ്റവും പാടായ സംഭവം എന്തായിരുന്നു? വാട്ട് വാസ് ദ ഹാർഡസ്റ്റ് പാർട്ട്? അപ്പോഴത്തേക്കും അവർ പറയുന്നത് ഓക്കെ ബ്രോ, ഞാൻ ഈ സംഭവം ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ഗൈഡൻസ് ഇല്ലായിരുന്നു, അല്ലെങ്കിൽ എനിക്ക്
എങ്ങനെ ചെയ്യണമെന്ന് അറിഞ്ഞൂടാ, എനിക്ക് എഡിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പറയും. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതറിയാൻ വേണ്ടിയിട്ട് അതാണ് നമ്മുടെ ബിഗ്ഗസ്റ്റ് വാട്ട് വാസ് ദ ഹാർഡസ്റ്റ്. ഈ ഒരു ക്വസ്റ്റ്യന് $1 million ആണ്. വാട്ട് വാസ് ദ ഹാർഡസ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഉപയോഗിച്ച് ബില്യൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് എർത്തിൽ ഇതുവരെ. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യന്റെ വാല്യൂ നിങ്ങളപ്പോൾ മനസ്സിലാക്കണം. അപ്പൊ അവരുടെ പേയ്മെന്റ്സ് പറയും ഇതൊന്നും നമ്മൾ അഡ്രസ് ചെയ്യുന്നില്ല, അതെല്ലാം എടുക്കുക, നിങ്ങളുടെ പോക്കറ്റിൽ വെച്ചേക്കുക, നമുക്ക് പിന്നെ അത് യൂസ് ചെയ്യാനുള്ളതാണ് ഈ പറയുന്ന ഉത്തരങ്ങളെല്ലാം. ഓക്കെ, സോ ഇല്ല ബ്രോ, ഈ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു ഇല്ല ബ്രോ, ഞാൻ യൂട്യൂബ് വീഡിയോ ഒക്കെ കാണാറുണ്ട്, വേറെ ഒന്നും ചെയ്യാറില്ല. എന്താണ് റിസൾട്ട്സ്, എന്തേലും വേർ യു ഏബിൾ ടു മേക്ക് എനി മണി? പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വാസ് ദ അപ്പം റിസൾട്ട്സ് വേർ യു ഏബിൾ ടു, മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് ഞാൻ ഡയറക്റ്റ് പോയി. ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞോണ്ട് യൂട്യൂബ് വീഡിയോ മാത്രമേ കണ്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഹൗ ലോങ് എന്ന് എനിക്ക് ചോദിക്കേണ്ട കാര്യമില്ല അവിടെ. വാട്ട് വാസ് ദ ഹാർഡസ്റ്റ്, അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ചോദിക്കാം അവിടെ എത്ര നാളായിട്ട് യൂട്യൂബ് വീഡിയോ കണ്ട് മണി ഉണ്ടാക്കാൻ ബ്രോ നോക്കുന്നുണ്ടെന്ന് ചോദിക്കാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. ബട്ട് ഡിഡ് യു ആഡ് എനി റിസൾട്ട്സ് വിത്ത് ഇറ്റ്? അന്ന് പോയാൽ പിന്നെ നമ്മൾ ആ ബ്രാഞ്ചിൽ ആ ഒരു ക്വസ്റ്റ്യൻ ബ്രാഞ്ചിൽ നമുക്ക് ഇനി ഒന്നും കിട്ടാനില്ല. അതുകൊണ്ട് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ച് നമ്മളൊരു സ്ഥലം ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഈ ഒരു പാത്ത്. നിങ്ങൾ ഒരു അഫിലിയേറ്റ് ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, ദേവജിത്ത് ഇവിടെ ഇരിപ്പുണ്ടെന്ന് ഇരിക്കട്ടെ, അതേ ദേവജിത്ത് തന്നെ ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ദേവജിത്തിന്റെ അടുത്ത് ഈ ഒരു ദേവജിത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോ പീസ് ഇങ്ങനെ പണിഞ്ഞു പോവുക. ഓക്കെ, അപ്പൊ ഇടയ്ക്ക് ഇവർ അങ്ങോട്ട് പോകും. അപ്പോഴത്തേക്കും അവരെ നമ്മൾ കൊണ്ടുവരണം തിരിച്ച്. ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നു, അക്നോളജ് ചെയ്യുന്നു, മനസ്സിലാക്കി കൊടുക്കുന്നു, നിങ്ങൾ പറയേണ്ട രീതിയിൽ പോകുന്നു. എന്നിട്ട് തിരിച്ച് നിങ്ങൾ ഈ പ്രോസസ്സിലോട്ട് പിന്നെയും വരണം. ഓക്കെ, ഇങ്ങോട്ട്. അതാണ് കളി. ഓക്കെ, സോ അവരുടെ ഹാർഡസ്റ്റ് എന്തുകൊണ്ട് റിസൾട്ട്സ് വല്ലതും ഉണ്ടാക്കിയോ? അതില്ല, കുറച്ച് കാര്യങ്ങൾ അറിയാം, ബട്ട് എങ്ങനെ അതൊന്നും വർക്ക്ഔട്ട് ആകും എന്ന് ഒരു ഐഡിയ ഇല്ല. അതില്ല, കുറച്ച് കാര്യങ്ങൾ അറിയാം, എന്നാലും എങ്ങനെ വർക്ക്ഔട്ട് ആകുന്ന ഒരു ഐഡിയ ഇല്ലെന്ന്. ഒന്ന് ഞാൻ അത് അക്നോളജ് ചെയ്തു. മൈ ജി, ഐ സി, ഐ ലൈക്ക് യുവർ ഡിറ്റർമിനേഷൻ, ഫ്ലോയിങ് പവർ, അക്നോളജിങ് ഫ്ലോയിങ് പവർ. ക്യാൻ യു ടെൽ മീ എക്സാക്ട്ലി വാട്ട് ഇറ്റ് ഈസ്? എനിക്ക് ഇവിടത്തെ ക്വസ്റ്റ്യൻ എനിക്ക് ലൈക്ക് ഡിഡ് യു ആഡ് എനി റിസൾട്ട്സ് വിത്ത് ഇറ്റ്? അപ്പൊ എന്തോ എക്സാക്ട്ലി നോക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു, അല്ലെങ്കിൽ എന്തുവാണ് എക്സാക്ട്ലി പ്രോബ്ലം എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇനിയിപ്പം. ഓക്കെ, എക്സാക്ട്ലി ഒരു ഐഡിയ ഇല്ല. ആ ഐഡിയ ഇല്ലാത്തതിനകത്ത് ഞാൻ പിന്നെ ഡൈവ് ചെയ്യും അതിന്റെ ഡെപ്തിലോട്ട്. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. വാസ് ഇറ്റ് ഇങ്ങനെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഈ ക്ലോസ് ആവും ബ്രോ. ദർ ഇസ് നോ ചാൻസ്, ദർ ഇസ് നത്തിങ് ഗോയിങ് ടു ക്ലോസ്. അത് നമ്മുടെ കറക്റ്റ് ക്ലയന്റ് ആണോ ഇല്ലയെന്ന് അത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ മനസ്സിലാവും. ഇതിന് മറുപടി തരുന്ന ഒരാളാണ്, നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന് മറുപടി തരുന്നുണ്ട്. ടെന്നീസ് ബോൾ ഇങ്ങോട്ട് അടിക്കുന്നുണ്ടെങ്കിൽ അത് ക്ലോസ് ആണ്, അത്രേ ഉള്ളൂ. അടിക്കുന്നില്ല, മെസ്സേജ് തിരിച്ചയക്കുന്നില്ലെങ്കിൽ ക്ലോസ് അല്ല. പരമാവധി കറക്റ്റ് ടൈമിങ്ങിന് അവർ ഓണായി ഇരിക്കുമ്പോൾ തന്നെ പടപട നമ്മൾ ഫിനിഷ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇവിടെ ചോദിക്കുവാണ്, ഞാൻ ക്ലാരിറ്റി കൊടുക്കണം. പൊതുവെ ആൾക്കാർക്ക് ഇതൊക്കെയാണ് എന്തുകൊണ്ട് ആൾക്കാർ സക്സസ് ആവാത്തതെന്ന്. അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങോട്ട് ചോദിക്കുവാണ്. അപ്പോൾ അവർക്ക് എസ് പറയാനും അവർക്ക് ഉത്തരങ്ങൾ നമ്മൾ ഈസി ആക്കി ക്വസ്റ്റ്യൻസ് ചോദിക്കും. പക്ഷെ ഞാനല്ല പറഞ്ഞത് അവർക്ക് മണി ഉണ്ടാക്കണമെന്ന്, അവർ തന്നെയാണ് പറഞ്ഞത് അവർക്ക് മണി ഉണ്ടാക്കണമെന്ന്. മേക്ക് ദം ഫീൽ ദർ മിസ്സിങ് ഔട്ട് എന്ന് വെച്ചാൽ അതൊരു ഡിഫറെന്റ് സാധനമാണ്. അവര് ആക്ച്വലി അവർക്ക് അവരുടെ ബുദ്ധിമുട്ട് എന്താണ്, അവരുടെ പ്രോബ്ലം എന്താണെന്ന് ബ്രോ മനസ്സിലാക്കണം, അത്രേ ഉള്ളൂ. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കി എടുക്കുവാണ്. അത് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവണം. അപ്പൊ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി എടുക്കുവാണ് ഇവിടെ. നമ്മൾ ചോദിക്കുക, വാസ് ഇറ്റ് ഗൈഡൻസ്, ഇൻഫർമേഷൻ ഓർ എനിത്തിങ് എൽസ്? പ്ലീസ് പ്രൊവൈഡ് ഓണസ്റ്റ് ആൻഡ് ഡീറ്റെയിൽഡ് ഇൻഫോ. സത്യസന്ധമായിട്ട് എന്തായിരുന്നു ബ്രോയുടെ പ്രശ്നം, എന്തുകൊണ്ടാണ് ബ്രോയ്ക്ക് ഈ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടും പൈസ ഉണ്ടാക്കാൻ പറ്റാതിരുന്നതെന്ന് എൻ്റെ അടുത്ത് ഒന്ന് സത്യസന്ധമായിട്ട് പറ. അത് ഗൈഡൻസ് ആയിരുന്നോ? ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ബ്രോ ഇത് ചെയ്യണം. ഈ യൂട്യൂബിൽ ഇൻഫർമേഷൻസ് എല്ലാം ഉണ്ട്. ഓക്കെ, ആൾക്കാർ പോയിട്ട് എടുക്കുക, എനിക്ക് നാളെ റോക്കറ്റ് ഉണ്ടാക്കാനുള്ള ഇൻഫർമേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് A to Z കിട്ടത്തില്ല. നിങ്ങൾ A കിട്ടും, പിന്നെ B കിട്ടും, പിന്നെ D കിട്ടും, അല്ലെങ്കിൽ പിന്നീട് Z കിട്ടും. മനസ്സിലായി? അതൊരു ഡിസോർഡർ ആയിട്ടാണ് നിങ്ങൾ പോയി ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്നത്. അതാണ് യൂട്യൂബിൽ സീൻ. ബട്ട് ഗൈഡൻസ് എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, A to B, A B C D E F G എന്നും പറഞ്ഞ് ഓർഡറിൽ പോകും. ഓക്കെ, സോ അതാണ് മിക്ക ആൾക്കാരുടെയും പ്രശ്നം. അപ്പൊ അതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗൈഡൻസ് ആണോ എന്ന് ചോദിക്കുന്നത്. ഓക്കെ, അതാണെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നീട് എന്ത് പറയും, ബ്രോ ഞങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സാധനം ചെയ്യുന്നുണ്ടെന്ന്. അതിപ്പോ പറയത്തില്ല, അത് ഞാൻ ഇപ്പൊ പറയാം, നിങ്ങൾ അറിഞ്ഞിരിക്കാൻ പറഞ്ഞതേ ഉള്ളൂ. വാസ് ഇറ്റ് ഗൈഡൻസ്, ഇൻഫർമേഷൻ ഓർ എനിത്തിങ് എൽസ്? വേറെ എന്തെങ്കിലും ആയിരുന്നു എന്നാ അവർ പറയാം പുള്ളിക്കാരെ. അതാണ് ഇവിടെ. അത് പക്ഷെ ഈ ഫ്രെയിം വർക്കിൽ ഇല്ല. മനസ്സിലായോ? ഹൗ മച്ച് ഡിഡ് യു മേക്ക് ആക്ച്വലി? എന്തോരം മേക്ക് ചെയ്യാൻ ബ്രോയുടെ ഗോൾ എന്തായിരുന്നു? എന്തോരം മേക്ക് ചെയ്യാനായിരുന്നു ഗോള്? ഇപ്പൊ അവരുണ്ടെന്ന് ഇഫ് യെസ് എന്ന് പറഞ്ഞ ഞാൻ
എനിക്ക് ഒരു 10,000 രൂപ ഉണ്ടാക്കാനായിരുന്നു, പക്ഷെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. 500 രൂപ പോലും ഉണ്ടാക്കാൻ പറ്റിയില്ല. ഓക്കെ, ബ്രോയ്ക്ക് എന്തുകൊണ്ട് അവിടെ എത്താൻ പറ്റാതിരുന്നതെന്ന് അറിയാവോ? എന്തുകൊണ്ടാണ് അത് ബ്രോയ്ക്ക് അത് എത്താൻ പറ്റാതിരുന്നതെന്ന് അറിയാവോ? എന്നിട്ട് നമ്മൾ ചോദിക്കുന്ന സാധനങ്ങളാണ് ഗൈഡൻസ് ചെയ്തത്. ഓക്കെ, വാസ് ഇറ്റ് ഗൈഡൻസ്, ഇൻഫർമേഷൻ ഓർ എനിത്തിങ് എൽസ്? മനസ്സിലായല്ലോ? ഈ 5, 6, 6.1 ആണ് ഈ കിടക്കുന്ന 3 എണ്ണം. ഓക്കെ, സെറ്റല്ലേ? ക്ലിയർ ആണോ? ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ ഗൈസ്? ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ സഫാൻ? ഓക്കെ, സെറ്റ്. മനസ്സിലാവുന്നുണ്ട്. സാധനം സെറ്റല്ലേ? പവറാണല്ലോ. ഓക്കെ, സോ എനിക്ക് ആദ്യം പറയുകയാണ് എൻ്റെ അടുത്ത്, എനിക്ക് സെയിൽസ് ഇൻട്രസ്റ്റ് ഉണ്ട്. സോ അതിൻ്റെതായ യൂട്യൂബ് വീഡിയോസ് അതിൻ്റെതായ വീഡിയോസ് കാണും. സ്റ്റിൽ ഡോണ്ട് നോ ഹൗ ടു സ്റ്റാർട്ട്. ബട്ട് എവിടുന്നും ഇവിടുന്നും ഒക്കെ ചില ഐഡിയാസ് ഉണ്ട്. ഒന്നും എല്ലാം പറയുന്നില്ല. ഒന്നും ഇല്ലെന്ന് പറയുന്നില്ല. അവിടുന്ന് ഇവിടുന്ന് കുറച്ച് ഐഡിയാസ് ഒക്കെ ഉണ്ട്. ഓക്കെ, സെയിൽസിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ അവരുടെ ഇൻട്രസ്റ്റ് മനസ്സിലാവും. നമുക്ക് ആലോചിക്കണം, നമ്മുടെ ഈ മില്യനക്സ് അക്കാഡമിക്കകത്ത് സെയിൽസ് ഉണ്ട്. പിന്നീട് സെയിൽസിന്റെ കോഴ്സുകളുണ്ട്. അപ്പൊ അത് നമ്മുടെ ക്ലയന്റ് ആണ്. ഓക്കെ, സെയിൽസിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. സെയിൽസിന്റെ ഏറ്റവും ഹയസ്റ്റ് ഫോർമേഷൻ ആണ് ഹൈ ടിക്കറ്റ് സെയിൽസ്. നമ്മുടെ നാട്ടിലെ സാധാ ആൾക്കാർ ഈ ഫോണിൽ വിളിക്കുന്ന സെയിൽസ് അല്ല. സെയിൽസ്മാൻ നിങ്ങൾ വിചാരിക്കുന്ന സെയിൽസ്മാൻ അല്ല. ഹൈ ടിക്കറ്റ് സെയിൽസ്മാൻ അവരെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ലെമ്പോയിൽ റോൾ ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, അമ്മാരിക്ക് ആവശ്യമാണ് അവരുണ്ടാക്കുന്നത് ഒരു മാസം. അവരുടെ മണി ഡിറ്റർമിൻ ചെയ്യുന്ന അവരാ. ഓക്കെ, സോ അമ്മാര് സെയിൽസ് നമ്മൾ പിന്നീട് അത് നമുക്കറിയാം. നമ്മൾ ടെസ്റ്റ് ക്ലോസിൽ നമ്മൾ എത്തിയിട്ടില്ല. ഇപ്പൊ നമ്മൾ ഫാക്ട് ഫൈൻഡിങ്ങിലാണ്. ഓക്കെ, നമ്മള് 3ാമത്തെ സ്റ്റെപ്പാണ് ഫാക്ട് ഫൈൻഡിങ്. 3ാമത്തെ സ്റ്റെപ്പ് ഏകദേശം 6 സ്റ്റെപ്സ് എന്തുകൊണ്ട്. സോ സെയിൽസ് ഉണ്ട്. ഇപ്പൊ പറയാം, അവര് മാർക്കറ്റിംഗിൽ ഇൻട്രസ്റ്റ് ഉണ്ട് ബ്രോ. അത് നമ്മുടെ ആള് തന്നെയാണ് ബ്രോ. എനിക്ക് ഓൺലൈനിൽ എങ്ങനെ മണി മേക്ക് ചെയ്യുന്നതിൽ ഇൻട്രസ്റ്റ് ഉണ്ട് ബ്രോ. എനിക്ക് ബിസിനസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട് ബ്രോ. എനിക്ക് ഒരു പ്രോഡക്റ്റ് വിൽക്ക് ചെയ്യാൻ. എനിക്ക് ഓൺലൈനിൽ ഒന്നും ഇല്ല, പക്ഷെ എനിക്ക് ഇതാണ്ട് ഈ ഒരു പേന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രോ. ഇതിനകത്ത് ഒരു പ്രത്യേക ഡിസൈൻ ഉണ്ട്. ഈ ഒരു പേന എനിക്ക് വിൽക്കണം ബ്രോ, ഓൺലൈനിൽ വിൽക്കണം, അതെനിക്ക് ഇഷ്ടം. അപ്പൊ അവന് ഓൺലൈനിൽ മാർക്കറ്റിംഗ് അറിഞ്ഞിരിക്കണം, റൈറ്റ്? നമ്മുടെ പ്രോസസ്സ് അറിഞ്ഞിരിക്കണം. ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഉണ്ടാക്കാൻ അറിഞ്ഞിരിക്കണം. ഇൻസ്റ്റാഗ്രാമിൽ ആ പേന വേണ്ട ഓഡിയൻസിന്റെ ഫ്രണ്ടിൽ ആ പേന എത്തിക്കാൻ അറിഞ്ഞിരിക്കണം. അതുപോലെ റീൽസ് ക്രിയേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പം എന്തൊരു ടീം ആക്ച്വലി ഓൺലൈനിൽ വന്ന് സെയിൽസ് നടത്തുന്ന ഒരാൾ നമ്മുടെ ക്ലയന്റ് ആണ്. ഓക്കെ, സോ ഉടനെ ഞാൻ പിന്നെ ഓഡിയോ ആണ് ഞാൻ അയക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇഫ് മേക്ക് മണി ചെയ്തെന്ന് പറഞ്ഞാലും എന്തോരം മേക്ക് ചെയ്തെന്ന് പറഞ്ഞതിന് ശേഷം എന്തോരം മേക്ക് ചെയ്യാനായിരുന്നു എന്ന് ചോദിച്ചതിന് ശേഷം അത് എന്തുകൊണ്ട് മേക്ക് ചെയ്തില്ല, ഗൈഡൻസ് ഇതാണോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, ഇപ്പൊ മണി മേക്ക് ചെയ്തില്ലെന്ന് പറഞ്ഞാലും നമ്മൾ ഡയറക്റ്റ് ആ 2 ക്വസ്റ്റ്യൻസ് ചോദിക്കാതെ തന്നെ എന്തുകൊണ്ട് ബ്രോയ്ക്ക് റിസൾട്ട് കിട്ടാതിരുന്നു എന്ന് ബ്രോയ്ക്ക് അറിയാവോ? വാട്ട് വാസ് സ്റ്റോപ്പിംഗ് യു? ഈ സാധനങ്ങൾ നിങ്ങൾ അതേപോലെ തന്നെ ഡെലിവറി ചെയ്യണം. ഓക്കെ, എന്താണ് ബ്രോനെ സ്റ്റോപ്പ് ചെയ്തിരുന്നത്? എന്നിട്ട് നിങ്ങൾ ഈ സാധനം ഇത് ഒന്ന് ടെക്സ്റ്റ് ചെയ്ത് കുറച്ച് സെക്കൻഡ്സിനുള്ളിൽ ഒരു പെട്ടെന്ന് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന പോലെ തോന്നില്ലേ? ഒരു നാച്ചുറാലിറ്റിയിൽ തോന്നുമ്പോൾ ഒരു നല്ല രസമാണ് ആ ഒരു കോൺവെർസേഷൻ. സോ വാസ് ഇറ്റ് ഗൈഡൻസ്, ഇൻഫർമേഷൻ ഓർ എനിത്തിങ് എൽസ്? പ്ലീസ് പ്രൊവൈഡ് ഓണസ്റ്റ് ആൻഡ് ഡീറ്റെയിൽഡ് ഇൻഫോ. നമ്മളെ പിന്നെ ആ സെയിം സാധനം. ഓക്കെ, അതിന്റെ അവർ പറഞ്ഞതിന് ശേഷം എനിക്ക് ഈ സംഭവങ്ങളൊക്കെ അവർ കുറെ കാര്യങ്ങൾ ചിലപ്പോൾ പറഞ്ഞു തന്നിരിക്കും. ആ സാധനങ്ങൾ നമുക്ക് ടെക്സ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ പിന്നെ ഓഡിയോ അയക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഓഡിയോ ഇത് ഇങ്ങനെ ആയിരിക്കും. യാ ബ്രോ, മുന്നേനും കൂടെ കേട്ടൊരു കുഴപ്പമില്ല. ഓക്കെ, സോ അക്നോളേജ് ആൻഡ് റെസ്പോണ്ട്. ഇവിടെ നമ്മൾ ഓഡിയോ അയക്കുകയാണ്. ഓക്കെ, ഇപ്പം പുള്ളിക്കാരൻ പറഞ്ഞതിരിക്കട്ടെ, നമുക്ക് ആദ്യം ഇപ്പം പറഞ്ഞത് എനിക്ക് സെയിൽസിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ഇപ്പം ഇവിടെ നിങ്ങൾ കസ്റ്റം ചെയ്യണം. ഇത് നിങ്ങൾ ഈ ഒരു ഫ്രെയിം വർക്ക് മനസ്സിലാക്കിയിട്ട് ഇതിന്റെ തുടക്കം എപ്പോഴും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം ഓഡിയോയിൽ. നാച്ചുറലി നിങ്ങളെ കൊണ്ട് പറ്റും, ഈസിയാണ്. ഇത് സംഭവം പാടൊന്നുമല്ല, എല്ലാം സിമ്പിൾ സാധനങ്ങളാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കി കറക്റ്റ് സാധനം കണ്ടുപിടിച്ച് നിങ്ങളത് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ ചെയ്യുന്ന സാധനം നിങ്ങൾ 100 വട്ടോ 1000 വട്ടോ ചെയ്യുന്ന സെയിം സാധനമായിരിക്കും. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കണം. സോ ബ്രോയ്ക്ക് സെയിൽസിലെല്ലാം ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായി. അത് വളരെ നല്ല കാര്യമാണ്. സെയിൽസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പം യൂട്യൂബ് വീഡിയോസ് കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അവിടുന്ന് ഇവിടുന്ന് ഇൻഫർമേഷൻ, അവിടുന്ന് ഇവിടുന്ന് ഐഡിയാസ് ഉള്ളത് ബ്രോയ്ക്ക് അവിടുന്ന് ഇവിടുന്നുള്ള വീഡിയോസ് അല്ല, അങ്ങനെ പറയില്ല. നമ്മൾ ആരും തിരുത്താനൊന്നും പോകുന്നില്ല. നമ്മൾ നമ്മുടേതായിട്ടുള്ള അഭിപ്രായമാണ് പറയുന്നത്. അപ്പം ബ്രോ അവിടുന്ന് ഇവിടുന്നാണ് മിക്ക ഇൻഫർമേഷൻസും എടുത്തേക്കുന്നത് അല്ലേ? അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ,
ഒരു ഇമ്പോർട്ടന്റ് ബ്രോയ്ക്ക് അപ്പൊ പ്രോപ്പർ ഗൈഡൻസ് ഇതാണ് പ്രോപ്പർ. നിങ്ങൾക്ക് ഇതിന് ഈ ബ്രാക്കറ്റ് ഇട്ടേക്കുന്ന ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഇതിനകത്ത് ഗൈഡൻസ്, ഇൻഫർമേഷൻ, സ്ട്രാറ്റജി, ഈ 3 സാധനത്തിൽ വരുന്ന ഏതെങ്കിലും ഒന്നായിരിക്കും അവര് ലാക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ബ്രോ അക്നോളജ് ചെയ്യുക. ഓക്കെ, സെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു നല്ല കാര്യമാണ്, അത് കൊള്ളാം, അടിപൊളി. ഓക്കെ, അപ്പം ബ്രോയ്ക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് ഈ ഗൈഡൻസും സംഭവങ്ങളെന്നും പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. അല്ല, ബ്രോയ്ക്കാണ് സെയിൽസ് സംഭവങ്ങളെല്ലാം ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണെന്നുള്ള ഇതിനകത്തോട്ട് കണക്ട് ചെയ്യുക. നിങ്ങൾ എന്താണോ പറയാൻ ചൂസ് ചെയ്യുന്നത് അത് പറഞ്ഞതിന് ശേഷം അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം പ്രോപ്പർ ഗൈഡൻസും ഇൻഫർമേഷനും സ്ട്രാറ്റജിയും ഉള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ മിക്ക സ്റ്റുഡൻസിനും സക്സസ് ഉണ്ടാവുന്നത്. ഓക്കെ, അങ്ങനെ വേണം അപ്പൊ നിങ്ങൾ പറയാൻ. ഓക്കെ, സോ പ്രോപ്പർ ഗൈഡൻസും ഇൻഫർമേഷനും സ്ട്രാറ്റജീസും ഉള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ മിക്ക സ്റ്റുഡൻസിന് സക്സസ് ഉണ്ടാകുന്നത്. അവർ ഞങ്ങളുടെ ഫാസ്റ്റസ്റ്റ് സക്സസ് ക്രിയേറ്റ് ചെയ്ത ടോപ്പ് 1% സ്റ്റുഡൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് അവരുടെ ഗൈഡൻസും ടാക്ടിക്സും സ്ട്രാറ്റജീസും മാത്രമല്ല, അത് വെറും 10%. ബാക്കി 90% മൈൻഡ് സെറ്റ് ആണ് ബ്രോ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മെന്റർ മൈൻഡ് സെറ്റിനെ ഫോക്കസ് ചെയ്ത ഒരു പ്രൈവറ്റ് ഗ്രൂപ്പ് വരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ബ്രോയോട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഓക്കെ, ഇവിടെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു? ഇവിടെ നിങ്ങൾ പറഞ്ഞു ഓക്കെ, നമുക്ക് മൈൻഡ് സെറ്റിനെ പറ്റി ഉള്ള ഇൻഫർമേഷൻസിന് ഷെയർ ചെയ്യുന്നത്, നമ്മളെ ഒരാളെ സക്സസ് ആക്കുന്നത് സ്ട്രാറ്റജീസ് മാത്രമല്ല. സ്ട്രാറ്റജീസ് നമ്മൾ കൊടുക്കുമെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ആ ബ്രോയ്ക്ക് ലാക്ക് ചെയ്യുന്ന സാധനങ്ങളെല്ലാം നമ്മൾ അഡ്രസ് ചെയ്ത് കഴിഞ്ഞു. അത് ആണ് കൊടുക്കുമെന്ന് നമ്മൾ പറഞ്ഞത്. ആ സാധനങ്ങളാണ് നമ്മുടെ സ്റ്റുഡൻസ് ഉപയോഗിച്ച് സക്സസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പറഞ്ഞത്. ഈ സ്ട്രാറ്റജീസ് സംഭവങ്ങൾ ഉപയോഗിച്ചാണ്, ഗൈഡൻസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ സ്റ്റുഡൻസ് സക്സസ് ആയത്. എന്നാലും അപ്പം അത് ഓൾറെഡി നമുക്കുണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, എന്നാലും അത് മാത്രമല്ല, അതിന്റെ ഉപരി മൈൻഡ് സെറ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, മൈൻഡ് സെറ്റ് ഇസ് മോർ ഇമ്പോർട്ടന്റ് ദൻ ദാറ്റ്, ദെൻ ദി ആക്ഷൻസ്, ദെൻ ദി സ്ട്രാറ്റജീസ്. ഓക്കെ, സോ അതുകൊണ്ട് ഞാൻ ബ്രോ എന്നിട്ട് നമ്മൾ അതിന്റെ ഇതൊരു ബാറാണ്. ഈ ഒരു സാധനം പറഞ്ഞത് ടോണി റോബിൻസ് ആണ്. ടോണി റോബിൻസ് പറഞ്ഞ സംഭവമാണിത്. 10% എന്താണ് ഫുള്ള് ടാക്ടിക്സും സംഭവങ്ങളാണ്. 90% എന്ന് പറയുന്നത് മൈൻഡ് സെറ്റ് ആണ്. അപ്പൊ അതൊരു ബാറാണ്. ആ ഒരു ബാർ നമ്മൾ കൊടുക്കുവാണ് ആ ഒരു കോൺവെർസേഷന്റെ ഇടയിൽ. ഓക്കെ, അവരുടെ അവയർനെസ് അവരപ്പോ ലൈറ്റ് ബൾബ് മോമെന്റ് ആണ്. ഇതൊരു ലൈറ്റ് ബൾബ് അടിക്കുന്ന മോമെന്റ് അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുവാണ്. ഓക്കെ, സോ ബ്രോയോട് ഞാൻ ഒരു കുക്കി ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ബ്രോയ്ക്ക് മുമ്പ് കിട്ടാതിരുന്ന മുമ്പ് ലാക്ക് ചെയ്തെന്നൊക്കെ നിങ്ങളുടെ അടുത്ത് എന്തൊക്കെ അവരുടെ പ്രോബ്ലംസ് എല്ലാം പറഞ്ഞു, അതെല്ലാം ഞാൻ നിങ്ങളുടെ പോക്കറ്റ് വെക്കാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ അത് തിരിച്ചെടുക്കും. ഓക്കെ, ബ്രോയ്ക്ക് മുമ്പ് കിട്ടാതിരുന്ന ഗൈഡൻസും ഇൻഫർമേഷനും കോച്ചിങ്ങും കമ്പൈൻ ചെയ്തൊരു മൈൻഡ് സെറ്റ്, പിന്നെ ഞങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ്, പിന്നെ ഞങ്ങളുടെ ഫുള്ള് സപ്പോർട്ടും കിട്ടുന്ന ഒരു കമ്മ്യൂണിറ്റി. അതുപോലെ തന്നെ ഞാൻ കമ്മ്യൂണിറ്റി കിട്ടിയ എന്തായിരിക്കും? ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഞങ്ങളുടെ ടോപ്പ് സ്റ്റുഡൻസ് ഓൾറെഡി ഉണ്ടാക്കുന്നത് 90,000 രൂപയാണ് ഞങ്ങളുടെ ടോപ്പ് സ്റ്റുഡൻസ് ഓൾറെഡി 30 ദിവസം കൊണ്ട് ഉണ്ടാക്കിയത്. ഓക്കെ, സോ ബ്രോക്ക് ഞങ്ങളുടെ സപ്പോർട്ട് കിട്ടിയാൽ എന്തായിരിക്കും ഈ ഇയറിൽ ബ്രോ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബിഗ്ഗസ്റ്റ് ഗോള്? ഇപ്പൊ ഞാൻ തന്നെ കണ്ടല്ലോ, ഞാൻ ഈ ഫ്രെയിമിൽ പറഞ്ഞേക്കുന്ന എക്സാക്ട്ലി അല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് ഇപ്പം പറയാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയാണ് പറഞ്ഞത്. അതുപോലെ നിങ്ങളുടെ ഒരു സാധനം നിങ്ങൾ കണ്ടുപിടിച്ച് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ബട്ട് ഈ സെയിം ഫ്രെയിംവർക്ക് യൂസ് ചെയ്യുക, സെയിം ക്വസ്റ്റ്യൻസ് പോവുക, സെയിം ക്ലെയിംസ് ചെയ്യുക. ഇപ്പൊ നമ്മളിപ്പോ നമ്മൾ അവരുടെ ഒരു ഈഗോനെ ടെസ്റ്റ് ചെയ്യുന്ന പോലെ ഒരു സാധനമാണ്. ഞങ്ങളുടെ കൂടെ ഉള്ള ഒരു പയ്യൻ ഒക്കെ വെറും 30 ദിവസം കൊണ്ട് 90 രൂപ ഉണ്ടാക്കി. ബ്രോയ്ക്ക് അപ്പൊ എന്തോരം ഉണ്ടാക്കാൻ പറ്റും? അതാണ് സംഭവം ആക്ച്വലി. ഓക്കെ, ഏത് ക്വസ്റ്റ്യൻ ബ്രോ മനസ്സിലായില്ലോ? ഈ ഒരു ക്വസ്റ്റ്യൻ ബ്രോയുടെ ഒരു ക്വിക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ എന്ന് ബ്രോ ക്ലയന്റിനോട് ചോദിക്കുവാണ് ഈ ഓഡിയോടെ. ഓക്കെ, സോ ബ്രോയ്ക്ക് മുമ്പ് കിട്ടാതിരുന്ന ഈ ഒരു ഗൈഡൻസ് സംഭവങ്ങളെല്ലാം തന്നോട്ടെ എന്ന് നമ്മൾ പിന്നീട് 90 ഡേയ്സിനുള്ളിൽ ഓക്കെ. അപ്പം ഞങ്ങളുടെ കൂടെ ഉള്ള ആള് ഇത്ര 90 ദിവസം കൊണ്ട്
30 ദിവസം കൊണ്ട് 90,000 ഉണ്ടാക്കിയത്. ഓക്കെ, സോ ബ്രോക്ക് ഞങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം കിട്ടുവാണെങ്കിൽ ബ്രോ, അപ്പൊ നമ്മൾ ക്ലെയിം നമ്മുടെ ആള് ഇത്ര ഉണ്ടാക്കി, അപ്പൊ ബ്രോക്ക് ഞങ്ങൾ ഈ സെയിം ഇൻഫർമേഷൻ സംഭവം തരുവാണെങ്കിൽ ബ്രോ എന്തോരം ഉണ്ടാക്കും. അതിനാണ് ബ്രോയുടെ ബിഗ്ഗസ്റ്റ് ഗോള്. മനസ്സിലായോ? നമ്മള് ബ്രോ എന്തോരം ഉണ്ടാക്കും, ഒരു 1000 2000 അങ്ങനല്ല, ബിഗ്ഗസ്റ്റ് ഗോള് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബ്രോ അച്ചീവ്. ബ്രോ ഈ വർഷം എന്ന് വേണമെങ്കിൽ വരാം, ബ്രോ ഈ വർഷം എന്ന് നമുക്ക് ചോദിക്കാം, അല്ലെങ്കിൽ 2025 എന്ന് ചോദിക്കാം. ബ്രോ 2025 അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബിഗ്ഗസ്റ്റ് ഗോൾ എന്തായിരിക്കും, അല്ലെങ്കിൽ ഒരു 3 വർഷത്തിനുള്ളില് എന്തോ പിന്നെ എനിക്ക് ഇത്ര നാളത്തിനുള്ളിൽ ഒരു കാർ എടുക്കണമെന്ന്. ഏത് കാറാ ബ്രോ? പോർഷി എടുക്കണമെന്നോ ബ്രോ? ഓ പോർഷി, കമോൺ ബ്രോ, അടിപൊളി. അതാണ് അങ്ങനെ ആയിരിക്കണം വൈബ്. നിങ്ങള് പവർ ഫ്ലോ ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ചുമ്മാ നിങ്ങൾ നൈസ് ഒരു ഫ്രണ്ടിനെ പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പൊ എന്തായി? അപ്പം ബ്രോയുടെ അപ്പം ഇയാൾ ഒരു ഡിറ്റർമിൻഡ് ആണ്. ഓക്കെ, ഈ ക്ലയന്റിന് ഹെൽപ്പ് വേണം, ഈ ക്ലയന്റിന് വേണ്ടത് ഗൈഡൻസ് ആണ്, സപ്പോർട്ടാണ്. ഓക്കെ, മുമ്പ് ഇത് ചെയ്തിട്ടുണ്ട്, വർക്ക് ആയിട്ടില്ല, പക്ഷെ ഇത് ട്രൈ ചെയ്ത് വർക്കാവുന്ന വിശ്വാസമുണ്ട്. ഓക്കെ, ബിക്കോസ് നമ്മുടെ ആള് 90K. ഇവിടെ ഒബ്ജക്ഷൻസ് വന്നാ ഇല്ല എനിക്ക് ഉറപ്പുണ്ടോ ബ്രോ, എനിക്ക് ഉറപ്പില്ല, നിങ്ങൾക്ക് ഉറപ്പില്ലാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കേസ് സ്റ്റഡി അയച്ചു കൊടുക്കാം. ഞാൻ ഒരു കേസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ഒരു കേസ് സ്റ്റഡി ഉണ്ട് ബ്രോ, അത് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ബ്രോയ്ക്ക് അയച്ചു തരാം, ഈ 90K ഉണ്ടാക്കിയതിന്റെ പ്രൂഫുകളും ബ്രോയ്ക്ക് ഞാൻ അയച്ചു തരാം എന്ന് പറഞ്ഞാൽ മതി, എന്നിട്ട് അവസാനം കൊടുത്താൽ മതി. ഓക്കെ, സോ വാട്ട് വുഡ് ദാറ്റ് ഡു, ഹൗ വുഡ് ദാറ്റ് ഹെൽപ്പ് യു? ഓക്കെ, ബിഗ്ഗസ്റ്റ് ഗോൾ ആണ് അവര് പറയാ പോർഷയാണ് ബ്രോ, പവർ അടിപൊളി ബ്രോ, കിടിലം, എനിക്ക് ഇഷ്ടപ്പെട്ടു ബ്രോയുടെ അത്. ബ്രോ ആ കാർ കൊണ്ട് എന്ത് ചെയ്യും? ബ്രോയ്ക്ക് എങ്ങനെ ആ കാർ ബ്രോനെ ഹെൽപ്പ് ചെയ്യും? അത് പിന്നെ ബ്രോ എന്നെ പണ്ടോട്ടെ ആൾക്കാർ ഇങ്ങനെ വലുതായിട്ട് കളിയാക്കും, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് എന്നെ അച്ചീവ് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണിക്കാൻ പറ്റും ബ്രോ. അവരുടെ ഡീപ്പർ ആൻസർ ആണ് അവർ പറയുന്നത്. അല്ലെങ്കിൽ പറയാം എനിക്ക് 50,000 രൂപ ഉണ്ടാക്കിയാൽ പറ്റണം, 1,00,000 രൂപ ഉണ്ടാക്കാൻ പറ്റണം. 1,00,000 രൂപ ബ്രോയ്ക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യും ബ്രോ? അത് എനിക്ക് 28 വയസ്സാണ്, എനിക്ക് ഓൾറെഡി ഒരു കൊച്ചുണ്ടെന്നിരിക്കട്ടെ, എന്റെ പിള്ളേരെ എനിക്ക് വളർത്തണം, എനിക്ക് ജോലിയൊന്നും ഇല്ല, അതുകൊണ്ട് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും ബ്രോ. അതിന് ഇച്ചിരി കൂടെ ഡെപ്ത് ഉണ്ട്, റൈറ്റ്? അല്ലെങ്കിൽ എനിക്ക് എന്റെ വീട്ടുകാർക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ട് ബ്രോ, ഹോസ്പിറ്റലിൽ അത്യാവശ്യമായിട്ട് വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് പൈസക്ക് ബുദ്ധിമുട്ടുണ്ട് ബ്രോ, ഇത്ര രൂപ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ, എന്നിട്ട് എനിക്ക് ഈ സംഭവങ്ങളിലെല്ലാം ഇൻട്രസ്റ്റ് ഉള്ള ഒരാളുമാണ്. ഓക്കെ, അപ്പം 90 ദിവസത്തിനുള്ളിൽ ബ്രോയ്ക്ക് ഇത് സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ബ്രോയ്ക്ക് ഉറപ്പുണ്ടോ? മനസ്സിലായോ? നമുക്ക് കുറെ ഉറപ്പ് വേണം. അപ്പം അങ്ങനെ ഡെപ്തിൽ നമ്മള് ഹൗ വുഡ് ദാറ്റ് ഹെൽപ്പ് യു എന്നുള്ള ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണ് നമുക്ക് ആ ഉത്തരങ്ങൾ കിട്ടുന്നത്. അപ്പൊ അവര് പറയാം അത് എനിക്ക് ജസ്റ്റ് പൈസ ഉണ്ടാക്കി ഹെൽപ്പ് ചെയ്യും ബ്രോ, അത്ര. എന്നാലും അപ്പൊ നിങ്ങൾ അതിന്റെ ഡെപ്ത് പിന്നെയും ചോദിക്കണം. ഹൗ മച്ച് വുഡ് യു അത് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല, ബട്ട് ഇത് കാണുന്നവർക്ക് മനസ്സിലാവും, അത് ഞാൻ അവിടെ എഴുതാം. അപ്പൊ എന്നാലും ചോദിക്കണം, എന്നാലും അത് എന്തോരം ഹെൽപ്പ് ചെയ്യും? അത് ആളുകളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുമോ? നിങ്ങളുടെ സാഹചര്യം മാറുമോ? റൈറ്റ്? നിങ്ങൾക്ക് ഇപ്പൊ ഒരു ബുദ്ധിമുട്ടാണ്, നാളെ നിങ്ങളുടെ ഡിഫറെന്റ് സിറ്റുവേഷൻ ആണ്. ബ്രോ സ്ക്രീൻ കാണുന്നില്ലേ? ബ്രോ നോ സീൻ, കുഴപ്പമില്ല. എന്റെ സ്ക്രീനിൽ ഇത് റെക്കോർഡ് ക്ലാസ് നിങ്ങൾ എടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. സോ നമ്മൾ ദാണ്ട ഇവിടാണ്. What would that do for you? How would that help you? Would you need to? അപ്പൊ അവര് പറയാ എനിക്ക് ഇത് ഇത്ര രൂപ ഉണ്ടാക്കണം. അപ്പൊ അവര് പൈസ പറഞ്ഞില്ല, എന്തേലും മെറ്റീരിയലിസ്റ്റിക് സ്റ്റഫ് ആണെന്ന് പറഞ്ഞെന്നിരിക്കട്ടെ, കാറ്. കുഴപ്പമില്ല ബ്രോ, കോൾ വരുന്നെങ്കിൽ ബ്രോ എടുത്തു. ഇത് നമ്മൾ റെക്കോർഡ് എല്ലാവർക്കും തരും. നോസിങ് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ നിങ്ങൾക്ക് അതിൻ്റെതായിട്ട് എന്തെങ്കിലും വെച്ചാൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം കേട്ടോ. നോസിങ് അയക്കാം ബ്രോ, നോസിങ് അയക്കാം. സോ how much would you need to make that happen? അപ്പൊ മെറ്റീരിയലിസ്റ്റിക് സ്റ്റഫ് ആണെങ്കിൽ നമുക്ക് ഒരു പൈസ നമുക്ക് മനസ്സിലായോ? ഇപ്പൊ മെറ്റീരിയലിസ്റ്റിക് നാക്കും പിടിക്കുന്നില്ല. അപ്പൊ ഇപ്പൊ കാറാണ്, വീടാണ്. ഓക്കെ, അപ്പൊ വീടിന് എത്ര രൂപ വേണ്ടി വരും ബ്രോ? അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഒരു സിറ്റുവേഷൻ ആണ്, അതിന് എത്ര രൂപ വേണ്ടി വരും ബ്രോ? എനിക്ക് ഒരു റോക്കറ്റ് ആണ്, അതിന് എത്ര രൂപ വേണ്ടി വരും ബ്രോ? ഒരു പ്ലെയിൻ ആണ്, അതിന് എത്ര രൂപ വേണ്ടി വരും ബ്രോ? ഓക്കെ, അപ്പം അത് നിങ്ങൾ മനസ്സിലായോ? സോ ഹൗ മച്ച് വുഡ് യു നീഡ് ടു മേക്ക് ദിസ് ഹാപ്പൻ? എന്തോരം വേണം? ഓക്കെ, ഒന്നേ ഞാനത് ചോദിച്ചോണ്ടേ കണ്ട ആദ്യം ഇവിടെ about 10 lakhs a month. ഏത് കണ്ട ഇവൻ Porsche 911 10 lakhs a month മൈ ചെയ്ത 10 ലക്ഷം വേണം, കാറും വേണം എന്ന് പറഞ്ഞു ആദ്യം എന്റെ അടുത്ത്. ഞാൻ പറഞ്ഞു ഓക്കെ ബ്രോ, ഓസം. അപ്പൊ എനിക്ക് മനസ്സിലായി ഇയാള് കോസ് ചെയ്യാൻ തയ്യാറായി. ഓക്കെ, ഞാനിപ്പം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു that this is an ideal client, he needs help, he is determined, he has a goal.
ഈ ലോകത്ത് വെറും 8% ആൾക്കാർ ആക്ഷൻ ടേക്കേഴ്സ്, വെറും 20% ആൾക്കാർക്ക് ഗോളുള്ളൂ. ഓക്കെ, അതില് 10% ആൾക്കാർ ഗോൾസ് അച്ചീവ് ചെയ്യാറുമില്ല. ഓക്കെ, അപ്പൊ അതിൽ ഒരാൾ നമ്മുടെ അടുത്ത് പറയാം ഗോൾ ഉണ്ടെന്ന് പറഞ്ഞു, എനിക്കൊരു കാർ എടുക്കണമെന്നൊരു ലക്ഷ്യമെങ്കിലും ഉണ്ട്. ഓക്കെ, ഞങ്ങളപ്പം ബ്രോയ്ക്ക് ഫുള്ള് സപ്പോർട്ട്. ഓക്കെ, ഇവിടെ ഞാൻ എന്റെ ടെസ്റ്റ് ക്ലോസ് ചെയ്യുവാണ്, ഇയാൾ ക്ലോസ് ചെയ്യാൻ തയ്യാറാണോ ഇല്ലയെന്ന് ചെയ്യുന്നതിന്റെ ഒരു സാധനമാണ് ടെസ്റ്റ് ക്ലോസ്. ഓക്കെ, നമ്മളിവിടെ ക്ലോസ് ചെയ്യാൻ, നമ്മൾ ഓഫർ ചെയ്യാൻ, ഇന്നാ ബ്രോ സാധനം, ഇതാണ് രൂപ എന്ന് പറയാൻ റെഡി ആയോ എന്ന് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ചെയ്യുക. ഓക്കെ, അതിന്റെ ടെസ്റ്റ് ആണിത്. ഓക്കെ ബ്രോ, ഞങ്ങളപ്പോ ബ്രോയ്ക്ക് ഫുൾ സപ്പോർട്ടും ഗൈഡൻസും തരാം. നെക്സ്റ്റ് 90 ഡേയ്സിനുള്ളിൽ എങ്ങനെ 10 ലക്ഷം പെർ മന്ത് ഓൺലൈൻ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഓൺലൈൻ ബിസിനസ് ഉണ്ടാക്കാനുള്ള ബ്ലൂ പ്രിന്റ് ഞങ്ങൾ തരാം. ഓക്കെ, അടുത്ത 90 ദിവസത്തിനുള്ളിൽ ഉണ്ടാക്കാന്നല്ല നമ്മൾ പറയുന്നത്, അടുത്ത 90 ദിവസത്തിനുള്ളിൽ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമ്മൾ കാണിച്ചു തരും. ആ 90 ദിവസത്തിനുള്ളിൽ അവർക്ക് മണി ഉണ്ടാക്കാം. എന്തുവാ, ജസ്റ്റ് 1 ലക്ഷം ഉണ്ടാക്കാനാണോ, അല്ലെങ്കിൽ ജസ്റ്റ് 50,000 ഉണ്ടാക്കാനാണോ? ദേവജിത്ത് 30 ദിവസം കൊണ്ടാണ് 90,000 ഉണ്ടാക്കിയത്. ഓക്കെ, സോ അപ്പൊ പൈസ ഉണ്ടാക്കാനും പറ്റും. അതേ ടൈമിൽ ഓക്കെ, നാളെ നിങ്ങൾക്ക് ഒരു കോടികളുടെ ബിസിനസ് ക്രിയേറ്റ് ചെയ്യാനാണോ, അതിന്റെ ഒരു ചെറിയ ഒരു പ്ലാൻ, അത് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള ഒരു ഗൈഡൻസും സംഭവങ്ങളും അതിനകത്ത് കാണും. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ 90 ദിവസത്തിനുള്ളിൽ 10 ലക്ഷം പെർ മന്ത് ഓൺലൈൻ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഓൺലൈൻ ബിസിനസ് ഉണ്ടാക്കാനുള്ള ഒരു ബ്ലൂ പ്രിന്റ് ഞാൻ തരാം. അതെ, ബ്ലൂ പ്രിന്റ് തന്നാൽ എന്ന് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒരു സാധനം ഞങ്ങൾ തന്നാൽ, ഈ ഒരു ക്വസ്റ്റ്യന് പറയുന്ന സാധനം, ഞാൻ ഇത് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? ഇതാണ് ടെസ്റ്റ് ക്ലോസ്. ഇഫ് ഐ ക്യാൻ, വുഡ് യു? If I do this XYZ, would you do B? റൈറ്റ്, അതാണ് നമ്മൾ ചോദിക്കുന്നത്. സോ ബ്രോ ഇന്നൊരു കമ്മിറ്റഡ് ഡിസിഷൻ എടുക്കാൻ തയ്യാറാണോ? ഞങ്ങൾ ഈ സാധനങ്ങളെല്ലാം തന്നാൽ ഇന്ന് ബ്രോ ഒരു കമ്മിറ്റഡ് ഡിസിഷൻ എടുക്കാൻ തയ്യാറാണോ? ദാറ്റ് യു ഗോണ മേക്ക് ഇറ്റ് ഹാപ്പൻ നോ മാറ്റർ വാട്ട് എന്ന്. ഇനിയൊക്കെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഞാൻ ഈ 10 ലക്ഷം ഉണ്ടാക്കാൻ മാസം തരാനുള്ള ഒരു വകുപ്പ്, ഒരു ബ്ലൂ പ്രിന്റ് എനിക്ക് ഒരു ആരിൽ തന്നാ ഞാനത് ചെയ്യും എന്ന് ബ്രോയ്ക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? മനസ്സിലായോ? ഇവിടെ നമ്മൾ പൈസ ഉണ്ടോന്നൊന്നും അല്ല ചോദിക്കുന്നത്, അവര് ഡിറ്റർമിൻഡ് ആണോന്നാ. ഞാൻ ഇത് വളർന്നു വന്ന ടൈമിൽ, ഞാൻ സ്റ്റഡി ചെയ്ത് വന്ന ടൈമിൽ എനിക്ക് ഇങ്ങനെ ആരും കൊണ്ടുവന്ന് ഒരു ഓഫർ മേക്ക് ചെയ്തിട്ടില്ല. ഞാനായിട്ട് അങ്ങോട്ട് പോയി കണ്ടുപിടിച്ചതാ എന്റെ ഓഫേഴ്സിനെയും എന്റെ മെന്റേഴ്സിനെയും എല്ലാം. റൈറ്റ്, ആരും ഇങ്ങോട്ട് വന്നിട്ട് ഓക്കെ ബ്രോ ഞാൻ ഇന്ന സംഭവങ്ങൾ പറഞ്ഞുതരാം, ഇത്ര രൂപ ഉണ്ടാക്കാനുള്ള ഒരു കറക്റ്റ് മാപ്പ് ഈ ഒരു പാറ്റില്, ഇ കോമേഴ്സിൽ, ഈ ഒരു സ്പെസിഫിക് സാധനത്തില് അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി ഞാൻ ബ്രോയ്ക്ക് പറഞ്ഞു തരാം, ബ്രോ ഇതിനകത്ത് കമ്മിറ്റ് ചെയ്യാൻ തയ്യാറാണ്. ആരും വന്നിട്ടില്ല. ഞാൻ പോയി കണ്ടുപിടിച്ചിട്ട് അവർ എൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്, ബ്രോ ഞങ്ങൾ ഇതെല്ലാം ചെയ്ത് തരാം, ഇതല്ലേ ബ്രോ തയ്യാറാണ്. ഞാൻ അവന്മാരത് ചോദിക്കുന്നതിന് മുമ്പേ തയ്യാറായിരുന്നു. അവന്മാർ ചോദിക്കുന്ന ഇത് എങ്ങനെ ചോദിക്കും എന്ന് ഞാൻ കാണാതിരിക്കുക. കൊള്ളാലോ, മനസ്സിലായോ? സോ അത് ഡിറ്റർമിനേഷൻ ആണ് ആ ക്ലയന്റിന്റെ. അപ്പം അവരുടെ അടുത്ത് പറയും ഇത് വർക്ക്ഔട്ട് ആവുമോ? അപ്പൊ അവിടെ നമുക്ക് എന്ത് മനസ്സിലായി? പുള്ളിക്കാരൻ ഇപ്പൊ ഉള്ളിലൊരു പേടിയുണ്ട്, ഒരു ഒബ്ജക്ഷൻ ഉണ്ട്, വർക്ക്ഔട്ട് ആവുമോ ഇല്ലയെന്ന്. പെട്ടെന്ന് എങ്ങനെ പറയും? ഓക്കെ, അപ്പൊ ടെസ്റ്റ് ക്ലോസിന് നമ്മൾ ഓഡിയോ ആണ് അയക്കുന്നത്. ടെസ്റ്റ് ക്ലോസിൽ ഒബ്ജക്ഷൻസ് ഉണ്ടെങ്കിൽ ഓഡിയോയിലെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അതാണ് ഞാൻ ഈ അയച്ചേക്കുന്നത്. ഇത് ഞാൻ പരമാവധി നോക്കട്ടെ, ഞാൻ എന്റെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് കേൾപ്പിക്കാം. നിങ്ങൾ കേൾക്കുന്ന ഇല്ലെന്ന് പറയണം. ബിക്കോസ് നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ നാളെ ഈ ഒരു സാധനം കാണുന്ന ആരും കേൾക്കാൻ ചാൻസസ് ഇല്ല. ഞാൻ ഇത് റീഫ്രെയിം ചെയ്ത് തരാം, ഒന്നുകൂടെ കേട്ടോ. ബ്രോ, ഇൻസ്റ്റഗ്രാമില് എങ്ങനെ ഓൺലൈനിൽ ഓൾറെഡി ലക്ഷങ്ങള് മന്ത്ലി ജനറേറ്റ് ചെയ്യുന്ന ഏജൻസി കൺട്രോൾ ചെയ്യുന്ന ഒരു മെന്റർ ക്രിയേറ്റ് ചെയ്ത കോഴ്സാണിത്. അത് ഉപയോഗിച്ച് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ബ്രോ, ഒരു സ്റ്റുഡന്റ് ദേവജിത്ത് എന്ന് പറഞ്ഞ സ്റ്റുഡന്റ് വെറും 30 ദിവസം കൊണ്ടാണ് 90K ഉണ്ടാക്കിയത്. ഇപ്പം മന്ത്ലി അവന് ഏകദേശം 1 ലക്ഷം GB ഉണ്ടാക്കുന്നത്. അത് അവൻ ഒറ്റയ്ക്ക് സൈഡിൽ പാർട്ട് ടൈം ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അവൻ ഫുൾ ടൈം ഇത് ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ അവൻ ചെയ്യുന്ന ആ ഒരു സെയിം സാധനം ഒരു 3, 4, 5, 6 പേര് വെച്ച് ചെയ്ത് 10 ലക്ഷമൊക്കെ ഉണ്ടാക്കാന്നേ ഉള്ളൂ. ഓക്കെ, സോ അതിന്റെ ഒരു കേസ് സ്റ്റഡി ഉണ്ട്, അത് ഞാൻ ബ്രോയ്ക്ക് ഇപ്പൊ അയച്ചു തരാം. ബ്രോ, ഇൻസ്റ്റഗ്രാം കേട്ടോ? നിങ്ങളത് കേട്ടില്ലേ? അപ്പൊ ക്ലെയിം അവരോ കേട്ടു. അപ്പൊ അതിനെന്ത് മനസ്സിലായി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ബ്രോ, വർക്ക് ആവോ ഇല്ലെന്നാണ്. അപ്പൊ വർക്ക് ആവുന്നുള്ളതിന്റെ ഒബ്ജക്ഷൻ ആണ്, അത് ഹാൻഡിൽ ചെയ്ത് കൊടുക്കാൻ നമ്മുടെ കയ്യിലുള്ള പ്രൂഫാണ് ദേവജിത്തിന്റെ കേസ് സ്റ്റഡി. അത് നമ്മൾ കാണിച്ചു കൊടുക്കുക, അത് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഈ 90K ഉണ്ടാക്കിയത് അതവൻ പാർട്ട് ടൈം ചെയ്താണ് ഉണ്ടാക്കിയത്. സ്റ്റുഡന്റ് ആയിട്ടിരിക്കുകയാണ്, 17-18 വയസ്സേ ഉള്ളവന്.
18 വയസ്സാണ്. എത്ര ദേവജിത്തിന്റെ ഇയർ എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ 18 എന്ന് പറയാം. ബിക്കോസ് വിസ് നമ്മുടെ 16 വയസ്സിലാണ് അവൻ ഈ ഒരു സാധനം ആദ്യത്തെ കോൾഡ് ഔട്ട് റീച്ച് മെത്തേഡ് ക്രിയേറ്റ് ചെയ്ത് അത് സെയിൽ അടിച്ചത്. ഓക്കെ, സോ 18 വയസ്സേ ഉള്ളൂ. എക്സാക്ട്ലി പറയണം കേട്ടോ, 18 വയസ്സേ ഉള്ളൂ. പക്ഷേ അവൻ ഇത്ര രൂപ വെച്ചാണ് ഉണ്ടാക്കിയത്. ഞാൻ പറഞ്ഞത് അതാണ്. അതേപോലെ സാധനം ഇവൻ ഈ ചെയ്യുന്ന സാധനം ഇവന് മൾട്ടിപ്പിൾ ആൾക്കാരെ വെച്ച് ആ സെയിം പ്രോസസ് ചെയ്യുവാണെങ്കിൽ ഇതിലും ട്രിപ്പിൾ മണി അവന് ക്രിയേറ്റ് ചെയ്യാന്നേ ഉള്ളൂ ബ്രോ. അപ്പം അതിന്റെ കേസ് സ്റ്റഡി ഞാൻ ബ്രോയ്ക്ക് അയച്ചു തരാമെന്നും പറഞ്ഞു. ഓക്കെ, അതാണ് ഞാൻ എന്റെ ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്തത്. പക്ഷെ അവിടെ ആ പുള്ളിക്കാരൻ പറഞ്ഞതാ, ഓക്കെ ഞാൻ കേട്ടായിരുന്നു 1 month 90K, ചെറിയ പേടിയുണ്ട് ബ്രോ, ഞങ്ങൾ കണ്ട് കാണോ ഹെൽപ്പ്, നിങ്ങൾ കൂടെ കാണോ ഹെൽപ്പിനെന്ന്. ചെറിയ പേടിയുണ്ട് ബ്രോ, കൂടെ കാണുമോ ഹെൽപ്പിനെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഈ 1 month കേസ് സ്റ്റഡി നമ്മൾ ഇവിടെ ഇട്ടായിരുന്നു, നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു. അപ്പൊ ഈ ഗ്രൂപ്പിൽ ഇവൻ വാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് അവൻ പറഞ്ഞത് ബ്രോ ആ സാധനം ഞാൻ കണ്ടായിരുന്നു. ബിക്കോസ് ആ സാധനം അവിടെ ഉണ്ട്, അത് കണ്ടിട്ട് ആക്ഷൻ എടുക്കാതിരിക്കുന്ന ഒരാളാണ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ, ഒബ്ജക്ഷൻ ഉള്ളത് കൊണ്ട്. അപ്പം പുള്ളിയുടെ അടുത്ത് നിങ്ങൾ കൂടെ കാണുമോ ഹെൽപ്പിന്. അപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ് പുള്ളിക്ക് ആക്ച്വലി പേടി, ഈ സാധനം നമ്മൾ കൂടെ നിന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് ഞാൻ വേണ്ട കേസ് സ്റ്റഡി അയച്ചു കൊടുത്ത്, എന്നിട്ട് ഓക്കെ ബ്രോ ഐ ഗോ ചെയ്യുമെന്ന് പറഞ്ഞ്. ഓക്കെ, പൊളിയാണല്ലോ ആ കേസ് സ്റ്റഡി നമ്മൾ അയച്ചു കൊടുത്തു. ഈ കേസ് സ്റ്റഡി നിങ്ങൾ അയച്ചു കൊടുക്കണം. അതുകൊണ്ട് ഇതാണ് ആ കേസ് സ്റ്റഡി. ബ്രോ ഇതുവരെ എന്തോരാണ് ഉണ്ടാക്കിയത് നമ്മുടെ ഫോൾഡ് ഓഫ് വെച്ച് ഉപയോഗിച്ച്? ലാസ്റ്റ് മന്ത് ആണ്. അല്ല, സോ ഫാർ ലൈക്ക് ബ്രോ എന്തോരം ഞാൻ പിടിക്കുക ഈ മന്ത് ഇന്നത്തെ കൂടെ കൂട്ടി 10,000. ഇത് ഈ ജസ്റ്റ് ഈ മന്തിന്റെ ആണ് ഇത്. ഈ മന്ത് ടോട്ടലി മൊത്തത്തിലോ? ഫെബ്രുവരി കണ്ടിട്ടുണ്ടാവുമല്ലോ. ഫെബ്രുവരി 90K man. ചില നാട്ടിലുള്ള നമ്മുടെ എഞ്ചിനീയേഴ്സ് പോലും 4 വർഷം എഞ്ചിനീയറിംഗ് പഠിച്ച പിള്ളേർ പോലും ഇപ്പൊ 90K ഉണ്ടാകില്ല. ഓക്കെ, സോ അതാണ് കേസ് സ്റ്റഡി. ഈ കേസ് സ്റ്റഡിയാണ് നിങ്ങൾ അയച്ചു കൊടുക്കുന്നത്. ഓക്കെ, ആ കേസ് സ്റ്റഡി അയച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതാണ്ട് അത് ഹാൻഡിൽ ചെയ്തു. ബ്രോ ഒരു കമ്മിറ്റി ഡിസിഷൻ എടുക്കാൻ തയ്യാറാണെങ്കിൽ വി വിൽ ഗിവ് യു ദ ഫുൾ. അപ്പം മുമ്പ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു, ബ്രോ കമ്മിറ്റി ഡിസിഷൻ എടുക്കാൻ തയ്യാറാണോ. അപ്പം പുള്ളി നമുക്ക് ഉത്തരം തന്നില്ല, പകരം ഒരു ഒബ്ജക്ഷൻ തന്നു. ആ ഒബ്ജക്ഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ട് പകരം നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ എപ്പോഴും നമുക്ക് മറുപടി കിട്ടണം. ഓക്കെ, തിരിച്ച് നമ്മൾ ആ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ഓക്കെ, തിരിച്ച് നമ്മൾ ആ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. കമ്മിറ്റി ഡിസിഷൻ എടുക്കാൻ ബ്രോ തയ്യാറാണോ, ഇഫ് വി വിൽ ഗിവ് യു ഓൾ ദ സപ്പോർട്ട്. അപ്പോൾ സപ്പോർട്ടാണ് വേണ്ടതെന്ന് നമുക്ക് മനസ്സിലായതിനു ശേഷം പിന്നെ നമ്മൾ ആ ക്വസ്റ്റ്യൻ റീഫ്രൈസ് ചെയ്യുവാണ്. ഓക്കെ, let me see. How do you handle people who say I'll buy later? No, I'll buy tomorrow. Okay, I am പറഞ്ഞുതരാം. ഓക്കെ, സോ ഞങ്ങളുടെ പ്രോസസ്സ് മണി മേക്ക് ചെയ്യാൻ ആണ് ഉള്ളത്. ഓൾറെഡി ഞങ്ങളുടെ പ്രോസസ്സ് മണി മേക്ക് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഓൾറെഡി പ്രൂവൺ ആണ്. ഈ 2 മെസ്സേജ് ഇതേപോലെ ഡെലിവർ ചെയ്യാൻ കാരണം ഇവിടെ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യനിൽ നിന്ന് എനിക്ക് മനസ്സിലായ മറുപടി ഉണ്ടാണ്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻസ് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, എങ്കിലും ഓക്കെ ചെയ്യാം ബ്രോ പറഞ്ഞു. ഓക്കെ ചെയ്യാം, മൈജി ലെറ്റ്സ് ഗെറ്റ് ഇറ്റ്. എന്നാലും ഒരു സ്കെയില് എന്നിട്ട് ഇനിയും നമ്മൾ ഇതിന്റെ ചൂട് ഓക്കെ എന്ന് പറഞ്ഞു. എന്നാലും നമ്മൾ അതിന്റെ ആ ചൂട് ഇനിയും ഒളിഞ്ഞു കിടക്കുന്ന കുറച്ച് ഒബ്ജക്ഷൻസ് കാണും. അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചൂട് ടെസ്റ്റ് ചെയ്യുന്ന ഒരു സ്കെയിലാണ് ഇത്. എന്നാലും ഒരു സ്കെയിലിൽ 1 to 10 ഇതാണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും സ്പ്രിംഗ് ആണല്ലോ, ഷെയർ അല്ലേ. എന്നാലും ഒരു സ്കെയിലില് 1 to 10 ബ്രോ എന്തോരം റെഡിയാണ്. 1 to 10 എന്നുള്ളൊരു സ്കെയിലില് ബ്രോ ഏത് നമ്പർ പിക്ക് ചെയ്യും റെഡിയാന്ന് ചോദിക്കുമ്പോ. ഓക്കെ, 8.5 എന്ന് പറഞ്ഞു. 0 to 10 എന്തോരം ഇൻട്രസ്റ്റഡ് ആണെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ അവിടെ ഇൻട്രസ്റ്റിന്റെ റേഞ്ച് ഇതാണ്ട്. ആദ്യം എന്റെ അടുത്ത് പറഞ്ഞത് 8.5, ബാക്കി പേടി. അപ്പൊ ബാക്കി ഇപ്പം 8.5 ചോദിക്കുമ്പോൾ നമ്മൾ അത് എന്തിനാ ചോദിക്കുന്നത് വെച്ചാൽ ബാക്കി എന്തുവാണ് അവർ ഹോൾഡ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. പക്ഷെ ഇവൻ എൻ്റെ അടുത്ത് അത് മുമ്പേ പറഞ്ഞു. ബിക്കോസ് അവൻ ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു ബാക്കി എനിക്ക് പേടിയാ, അല്ലാതെ വേറെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. എന്നാലും എനിക്ക് എന്റെ ഡ്യൂട്ടിയാണ് മനസ്സിലാക്കേണ്ടത്, പേടിയല്ലാതെ വേറെയും വല്ലതും ഉണ്ടോ, വല്ലതും ഉണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ അതുകൊണ്ട് ഞാൻ അതാണ് ഇവിടെ ചോദിക്കുന്നത്. പിന്നെ അല്ല, ഐ ലവ് 8.5 അക്നോളജ് ചെയ്ത്. ഓക്കെ, എന്നാലും ഇസ് പേടി ദ ഓൺലി തിങ് ഹോൾഡിങ് യു ബാക്ക് ഫ്രം ഗെറ്റിംഗ് ടു എ 10 or is there anything else?
ഓക്കെ, പേടി മാത്രമാണോ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നത് ആ 10 എത്താൻ, അതോ വേറെ വല്ലതും ഉണ്ടോ? നോ, വേറെ ഒന്നും ഇല്ല, ലെറ്റ്സ് ഡു ദിസ്. ഓക്കെ, തീ അയച്ചു, ഞാൻ കണ്ട റോക്കറ്റ് ഇട്ട് കൊടുത്തു. കണ്ടോ, നിങ്ങളിത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എല്ലായിടത്തും കണ്ടോ, ഇവിടെ കണ്ടോ റോക്കറ്റ്, ഇതുണ്ടോ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അവിടെ കണ്ടോ റോക്കറ്റ്, പിന്നെ കണ്ടോ പൊളിയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവിടെ കണ്ടോ റോക്കറ്റ്, കണ്ടോ റോക്കറ്റ് എല്ലായിടത്തും ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പരമാവധി റോക്കറ്റ് യൂസ് ചെയ്യണം. ബിക്കോസ് റോക്കറ്റ് നമ്മുടെ ബ്രാൻഡിന്റെ ഒരു ലോഗോയും കൂടെയാണ്. അതേ ടൈമിൽ നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഐക്കോൺ ആണ്. റൈറ്റ്, റോക്കറ്റ് എന്തോ ഗോയിങ് അപ്പ്. നമ്മൾ പറഞ്ഞ നമുക്കൊരു സ്ലോഗൻ ഉണ്ട്, സീ യു അറ്റ് ദി ടോപ്പ്. അതൊക്കെ നമ്മൾ യൂസ് ചെയ്യും. അപ്പം അതെന്നൊക്കെ പറയുന്നത് ഒരു കൾച്ചറാണ്, കൾച്ചർ ക്രിയേറ്റ് ആണ്. ഇപ്പൊ ഈ റോക്കറ്റ് ഇടുമ്പോൾ എപ്പോഴും അവർക്ക് ഒരു മോട്ടിവേഷൻ തോന്നും. ഈ ചെറിയൊരു റോക്കറ്റ് കാണുമ്പോൾ നാളെ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഇടുമ്പോഴത്തേക്കും അവർക്ക് ആ സെയിം ഫീലിംഗ് വന്നപ്പോൾ നാളെ അവര് റോക്കറ്റ് ആയിരിക്കും ഇടാൻ പോകുന്നത്. ഓക്കെ, സോ ഐ കാൻ വെയിറ്റ് ടു സീ യു അറ്റ് ഒരു കാര്യം ചോദിച്ചോട്ടെ ബ്രോ, സൂപ്പർ പ്രൊഫൈലിന്റെ ലിങ്ക് അയച്ചോട്ടെ. പക്ഷെ അയാൾ അമേരിക്കൻ ആ ഒരു കൺട്രി വേറെ നേഷൻ അല്ലേ, അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? അമേരിക്കയില് യൂസ് ചെയ്യാൻ പറ്റണമല്ലോ, എന്തുകൊണ്ട് പറ്റത്തില്ല? അവർക്ക് പേയ്മെന്റ് കാർഡ് വെച്ച് നടത്താൻ പറ്റുമെന്ന് തോന്നുന്നു എനിക്ക്. ബിക്കോസ് നമ്മളിത് പക്ഷെ നാട്ടിലാണ് മിക്ക സെയിൽസും നമ്മുടെ നടക്കുന്നത്. അല്ലെങ്കിൽ അമേരിക്കയിലാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ബിക്കോസ് ആ സൂപ്പർ പ്രൊഫൈൽ ഇല്ലേ ബ്രോ, അത് ഫുള്ള് മാറ്റും കേട്ടോ. ചിലപ്പോ സൂപ്പർ പ്രൊഫൈലേ മാറിയിട്ട് വൂപ്പ് പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ വേറെ പ്ലാറ്റ്ഫോമിലോ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ബിക്കോസ് അതിപ്പോ ജസ്റ്റ് സാമ്പിൾ ഫണലാണ്. അപ്പൊ അത് മൊത്തത്തിൽ റീഡിസൈൻ ചെയ്യുന്നതിന്റെ സാധനമാണ് ഞാൻ മുമ്പ് കാണിച്ചു തന്നത്, ആ വേർഡ് ഡോക്യുമെന്റ്. അപ്പൊ അത് റീഡിസൈൻ ചെയ്തതിന് ശേഷം പേയ്മെന്റ്സ് നമുക്ക് പല ബിക്കോസ് നമ്മൾ വേറെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നതനുസരിച്ച് നമുക്ക് വേറെ പല ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ആവും ആ പ്ലാറ്റ്ഫോമിൽ. അത് നമ്മൾ അഡ്വാൻറ്റേജ് യൂസ് ചെയ്യും. സോ അപ്പം ഞാൻ കണ്ട പവർ ഫ്ലോ ചെയ്യുക ഇതവൻ എനിക്ക് അല്ലാതെ ചോദിച്ചതാ, തീർന്നില്ലേന്ന് ഈ ഒരു ഗെയിം പ്ലാൻ. ബിക്കോസ് അവൻ എനിക്കൊരു ഡെഫിനറ്റ് ആൻസർ തരാത്തോണ്ട് തീർന്നില്ല. നോ, സോ ഞാൻ ചോദിക്കുക ലെറ്റ്സ് മേക്ക് ഇറ്റ് റൈൻ. ഓക്കെ, അവൻ ലെറ്റ് മീ നോ ആഫ്റ്റർ യു ഡൺ വിത്ത് ദ പർച്ചേസ് ആൻഡ് ഐ വിൽ പ്രൊസീഡ് വിത്ത് യുവർ ഓൺ ബോർഡിംഗ്. ഇത് ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. ഓക്കെ, ലൊമിനോ ആപ്പ്, സോ മേക്ക് ഇറ്റ് റൈൻ. ഞാൻ ഇവിടെ ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി താപ്പോട്ട് പോയി. നോ വേറെ ഒന്നും ഇല്ല. ഞാൻ കണ്ട ഓഡിയോ അയക്കുക. ഈ ഓഡിയോയിൽ ക്ലോസ് ആണ്. ഓക്കെ, ഈ ഓഡിയോ ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് ടെസ്റ്റ് ക്ലോസ് കഴിഞ്ഞു, ഇനി നമ്മൾ ക്ലോസിലോട്ട് പോവുകയാണ്. ഓക്കെ ബ്രോ, മനസ്സിലായി. ചെറിയ ഇത് എങ്ങനെ ചെയ്യും, എല്ലാ ദിവസവും എങ്ങനെയൊക്കെ ഓപ്പറേറ്റ് ചെയ്യും, മൈൻഡ് സെറ്റ് സംഭവങ്ങളൊക്കെ ആക്ച്വലി ഉള്ള ഒരു കമ്മ്യൂണിറ്റിയും കൂടെ ഞങ്ങൾ ഇതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് അതിന്റെ ആക്സസും ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല. അപ്പം മൈക്കിൾ ബ്രോന്റെ ആ ഒരു ആക്കി ആ പേര് മാറ്റാൻ ഡെയിലി എങ്ങനെ സംഭവങ്ങൾ ചെയ്യണം, എന്തൊക്കെയാണ് മൈൻഡ് സെറ്റ് ചെയ്യേണ്ടത്, ഡെയിലി ശീലങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു തരും ബ്രോ, ഒരു ക്ലിയർ പാത്ത് പോലെ. സോ അതിന്റെ ലിങ്ക് ഞാനിപ്പോൾ അയച്ചു തരാം. ബ്രോ ഒന്ന് ചെക്ക് ചെയ്യും. ഇന്നിപ്പോ ബ്രോയ്ക്ക് അതിനകത്ത് ഒരു സെക്ഷൻ കണ്ടതിന് ശേഷം പർച്ചേസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അവസാനത്തെ അക്നോളജ്മെന്റും നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ട് ബ്രോ. അപ്പോഴത്തേക്കും മൈൻഡ് സെറ്റും സംഭവങ്ങളും കൂടെ ബ്രോക്ക് യൂട്ടിലൈസ് ചെയ്ത് ഡെയിലി എങ്ങനെ ഈ സംഭവങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആക്ഷൻ എടുക്കണമെന്ന് എല്ലാം അതിനകത്ത് ബ്രോയ്ക്ക് പറഞ്ഞു തരും. സോ അതുകൊണ്ട് ഞാൻ ബ്രോയ്ക്ക് ലിങ്ക് അപ്പോൾ അയക്കുവാണ്. ബ്രോ എന്തായാലും അതിനകത്ത് കയറിയതിനു ശേഷം എന്നെ ഇത് അറിയിക്കുക. അത് ഈ ഒരു സാധനം കണ്ട ബ്രോ ജോയിൻ ചെയ്തതിന് ഈ ഒരു സാധനം കണ്ട, ഈ ഒരു സാധനം ഞാനിപ്പോൾ ഇവന് ടെക്സ്റ്റ് ആണ് ചെയ്തത്. എന്നിട്ട് ഈ ഒരു സാധനം നിങ്ങൾക്ക് കണ്ട, അത് ഈ ഒരു സാധനം ഇവിടെ കിടക്കുന്നത്. ബ്രോ ഇത് ചെയ്തതിന് ശേഷം അത് ചെയ്തതിന് ശേഷം നമ്മളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ബ്രോ ഇത് ചെയ്തതിന് ശേഷം ലെമ്മി നോ എന്നല്ല, പ്ലീസ് സെൻഡ് മീ എ സ്ക്രീൻഷോട്ട് എന്ന് വേണം പറയാൻ. അപ്പൊ ഇത് നിങ്ങൾക്ക് ഈ ഓഡിയോക്കകത്ത് അയക്കാം. എങ്ങനെ ഇതുണ്ട് ബ്രോ. അപ്പം ബ്രോയ്ക്ക് ഞാൻ ഇപ്പൊ ലിങ്ക് അയച്ചു തരാം. ഇത് ബ്രോ ചെയ്തതിന് ശേഷം പ്ലീസ് സെൻഡ് മീ എ സ്ക്രീൻഷോട്ട് ആൻഡ് ഐ വിൽ ഡയറക്ട് യു ടു അവർ ഓൺബോർഡിംഗ് സ്പെഷ്യലിസ്റ്റ് സാബിത്ത്. അപ്പൊ സ്ക്രീൻഷോട്ട് അയച്ച് അവര് കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ ഓൺബോർഡിംഗ് സ്പെഷ്യലിസ്റ്റ് സാബിത്തിന്റെ അടുത്തോട്ട് ഇവരെ ഡൈവേർട്ട് ചെയ്ത് വിടും.
ഇപ്പൊ സാബിത്തിൻ്റെതായിട്ട് ഒന്നെങ്കിൽ ഒരു ഗ്രൂപ്പിലോട്ടോ എന്തെങ്കിലും ഒരു സ്ഥലത്തോട്ട് നമ്മൾ അവർക്ക് ആക്സസ് കൊടുക്കും. ആ ആക്സസ് നിങ്ങളാണ് കൊടുക്കുന്നത് ഈ കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം. ഓക്കെ, സോ യു വിൽ ബി എന്നിട്ട് നിങ്ങൾക്ക് ഇത് പറയാം, he will be the one to give you access to a private mindset community and will also give you a list of different opportunities to make money on Instagram. ഇത് പറഞ്ഞതിന് ശേഷം ഇത് പറയുമ്പോൾ ഇതിന്റെ കൂടെ പറയേണ്ട സാധനമാണ് ഇത്. അപ്പൊ ടെക്സ്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ വേണ്ട ഇവിടെ ടെക്സ്റ്റ് ചെയ്യുക, ലിസ്റ്റ് ഓഫ് ഡിഫറെന്റ്. ഇത് ഞാൻ ടെക്സ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഈ സാധനം പറയാം, നിങ്ങൾക്ക് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. അപ്പൊ സാബിത്ത് വേണ്ട, അപ്പൊ സാബിത്തിന്റെ അടുത്ത് ഞങ്ങൾ ഓൺ ബോർഡിംഗ് സ്പെഷ്യലിസ്റ്റ് സാബിത്തിന്റെ അടുത്തോട്ട് ബ്രോയിനെ ഡൈവേർട്ട് ചെയ്യും. അതിനുശേഷം പുള്ളിക്കാരനായിരിക്കും ബ്രോയ്ക്ക് പ്രൈവറ്റ് മൈൻഡ്സെറ്റ് കമ്മ്യൂണിറ്റിയിലോട്ട് ആക്സസ് തരുന്നത്. അവിടെ ബ്രോയ്ക്ക് ഇൻസ്റ്റഗ്രാമിൽ പൈസ ഉണ്ടാക്കാനുള്ള പലതരം ഓപ്പർച്യൂണിറ്റീസ് ഡിസ്കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് എന്നിട്ട് ആൻഡ് ഐ ക്യാൻ വെയിറ്റ് ടു സീ യു അറ്റ് ദി ടോപ്പ്, ലെറ്റ്സ് ഗോ. ഓക്കെ, ഐ ക്യാൻ വെയിറ്റ് ടു സീ യു അറ്റ് ദി ടോപ്പ്, റൈറ്റ്? എന്നിട്ട് ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞിട്ടിട്ട് ലിങ്ക് അയച്ചു കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ ഇത് ഇത്രയും പറഞ്ഞതിന് ശേഷം ലിങ്ക് അയച്ചു കൊടുക്കണം. നിങ്ങൾ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് ഇത് ഇത്രയും പറയാം, പരമാവധി ഇത് ഇത്രയും പറഞ്ഞിട്ട് ലിങ്ക് അയച്ചു കൊടുക്കണേ ഞാൻ പറയത്തുള്ളൂ. അപ്പോഴത്തേക്കും ആ ലിങ്ക് ഇതിനകത്ത് എന്ത് ചെയ്യണം, അത് ചെയ്തതിന് ശേഷം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലായി. അതിനനുസരിച്ച് ഞാൻ ഇവിടെ മാറ്റം വരുന്നത്. സെൻഡ് ലിങ്ക് എടുത്ത് താഴെ ഇടാം. ഇതാണ് പ്രോസസ്സ്. എന്നിട്ട് നമ്മൾ ലിങ്ക് അയച്ചു കൊടുക്കുന്നത്. ലിങ്ക് അയച്ചു കൊടുത്തതിന് ശേഷം മുമ്പ് ഒരു എൻ്റെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു, അവർ നാളെ മേടിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയുള്ളൂ? ഓക്കെ, ഉണ്ടെ ഞാൻ എന്താ ചോദിച്ചാൽ ലെറ്റ് മീ നോ വെൻ യു ഡൺ പർച്ചേസ് ആൻഡ് പ്രൊസീഡ് വിത്ത് യുവർ ഓൺ ബോർഡിംഗ് സ്പെഷ്യലിസ്റ്റ് എന്ന് ഞാൻ ഇവിടെ പിന്നീടാണ് ഞാൻ പറഞ്ഞത്. ഉണ്ടെ ഐ വെയിറ്റ് ഫോർ ഇറ്റ് എന്ന് ഉണ്ടെ ഞാൻ ഓക്കെ അത് അക്നോളജ് ചെയ്യും. എപ്പോഴും നമ്മൾ അക്നോളജ് ചെയ്യില്ല. സോ ഞാൻ പിന്നെ അക്നോളജ് ചെയ്യാണ്. ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദറ്റ് യു വോണ്ട് വെയിറ്റ് ഫോർ. എന്താണ് ബ്രോയ്ക്ക് വെയിറ്റ് ചെയ്യേണ്ടത്? ഓക്കെ, എനിക്ക് മനസ്സിലായി ബ്രോയ്ക്ക് വെയിറ്റ് ചെയ്യണമെന്ന്. പക്ഷെ എന്താണ് ബ്രോയ്ക്ക് വെയിറ്റ് ചെയ്യേണ്ടത്? വാട്ട് സ്റ്റോപ്പിംഗ് യു ഫ്രം ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ടുഡേ ഫോർ യുവർ ഗോൾസ്? ബ്രോയുടെ ഗോൾസ് അക്കംപ്ലിഷ് ചെയ്യാൻ. ആ ഗോൾസ് എന്തൊക്കെയാണെന്ന് അറിയാലോ. ഓൾറെഡി നമ്മളൊരു ഒരു ഐഡിയ പറഞ്ഞു കഴിഞ്ഞു. പുള്ളിക്കാരൻ നമ്മളടുത്ത് പറഞ്ഞു 10 ലക്ഷമാണ്, ഇതാണ് എന്താണ്. ഓക്കെ, എന്താണ് ബ്രോനെ ആ ഗോൾസിലേക്ക് എടുക്കാനുള്ള ഇന്നത്തേക്ക് ആ ഒരു ഡിസിഷൻ എടുക്കാൻ, ആ ഡിസിഷനെ സ്റ്റോപ്പ് ചെയ്യുന്നത് എന്താണ്? യെസ്, ഐ നീഡ് എ പ്രോപ്പർ ഗൈഡൻസ്. അപ്പൊ പിന്നെയും ഗൈഡൻസിലേക്ക്, ഇപ്പോഴും ആ ഒബ്ജക്ഷൻ ഹാൻഡിൽ ആവാത്തോണ്ടാണ് പിന്നെയും ഗൈഡൻസിലേക്ക് എന്ന് പറഞ്ഞത്. ഇവിടെ ഞാൻ ഒരു ഓഡിയോ അയച്ചിരുന്നെങ്കിൽ, ഇവിടെ ഓഡിയോ അയച്ചാണ് ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്തതെന്ന് തോന്നുന്നു അല്ലേ? തീർന്നില്ല, വെയിറ്റ് ഫോർ ഇറ്റ്. അപ്പൊ എന്തായാലും ഐ നീഡ് എ പ്രോപ്പർ ഗൈഡൻസ് എന്ന് പറഞ്ഞു. ആ സെറ്റ് ആൻഡ് പെർഫെക്റ്റ്. സെറ്റ് എന്നാ പെർഫെക്റ്റ്. പ്രോപ്പർ ഗൈഡൻസ് ഉള്ളതുകൊണ്ട് ആണ് ബ്രോ ഞങ്ങളുടെ സ്റ്റുഡൻസ് എല്ലാം മണി മേക്ക് ചെയ്യുന്നത്. കൂടാതെ 500+ ആൻഡ്രൂ ടേറ്റിന്റെയും ഇമാം ഖാസിയുടെയും കോഴ്സും റീസെല്ലിംഗ് അവൈലബിൾ ആണ്. ഇവിടെ നമ്മൾ പ്രോപ്പർ ഗൈഡൻസ് എന്നുള്ള ആ ഒരു ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്യുവാണ്. അപ്പം ആൻഡ്രൂ ടേറ്റ് പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കുമെന്ന് നമുക്ക് പ്രൂവൺ ആണ്. പുള്ളിക്കാരൻ ബുഗാട്ടി എടുത്ത് ഓൾറെഡി വേൾഡിനെ ഫുള്ള് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇമാം ഖാസി മില്യൺസ് ഉണ്ടാക്കുന്ന ഫേമസ് ആൾക്കാരാണ്. അവരുടെ കോഴ്സ് നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് പ്രോപ്പർ ഗൈഡൻസ് ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പം അതിനകത്ത് ഞങ്ങളുടെ ഈ ഒരു കോഴ്സിനകത്ത് തന്നെ വേറെ കോഴ്സുകളുണ്ട് ബ്രോ, പ്രോപ്പർ ഗൈഡൻസ് തരുന്നത്. ആ ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്യുക. യു ക്യാൻ ഓൾസോ യൂസ് ദാറ്റ് ഫോർ ഗൈഡൻസ് യുവർസെൽഫ്. ഈ കോഴ്സുകൾ ഞങ്ങൾ ആക്ച്വലി തരുന്നത് റീസെല് ചെയ്ത് പൈസ ഉണ്ടാക്കാനാണ്. ഓക്കെ, അത് വേണ്ട ഓഡിയൻസിനെ കണ്ടുപിടിച്ച് റീസെല് ചെയ്യുക. അത് എങ്ങനെ കണ്ടുപിടിക്കണമെന്നെല്ലാം ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ഓഡിയോ അയക്കാം. ഓഡിയോസ് ആണ് ഫാസ്റ്റർ. ഓക്കെ, അപ്പം ഇതെങ്ങനെ ചെയ്യുന്നുണ്ട് ഇതിനകത്ത് ഈ വേറെ കോഴ്സുകളിനകത്തും പറഞ്ഞിരുന്നുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ എടുത്ത് റീസെൽ ചെയ്യാം, അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടി ഗൈഡൻസിന് ഉപയോഗിക്കാൻ പറ്റുന്ന തരം കോഴ്സ് ഇതിനകത്തുണ്ട് ബ്രോ. അപ്പോഴത്തേക്ക് ഈ വേണ്ട എസ് ഐ നീഡ് പ്രോപ്പർ ഗൈഡൻസ് എന്ന് പിന്നെയും പറഞ്ഞത് ഇതിനകത്ത്. മുമ്പ് ഞാൻ എസ് ഐ നീഡ് പ്രോപ്പർ ഗൈഡൻസ് എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു സാധനം പറഞ്ഞോ? ഇല്ല, ഇത് ഞാൻ എന്റെ വേറെ ബോംബാണ്, ഞാൻ എന്റെ കൈ വെച്ചിരുന്നതാണ്. അപ്പൊ പിന്നെ പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഏതൊരു ഇട്ട് കൊടുത്ത്. ഓക്കെ, താങ്ക്സ് മാൻ. എങ്ങനെ ക്ലാസ് ഒക്കെ ബ്രോ? വി ഹാവ് ഓൾ ദ സപ്പോർട്ട് ടു ഡെഫിനറ്റ്ലി മേക്ക് ദിസ് ഹാപ്പൻ. ബട്ട് എനിക്ക് അറിയേണ്ടത് ഇവിടെ ഇനി ക്വസ്റ്റ്യൻ മാറി. ഓക്കെ, എനിക്ക് അറിയേണ്ടത് ഞങ്ങൾ ബ്രോയ്ക്ക് ഗൈഡൻസും സപ്പോർട്ടും മൈൻഡ് സെറ്റും മാസ്റ്റർ ക്ലാസ്സും ഉപയോഗിച്ച് ബ്രോയ്ക്ക് 10 ലക്ഷം ഉണ്ടാക്കാനുള്ള കംപ്ലീറ്റ് റോഡ് മാപ്പ് തന്ന ബ്രോയ്ക്ക് അവിടെ എത്താൻ വേണ്ടിയുള്ള എല്ലാ ആക്ഷനും ബ്രോ എടുക്കും എന്ന് ഉറപ്പാണ്. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ അവരെ ക്വാളിഫൈ ചെയ്യുക. നമ്മൾ മേടിക്കൂ അല്ലെങ്കിൽ നിങ്ങൾ ഉറപ്പാണോ, നിങ്ങൾ ഗൈഡൻസ് ഇല്ലയോ ഒന്നും പറയല്ല. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഞങ്ങളുടെ സംഭവം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന്? അതാണ് നേരെ ചോദിച്ചാലുള്ള ഇതിന്റെ രീതി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഗൈഡൻസ് സംഭവങ്ങളെല്ലാം തന്നെ 10 ലക്ഷം ഉണ്ടാക്കാൻ ബ്രോയെ കൊണ്ട് പറ്റുമെന്ന് ബ്രോയ്ക്ക് ഉറപ്പുണ്ടോ?
എന്നാണ്. ഓക്കെ, ക്ലാസ് എല്ലാം ഇൻഫർമേഷൻ ഫ്രം സ്ട്രൈറ്റ് ബില്യനേഴ്സ് ആണ്. ഓക്കെ, യെസ്, എനിക്ക് അത് ചെയ്യണം. ഈസി ആണോ? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. സീനില്ല ബ്രോ, ഞാനിതിന്റെ റെക്കോർഡിങ് പിന്നീട് നിങ്ങൾക്ക് എല്ലാവർക്കും തരാം. നിങ്ങൾക്ക് കയറി ഡീറ്റെയിൽ ആയിട്ട് ഇത് കണ്ട് മനസ്സിലാക്കി കുറച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ആ ഒരു സ്കില്ല് എടുത്തതിന് ശേഷമായിരിക്കും നമ്മൾ ഫീൽഡിൽ ഇറങ്ങുന്നത്. ഓക്കെ, ഇപ്പൊ എന്തായാലും ഇന്ന് ഞാൻ വീഡിയോ എല്ലാവർക്കും തരാം. അപ്പം ഓക്കെ, ഈസി ആണോ എന്ന് വെച്ച്. അപ്പൊ ദെൻ ആർ യു റെഡി? അപ്പൊ ഈസി ആണോ? ദെൻ ആർ യു റെഡി ടു മേക്ക് എ കമ്മിറ്റഡ് ഡിസിഷൻ ടുഡേ? അപ്പൊ ഇവിടെ എനിക്ക് ഞാൻ ആക്ഷൻ എടുക്കാൻ ബ്രോ ചെയ്യുമെന്ന് ഉറപ്പാണോ എന്ന് ചോദിച്ചോണ്ടെങ്കിൽ ഞാൻ പിന്നെയും ചോദിക്കും, ഇന്ന് ഡിസിഷൻ എടുക്കാൻ തയ്യാറാണോ എന്ന്. പിന്നെയും ഞാൻ എന്റെ മുമ്പത്തെ ക്വസ്റ്റ്യനിലോട്ട് വരുവാണ്, ആ ഒരു ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്തതിന് ശേഷം. ഓക്കെ, സെയിം പ്രോസസ്സാണ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു ദെൻ ആർ യു റെഡി ടു മേക്ക് എ കമ്മിറ്റഡ് ഡിസിഷൻ ടുഡേ, എന്നിട്ട് ഈ സാധനം അക്നോളജ് ചെയ്ത് അതിന്റെ മറുപടി എടുക്കുക. ലെറ്റ് മീ ടെൽ യു ദി ട്രൂത്ത്, നത്തിങ് ഈസ് ഈസി ബ്രോ, ബട്ട് ബിഗിനേഴ്സിന് വരെ മണി മേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്നും എളുപ്പമല്ല ബ്രോ, പക്ഷെ ബിഗിനേഴ്സിന് വരെ മണി മേക്ക് ചെയ്യാൻ പറ്റുമെന്ന് പ്രൂവൺ ആണ്. അതിൻ്റെതായ വർക്ക് ചെയ്യണം. ഈ ബിസിനസിന്റെ റിസ്ക് എന്ന് പറയുന്നത് ഒരാള് വർക്ക് ആവുകയില്ല എന്നുള്ള, വർക്ക് ആകുന്ന ഒരു ഇൻഫർമേഷൻ ആണ് നമ്മൾ വേറൊരാൾക്ക് കൊടുക്കുന്നെങ്കിൽ, എന്നിട്ട് അയാൾ ഒരു മണി അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ റിസ്ക് എന്ന് പറയുന്നത് പുള്ളി എടുക്കുന്ന ആക്ഷൻ എടുക്കുവോ എടുക്കത്തില്ലയോ എന്നുള്ളതാണ് റിസ്ക്. ഓക്കെ, ആ ആക്ഷൻസ് എടുക്കാൻ മണി ഉണ്ടാക്കും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. എനിക്ക് എപ്പോഴും അങ്ങനെയായിരുന്നു എന്റെ ലൈഫിൽ. ഓക്കെ, സോ then are you ready to make committed decision? Yes പറഞ്ഞു. Okay, and it's also shows you make money like experts too. We cover every levels. Okay, so മനസ്സിലായി. ബട്ട് സ്റ്റാർട്ടിങ് തൊട്ട് കൂടെ ഒന്ന് ഉണ്ടെന്ന് ഈസി ആയിരിക്കും, ഉണ്ടെങ്കിൽ ഈസി ആയിരിക്കും. സ്റ്റാർട്ടിങ് തൊട്ടേ ഉണ്ടെങ്കിൽ ഞാൻ ആ ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്യുക. വി ആർ ഓൾവേസ് ഹിയർ ഫോർ യു മൈ ജി. നമ്മൾ ഓരോ ബോളായിട്ട് അടിക്കും, നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് ഛർദ്ദിച്ചിടുന്നില്ല അവരുടെ പ്ലേറ്റിലോട്ട്. നമ്മൾ ഒന്നൊന്നായിട്ട് സെറ്റ് ചെയ്യുക, മനസ്സിലായോ? So, we are always here for you, 24/7 you get access to the trainings. ഞങ്ങളുടെ മൊഡ്യൂൾസിൽ 24 മണിക്കൂർ നിങ്ങളുടെ ടെലിഗ്രാമിൽ ആക്സസ് ഉണ്ട്. എപ്പോൾ വേണമെങ്കിലും കയറി ഏത് ഇൻഫർമേഷനും നോക്കാം. എന്നിട്ട് സപ്പോർട്ട് വർക്കിംഗ് അവേഴ്സിൽ ഞങ്ങളുടെ ടീമിന്റെ കയ്യിൽ നിന്ന് സപ്പോർട്ട് കിട്ടും, അഫിലിയേറ്റ്സിന്റെ കയ്യിൽ നിന്ന്. അല്ലെങ്കിൽ അഫിലിയേറ്റ്സ് സാബിത്തിന്റെ അടുത്തോട്ട് എന്തെങ്കിലും വേറെ സംഭവം ഉണ്ടെങ്കിൽ സാബിത്ത് ഹാൻഡിൽ ചെയ്യും. സാബിത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ അതിനും വലിയ ഹെൽപ്പ് വേണമെങ്കിൽ സാബിത്ത് അവരെ ക്വാളിഫൈ ചെയ്ത് എൻ്റെ അടുത്തോണ്ട് ഇൻഡ്യൂട്ട് എന്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ അവർക്ക് എന്ത് ഹെൽപ്പാണോ വേണ്ട അത് ഞാൻ ക്ലിയർ ചെയ്ത് കൊടുക്കും. റൈറ്റ്, അതുകൊണ്ട് ഞങ്ങളുടെ ടീമിന്റെ നിന്ന് ഫുൾ സപ്പോർട്ടും ഉണ്ട്. വാട്ട് ഡു യു തിങ്ക്? ഇറ്റ്സ് ഗ്രേറ്റ്. ലാസ്റ്റ് വരെ കാണുമോ? പിന്നെയും ബ്രോ ലാസ്റ്റ് അവരെ കാണും, ഞാൻ ഉറപ്പ് വരുത്തിയാ മതി. ബ്രോ ലാസ്റ്റ് വരെ കാണുമെന്ന് ഉറപ്പ് വരുത്തിയാൽ മതി. വി ആർ ഗോയിങ് ടിൽ ദ എൻഡ് ആൻഡ് ബിയോണ്ട്. ഓക്കെ, ഞങ്ങൾ അങ്ങ് അറ്റം വരെ കാണും, അതും കഴിഞ്ഞ് ഞങ്ങൾ പോകാനാണ് ഞങ്ങൾ നിൽക്കുന്നത്. ബ്രോ ലാസ്റ്റ് വരെ കാണുമെന്ന് ബ്രോ ഉറപ്പ് വരുത്തിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, എങ്കിൽ പിന്നെ സെറ്റ്, നമുക്ക് തുടങ്ങാം. ഓക്കെ, റൈറ്റ് നൗ പ്രോഗ്രാം 499 അഫോർഡബിൾ പ്രൈസിന് ഇട്ടേക്കുന്നത്. ബട്ട് സൂൺ പ്രൈസ് കൂടും, അബവ് 1K. യു ക്യാൻ ഗെറ്റ് സ്റ്റാർട്ട് ടുഡേ ആൻഡ് ഐ വിൽ ഗിവ് യു എ ബോണസ് കോഴ്സ് ആസ് വെൽ. നാളെ തുടങ്ങാന്ന് പറയുമ്പോൾ നമുക്ക് പറയുന്ന സാധനം ബ്രോ, ഈ സാധനത്തിന്റെ പ്രൈസ് പെട്ടെന്ന് കൂടും. അപ്പം ബ്രോയ്ക്ക് പൈസയുടെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഇപ്പം നാളെ തുടങ്ങാന്ന് ഇപ്പൊ ചില ആൾക്കാർ എന്തുകൊണ്ടാണ് ബ്രോ നാളെ തുടങ്ങാമെന്ന്, എന്തെങ്കിലും വാട്ട് ഈസ് സ്റ്റോപ്പിംഗ് യു ഫ്രം ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ടുഡേ? എന്താണ് ബ്രോ ഇന്ന് തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യുക? അത് പിന്നെ എനിക്ക് ഉപ്പാന്റെ കാർഡ് വേണം, ഉപ്പാന്റെ കാർഡ് എനിക്ക് നാളെ രാവിലെ കിട്ടത്തുള്ളൂ. ആണോ? എനിക്ക് കുഴപ്പമില്ല ബ്രോ, അത് അതിനനുസരിച്ച് സെറ്റ് ചെയ്താൽ മതി. വേറെ ഒന്നും ഇല്ലല്ലോ ബ്രോയ്ക്ക്. അല്ലാതെ പൈസ ഇല്ലായ്മയോ അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഹാൻഡിൽ ചെയ്യണം. ഹാൻഡിൽ ചെയ്തിട്ട് നമുക്ക് ഇതൊരു അവർക്ക് ഒരു സ്പ്ലിറ്റ് പേയ്മെന്റ് ആക്കി നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. റേറസ്റ്റ് മോസ്റ്റ്ലി അതങ്ങനെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഓക്കെ, എനിക്ക് ഇൻഫർമേഷൻ വേണം ബ്രോ. നിങ്ങൾ ആ ഒരു ക്ലയന്റ് ഫുള്ളി ഡിറ്റർമിൻഡ് ആണ്, ഇത് കിട്ടിയ ഞാനിത് ഉറപ്പായിട്ടും പഠിക്കും. പക്ഷെ എനിക്ക് ഈ 499 എൻ്റെ 499 ഒരു എടുക്കാനില്ല എന്നും പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് അറ്റ് എൻഡ് നമ്മളിത് സ്പ്ലിറ്റ് ചെയ്ത് ഒരു ഗൂഗിൾ പേയ്മെന്റ് വെച്ച് അതിന്റെ അല്ലെങ്കിൽ ഒരു 60% 70% ഡെപ്പോസിറ്റ് ഇട്ട് നമ്മൾ ആക്സസ് കൊടുക്കണം. ഓക്കെ ഓക്കെ ബ്രോ, എങ്ങനെ അത് നോക്കാം. ബട്ട് പരമാവധി നിങ്ങൾ ഈ ഇത് ഹാൻഡിൽ ചെയ്ത് സെയിം ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ഓപ്ഷനായിട്ട് വെച്ചേക്കേ ചെയ്യല്ലേ. ബിക്കോസ് നിങ്ങളെ കൊണ്ട് 499 എന്നുള്ള രൂപ ഈസി ആയിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റും. അവർക്ക് ഈ പൈസ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല കാര്യം. അവർക്ക് ആ പൈസ ഇല്ലാഞ്ഞിട്ടും അവർ ആ പൈസ ഉണ്ടാക്കി കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നതിലാണ് കാര്യം. മനസ്സിലായോ? ബിക്കോസ് അപ്പോഴായിരിക്കും അവര് ഓക്കെ എൻ്റെ ഇല്ലാണ്ട പൈസ എടുത്തുകൊണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത സാധനം, അതുകൊണ്ട് ഞാനിത് നല്ല രീതിയിൽ നോക്കും. ഫ്രീ ആയിട്ട് നമ്മൾ ആർക്കും എന്ത് കൊടുത്താലും ആരും അതൊന്നും നോക്കാൻ പോകുന്നില്ല.
മനസ്സിലായോ? അപ്പം ഇപ്പൊ ഞാൻ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസാണ് എനിക്ക് വിറ്റെങ്കിൽ അത് സത്യം പറഞ്ഞാൽ 499 പോലും ഞാനിത് വിൽക്കില്ലേ. ഞാനിത് ആക്ച്വലി ഇതിനകത്തുള്ള ഈ ഒരു ഇൻഫർമേഷൻസ് എല്ലാം വെച്ച് മിനിമം 1000 മുകളിലോട്ടായിരിക്കും പോകണം, അല്ലെങ്കിൽ 5000 മുകളിലോട്ടെങ്കിലും പോകാനുള്ള ഇൻഫർമേഷൻ പ്യുവർ ആയിട്ടുണ്ട്. റൈറ്റ്? 80,000 വേണമെങ്കിൽ എനിക്ക് 50,000 വരെ വിൽക്കാം. പക്ഷെ 50,000 തന്നിട്ട് ഈ ഒരു കോഴ്സ് പഠിക്കാൻ ഇരിക്കുന്ന ആ ഒരു ഡിറ്റർമിനേഷൻ ആയിരിക്കത്തില്ല 499 തന്നിട്ട് ചിലപ്പോൾ ആൾക്കാർ ഇരിക്കുന്നത്. പക്ഷെ എന്നാലും നമ്മളിത് പിള്ളേർക്ക് വിൽക്കുന്നോണ്ടാണ് 18 17 ആ ഒരു ടൈമിൽ ഓൾറെഡി ജോലി ഇല്ലാത്തൊരു തരം നമ്മുടെ ആ ഒരു ജനറേഷന് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് നമ്മൾ 499 എന്നുള്ള ഒരു പ്രൈസ് ഇട്ടേക്കുന്നത് തന്നെ. ഓക്കെ, അപ്പൊ അതും ഇൻവെസ്റ്റ് ചെയ്യാൻ ഇല്ലെങ്കിൽ അവർ ഡിറ്റർമിൻ ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും. അപ്പൊ ആ 499 ആരെ കോണ്ടാക്ട് ചെയ്താൽ കിട്ടും, ഉമ്മാനെ കോണ്ടാക്ട് ചെയ്താൽ കിട്ടും, ഉപ്പാനെ കോണ്ടാക്ട് ചെയ്താൽ കിട്ടുമോ? ചിലപ്പോൾ നിങ്ങൾ അവരുടെ പാരൻസുമായിട്ട് സംസാരിക്കേണ്ടി വരും ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ ചില സമയങ്ങളിൽ. ഈ സംഭവങ്ങളൊക്കെ തന്നെ നിങ്ങൾ അവർക്ക് ക്ലാരിറ്റി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. മിക്ക ആൾക്കാരും ഡിസിഷൻസ് തന്നെ എടുക്കും ഈ കാലത്തൊക്കെ, പിള്ളേരെല്ലാം ഓണാണ്. ഓക്കെ ആ ബ്രോ സെറ്റ്. പ്ലീസ് സെൻഡ് മീ സ്ക്രീൻഷോട്ട് ഓഫ് കൺഫർമേഷൻ വൺസ് യു ആർ ഇൻ എന്ന്. അതാണ് ഞാൻ അവസാനമായിട്ട് അയച്ച മെസ്സേജ്. ഇതിനുശേഷം ഇടയ്ക്ക് നിങ്ങൾക്ക് ഇനി ഞാൻ പിറ്റേ ദിവസം ഫോളോ അപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു അനക്കവും ഇല്ല, ഇന്ന് മേടിക്കാന്ന് പറഞ്ഞ ആളാ, നിങ്ങൾ അങ്ങോട്ട് യോ അത്രയും കൊടുത്താൽ മതി. യോ വാട്സ്ആപ്പ് ബ്രോ, എന്തായി ബ്രോ, ഇത് ചെയ്തോ? ഓ ഇല്ല ബ്രോ, അത് ഇപ്പൊ ചെയ്യാം. ഓക്കെ ബ്രോ, സൂൺ സെറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ നമുക്ക് എനിക്ക് സാബിത്തിന്റെ അടുത്തോട്ട് പോവാം, അല്ലെങ്കിൽ ബ്രോയ്ക്ക് ഈ സംഭവം പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. എന്തുവേണേലും നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഓഫർ ചെയ്യാം, റൈറ്റ്? എന്തെങ്കിലും ഒരു ബോണസ് ഓഫർ ചെയ്യാം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ബോണസ് ഓഫറുകൾ, ആൾക്കാർ ആക്ഷൻ എടുക്കാൻ വേണ്ടി ബോണസ് ഓഫറുകൾ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ ഏതാണ് എക്സാക്ട്ലി എനിക്കിപ്പോൾ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാനത് കണ്ടുപിടിച്ച് ഗ്യാദർ ചെയ്തതിനു ശേഷം ഈ ഡോക്യുമെന്റ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഇത്രയുള്ള നമ്മുടെ ഫ്രെയിം വർക്ക്. ഇപ്പൊ നിങ്ങൾ കണ്ടത് യെസ് പറഞ്ഞാലുള്ള സാധനമാണ്, നോ പറഞ്ഞാലുള്ള സാധനം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതും നോക്കണം. പക്ഷെ പുതിയൊരു ബ്ലാങ്ക് കണ്ട, ഞാൻ ഇതുവരെ ഒന്നും ബിസിനസ് ഒന്നും പഠിച്ചിട്ടില്ല ബ്രോ. ഓക്കെ ബ്രോ, അത് സീനില്ല. പക്ഷെ പുതിയൊരു ബ്ലാങ്ക് ക്യാൻവാസ് പോലെ വന്ന് വർഷങ്ങളോളം വർക്ക് ചെയ്ത മോസ്റ്റ് സക്സസ്ഫുൾ ആക്ഷൻസ് അപ്ലൈ ചെയ്യുന്നത് തന്നെയാണ് ഫാസ്റ്റസ്റ്റ് വേ ടു സക്സസ് സെൻഡ് ചെയ്യുക. അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, പുതിയതായിട്ട് വരുന്ന ചില സ്റ്റുഡൻസ് ഒരു ബാഡ് ഹാബിറ്റ് ഉണ്ട്. ദേ ഓഫ്റ്റൻ നോട്ട് കോച്ചബിൾ. ആർ യു കോച്ചബിൾ? എന്നാൽ അവർ പറയാം യെസ് ഐ ആം കോച്ചബിൾ. നമ്മൾ പറയാം ഓസം. ഓക്കെ, നമ്മളത് കൺഫേം ചെയ്ത് കഴിഞ്ഞു. അവർ എന്തുകൊണ്ട് വേറെ പല ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ടായിട്ടും ബ്രോ ഇൻസ്റ്റഗ്രാം വഴി തന്നെ മണി ഉണ്ടാക്കാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? ഇപ്പൊ നോ പറയുകയാണെങ്കിൽ നിങ്ങൾ പിന്നീട് ഇവിടെയുള്ള ഡയലോഗ് അയച്ചു കൊടുക്കില്ല കേട്ടോ. എനിക്കിപ്പോ പറ്റിയ തെറ്റെന്ന് പറഞ്ഞു ഇവൻ നോ പറഞ്ഞു, പക്ഷെ ഞാൻ അവിടെ ഉള്ള ഫ്രെയിം വർക്കാണ് ഇവിടെ ഫോളോ ചെയ്തത്. അതുകൊണ്ടാണ് എന്റെ രീതിയിൽ കുറെ കസ്റ്റം ചെയ്ത് ഞാൻ പോയത്. ഈ ഒരു സാധനം പോയിരുന്നെങ്കിൽ ഈ ഒരു കോൺവെർസേഷൻ ഇതിലും ഫാസ്റ്റ് ആയിരുന്നു. ബട്ട് ഈ ഒരു കോൺവെർസേഷൻ എനിക്ക് പറ്റിയ തെറ്റെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നീടാണ് ഇവിടെ കണ്ടത്. അതുകൊണ്ട് ഞാൻ പിന്നെ ആലോചിച്ചു, നോയുടെ കോൺവെർസേഷൻ ഇവിടെ കിടക്കുവാണല്ലോ, റൈറ്റ്? സോ ഇത് പോയാൽ നിങ്ങൾക്ക് ഇതിൽ എളുപ്പമായിരിക്കും. നോ പറയും. നമ്മളിപ്പോ യെസ് പറയുന്ന ആളെയാണ് ഇത്ര നേരം കവർ ചെയ്തത്, ഇത് നോ പറയുന്ന ആളുടെയാണ്. ഇത് മൊത്തം ഞാൻ ഇപ്പൊ പോകുന്നില്ല. ഡു യു ലൈക്ക് ക്രിയേറ്റിംഗ് കണ്ടന്റ്? ക്രിയേറ്റ് ഇഷ്ടമാണോ? വാട്ട് ദിസ് അക്നോളേജ്? ഞങ്ങളുടെ അക്കാഡമിയിൽ ലക്ഷ്യം കണ്ടോ? പിന്നെ ഓഡിയോ വെച്ച് ജോയിൻ ലിങ്ക് കൊടുക്കുന്നു. നോ പറയുന്ന ഒരാളുടെ പ്രോസസ്സ് ഇച്ചിരി കൂടെ ഷോർട്ടാണ്, റൈറ്റ്? വേറെ ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ എസ് പറയാൻ ഇച്ചിരി പാടാണ്. ബിക്കോസ് അതിന്റെ കാരണങ്ങളെല്ലാം മനസ്സിലാക്കി അതിലും ബെറ്റർ അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സാധനം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അതുകൊണ്ട് പല ആംഗിൾസിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടി വരും. ബട്ട് നോ പറയുന്ന ഒരാൾക്ക് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ ഇച്ചിരി കൂടെ എളുപ്പമാണ്. അത് നിങ്ങൾ ഈ ഫ്രെയിം വർക്ക് നോക്കിയാൽ മതി. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ചാറ്റ് ടെക്സ്റ്റ് പ്ലേ. നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ ഞാൻ ഇതൊരു ലെങ്ത് വീഡിയോ ആണ്, 2.5 മണിക്കൂറിന്റെ വീഡിയോ എന്നാണിത്. എന്നാലും ഈ ഒരു സാധനം ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടേതായിട്ടുള്ളൊരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളത് ചെയ്യുക. നിങ്ങൾക്ക് ഒരു ദിവസം, ഞാനൊക്കെ ഒരു ദിവസം 100 പേരെ ഹൈ ടിക്കറ്റ് ക്ലോസ് ചെയ്ത് 100 പേരെയൊക്കെയാണ് വിളിക്കുന്നത് ഒരു ദിവസം, ഫോണിൽ വിളിക്കുന്നത്. ഒരു കോൾ എടുക്കും, ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് ഇരിക്കും, കോൾ എടുക്കും വിളിക്കും, അടുത്ത ആൾ സംസാരിക്കും, ക്ലോസ് ആണോ ഇതാണോ അതിന്റെ ഡീറ്റെയിൽസ് എടുക്കും, സെറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഇന്ന് ടെക്സ്റ്റ് ചെയ്താൽ മതി. അപ്പൊ ഒരേ സമയത്ത് നിങ്ങൾക്ക് ഒരാളുടെ അടുത്ത് വാട്സാപ്പ് ബ്രോ 5 പേർക്ക് ടെക്സ്റ്റ് ചെയ്യാം. വാട്സാപ്പിൽ, ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ടിലൊന്നും നമ്മൾ ബാൻ ചെയ്യുന്നതിനെ പറ്റി ഒന്നും പേടിക്കണ്ട. നമ്മളടുത്ത് ഓൾറെഡി ഇൻട്രസ്റ്റഡ് ആയെന്ന് പറഞ്ഞ ആളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഓൾറെഡി ഒരു ഫ്രണ്ടിനെ പോലെ തന്നെ അവരുടെ അടുത്ത് വാട്സാപ്പ് ബ്രോ എന്നും പറഞ്ഞാൽ പോകുന്നത്. അല്ലാതെ സെയിൽസ്, പൊതുവേ ഉള്ള സെയിൽസ് ആൾക്കാർ പോകുന്ന പോലെ അല്ല നിങ്ങൾ പോകുന്നത്. ഓക്കെ, നിങ്ങളൊരു ആൾട്ടിറ്റ്യൂഡിലാണ് പോകുന്നത്. ടെക്സ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ സംഭവങ്ങൾ മനസ്സിലാക്കുന്നു, ഓക്കെ, ക്ലോസ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സ്
ഈ ഒരു ഫ്രെയിം വർക്ക് നിങ്ങൾ ഉപയോഗിച്ച്. അതിൽ നിങ്ങൾ എന്തോ ഇത് കൂടുതൽ കാലം നിങ്ങളിത് അതാ ഞാൻ പറഞ്ഞത്. അപ്പം 5 പേർക്ക് മെസ്സേജ് അയക്കുക, ഇന്ന ആൾ ഒരു ഡയറക്ഷനിൽ പോകുന്നതായിരിക്കും, വേറൊരാൾ വേറെ ഡയറക്ഷൻ. ഒരേ ടൈമിൽ നിങ്ങൾക്ക് പല ആൾക്കാരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇതിൽ ബെറ്റർ ആയി വരുമ്പോൾ ആദ്യ കാലങ്ങളിൽ ഒരു കാലം, പിന്നെ നിങ്ങൾ ഒരേ സമയത്ത് വേണ്ട ഇത് വേറെ ആളാണ്, അയാൾ ഏത് പ്രോസസ്സിൽ, ഈ പ്രോസസ്സിൽ നമ്മുടെ ഇൻട്രൊഡക്ഷൻ, ക്ലാരിറ്റി, ബിഗ് ഫ്ലെയിം, ഫാക്ട് ഫൈൻഡിങ്, ടെസ്റ്റ് ക്ലോസ് ഈ 6 പ്രോസസ്സിൽ എവിടാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഡയലോഗ് കാണുമ്പോൾ. എന്നിട്ട് സ്പോട്ടി നിങ്ങൾ പടപട നിങ്ങൾ ക്ലോസ് നടത്തും. ഓക്കെ. പിന്നെ ഇതെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ പ്രോസസ്സ് റെക്കോർഡ് ചെയ്യും. ഓക്കെ. സോ അതാണ് ഞാൻ ഇനിയിപ്പോൾ കാണിക്കാൻ പോകുന്നത്.